അതിനുശേഷം നമ്മൾ ബാത്റൂമിൽ കയറി എല്ലാ കാര്യവും നിർവഹിച്ചു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇഹ്റാമിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം. മനസ്സിലായില്ല? ആ കാര്യം നീയത്തൊക്കെ ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സുന്നത്ത് നിസ്കരിച്ച് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്, അതുവരെ നമ്മൾ ഈ വേഷത്തിലുള്ളത്, ഈ വേഷം ഇനി മാറി ഇനി നമ്മൾ നേരെ ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കാൻ പോവാണ്. മനസ്സിലായി? സ്ത്രീകള് അതുവരെ അൽഹംദുലില്ലാഹ് അതുവരെ ധരിച്ചിരുന്ന വേഷം മാറ്റണ്ട. മനസ്സിലായല്ലേ? പെണ്ണുങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുഖവും മുൻകൈയും തുറന്നിടണം. ഓക്കെ, ഇനി ഇഹ്റാം ചെയ്താലാ നിർബന്ധം, അതുവരെ ഒരു കുഴപ്പമില്ല. അപ്പൊ അതുവരെ നിഖാബിട്ടവരെല്ലാവരും എന്താ, സ്ത്രീകളും മുഖവും മുൻകൈയും തുറന്നിടണം. കാരണം പുരുഷന്മാർ കാണിക്കാൻ കാരണം എന്താ, പുരുഷന്മാരാണ് മെയിൻ മാറ്റേണ്ടത്. പുരുഷന്മാർ എല്ലാ ഡ്രസ്സും വഹിക്കാം, എല്ലാതും പറഞ്ഞ് പ്രത്യേക ഓർഡർ പറയണോ? ആണോ? മനസ്സിലാവില്ലേ? ഓക്കെ, അപ്പൊ എല്ലാം മാറ്റണം. പണ്ട് നമ്മളെ കഴിഞ്ഞ മുമ്പൊരു എൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞ അനുഭവം ആയിരിക്കണം. അദ്ദേഹം അതായത് എല്ലാം മാറ്റണം മുമ്പ് വിശദീയായി പറഞ്ഞു. ഓരോന്നും എടുത്ത് പറഞ്ഞില്ല മാത്രം, എല്ലാം മാറ്റണം. പിന്നെ ഇപ്പൊ ഓരോ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു ഹാജി എന്തായി, അദ്ദേഹത്തിന് ശീലം എന്ന് പറഞ്ഞാല് ഈ അടക്ക കച്ചവടം എന്നാണ് സാധു. അപ്പൊ അദ്ദേഹത്തിന് ആ ട്രൗസറിന്റെ പോകല ഓരോ സംഗതി ഇട്ടിട്ട് പോയിട്ടുള്ള ശീലം, മൊബൈലിനൊക്കെ ഇട്ടിട്ട് പേഴ്സ് ഇട്ടിട്ട് അദ്ദേഹത്തെ ഒരു സാധാ വസ്ത്രം എല്ലാം ധരിച്ച് എല്ലാ വസ്ത്രം ഇങ്ങനെ ഇട്ട് എല്ലാം റെഡിയായി. അങ്ങനെ ഫ്ലൈറ്റ് ഇഹ്റാം ചെയ്ത് കഴിഞ്ഞ് ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി നിൽക്കാം. അതിലിങ്ങനെ ഹാജിന്റെ ഇവിടെ ഇങ്ങനെ പൊന്തിക്കുണ്ട് ഈ സൈഡിൽ ഇങ്ങനെ. അപ്പൊ നമ്മൾ ഉസ്താദ് എന്താ പൊന്തിക്കണ്? അതിന്റെ ഉസ്താദിന്റെ മൊബൈൽ എല്ലാം കൂടി കൊള്ളണ്ടേ? മൊബൈൽ പറഞ്ഞാൽ ഇതെല്ലാം കൂടി എവിടെ കൊക്ക, ബാഗിൽ കൊള്ളില്ല. അപ്പൊ ഇതിൽ ഫുഡും എല്ലാം ഉണ്ടല്ലോ. മൊബൈൽ ഞാൻ എന്റെ പോക്കറ്റിൽ ഉഷാറായി വെച്ചിട്ടുണ്ട്, അദ്ദേഹം സേഫായി വെച്ചാ. അതിൽ ഉസ്താദ് ചോദിച്ചാ, അള്ളാ ഇത് ഇഹ്റാം ചെയ്ത് പാടില്ലല്ലോ. പടച്ചോന്റെ റബ്ബേ ഒറ്റ ഊരില്. മനസ്സിലായില്ലേ? മൊബൈൽ എന്റെ കൂട്ടുകാരൻ ഉസ്താദ് അനുഭവം, അയാൾ ഇടം വലം നോക്കാതെ, കാരണം എന്തോ സംഭവിച്ചു വെച്ചിട്ടേ ഒറ്റ ഊരില്. അതായത് ട്രൗസർ ഓരി എന്നർത്ഥം വരാൻ പറഞ്ഞാല് നിങ്ങൾ ആലോചിച്ച അവസ്ഥ. ആരും പെട്ടതല്ലേ, പെട്ടുന്നുണ്ടല്ലോ, പെട്ടെന്ന് ഷോക്ക് ഉണ്ടാവില്ലേ? അപ്പൊ അതുകൊണ്ട് ആരും പെടണ്ട, നേരത്തെ ഒരാളെ കോരിക്കോടി എന്നർത്ഥം കേട്ടാ. നമ്മൾ എല്ലാവരും വസ്ത്രങ്ങളെല്ലാം മതി. നമ്മൾ ഇഹ്റാമിന്റെ വസ്ത്രം സാധാരണ പോലെ ധരിക്കേണ്ട രൂപട്ടാ. പുരുഷന്മാരെന്ത് ചെയ്ത് നേരെ ഇതാണ് നമ്മുടെ ഇഹ്റാമിന്റെ വസ്ത്രം. ഓക്കെ, പുരുഷന്മാർ തുണിയും അതുപോലെ ധരിക്കട്ടാ. തുണി ധരിച്ചു, ഇത് ധരിച്ചു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഈ വസ്ത്രം ധരിച്ചിട്ട് നമ്മൾ എല്ലാവരും ഇഹ്റാം ചെയ്യാൻ വേണ്ടി പോവാം. അപ്പൊ ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ തുന്നിക്കൂട്ടപ്പെട്ട ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതിനർത്ഥം ബനിയന് പാടില്ല, ട്രൗസർ പാടില്ല, ഇങ്ങനത്തെ ജുബ ഒന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടാ. ആ കാര്യം എല്ലാവരും പുരുഷന്മാരെ ഓർമ്മയുണ്ടാവും. അപ്പൊ അത് മറന്നുപോയി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാവും. രണ്ടാമത് കാര്യം വെച്ചാൽ അതുവരെ നമ്മൾ തലയെക്കെട്ടും തൊപ്പിയൊക്കെ ഉണ്ടാവും ചിലപ്പോ, അതും പോകണം, പാടില്ല. തല മറക്കൽ ഹറാമാണ്. അത് കഴിഞ്ഞു ഈ എല്ലാവരും നമ്മളെല്ലാവരും ഇഹ്റാം ചെയ്യാൻ വരാം അല്ലെ? ഇഹ്റാം കൂടി ചെയ്ത ചായ ഒഴിക്കല് അയസായില്ലേ? ബെൽറ്റ് കുഴപ്പമില്ല, ബെൽറ്റ് കുഴപ്പമില്ല കേട്ടാ. ബെൽറ്റ് ഇത്ര മനസ്സിലാക്കിയ തുന്നിക്കൂട്ടപ്പെട്ട വസ്ത്രം. മനസ്സിലായില്ലേ? അവര് വാച്ച് വെച്ചൊന്നൊരാൾ ചോദിച്ചു, കുഴപ്പമില്ല. മനസ്സിലായില്ലേ? തുന്നിക്കൂട്ടപ്പെട്ട വസ്ത്രം. എന്താണ് ഇതിന്റെ പിന്നാമ്പുറം എന്ന് ചോദിച്ചാല്, നമ്മുടെ ഉസ്താദുമാർ പറയുന്നത് കാണാം. ആ ഒരു വസ്ത്രം ധരിക്കുന്നതോടെ ഏത് പണക്കാരനും പാവൊക്കെ ധരിക്കേണ്ട ആ വസ്ത്രമാണ് ആ ഒരു ഇഹ്റാം ചെയ്യുന്നതോടെ. അതായത് എല്ലാവരും പിന്നെ നാളെ റബ്ബിന്റെ അടുത്തേക്ക് നാളെ മരണപ്പെട്ട് കഴിഞ്ഞാൽ പോകുന്നത് ആ അത്രേ ഉള്ളൂ എന്നുള്ളൊക്കെ അർത്ഥം അതിൽ നിന്ന് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ, എല്ലാവരും ആ വസ്ത്രം ധരിച്ചു. ഇനി എല്ലാവരും ഒന്ന് നേരെ ഇഹ്റാമിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തെല്ലാം നിസ്കരിച്ചില്ലേ, അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നേരെ ഉംറക്ക് ഇഹ്റാം ചെയ്യാൻ വേണ്ടി പോവാ. എല്ലാവരും എന്റെ കൂടെ എന്ത് ചെയ്യാ, ഇഹ്റാമിന് നിയ്യത്ത് വെക്കട്ടാ. ഇത് പഠന നെയ്യത്താണ്, വെച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടാ. ഇപ്പൊ സ്ത്രീകളൊക്കെ എങ്ങനെയുള്ളത്? ഫർദട്ടാ, ഫർദല്ല എപ്പോഴും ഫർദല്ല ഇട്ടിട്ട് നമ്മള്. അപ്പൊ ഫർദിട്ട് മുഖവും മുൻകൈയും തുറന്നിട്ടുള്ളത് സ്ത്രീകള്. പുരുഷന്മാര് തല മറച്ചില്ല. പിന്നെ പുരുഷന്മാര് ഈ രണ്ട് വസ്ത്ര പുരുഷന്മാർക്കുള്ളത് ഈ ഒരു അവസ്ഥയിലുള്ളത്. അങ്ങനെ നമ്മളെല്ലാവരും ഞാൻ പറയുന്ന പോലെ എന്ത് ചെയ്യാ, എല്ലാവരും കൂടെ പറയട്ടാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നവൈതുൽ ഉംറത വഅഹറംതു ബിഹാ ലില്ലാഹി തആല ലബ്ബൈക അല്ലാഹുമ്മ ബിഉംറത്തിൻ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക
അതിനുശേഷം ആരംഭ പോയിന്റിൽ സ്വലാത്തും കൂടെ നമ്മൾ ചൊല്ലും. ഇത് ചെയ്യുന്നതോടെ പ്രിയമുള്ളവരെ, അതുവരെ നമ്മൾ എങ്ങനെ ഉണ്ടായിരുന്നതാണോ അതിൽ നിന്നൊക്കെ മാറി ഇനി അള്ളാഹുവിന്റെ അതിഥി, സ്പെഷ്യൽ അതിഥി കാറ്റഗറിയിലേക്ക് മാറി. ഇപ്പൊ നമ്മൾ സാധാരണക്കാരപ്പ എല്ലാവരും അല്ലെ, അത് ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉംറ നിർബന്ധമാണ്. പിന്നെ നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊക്കെ എന്ത് ചെയ്യാൻ നമുക്കാണ് എന്ത് അസൗകര്യപ്പെടാം. ഇഹ്റാം ചെയ്ത ഒരാൾക്ക് ഉംറ നിർബന്ധമാണ്. അത് നമ്മൾ എല്ലാവരും ഉംറക്ക് ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി അങ്ങോട്ടുള്ള ഏത് അമലിലാണ് കൂടുതൽ പ്രാധാന്യം എന്നുള്ള, അതായത് അത്തഹിയാത്തിനാണോ പരിശുദ്ധമായ ഖുർആനിനാണോ കൂടുതൽ പ്രാധാന്യം എന്ന് ചോദിച്ചുകൊണ്ട് കാണാം. പരിശുദ്ധ ഖുർആൻ അഅ്ലാ മർത്തബയിലാണ്, പക്ഷേ അത്തഹിയാത്തിനാ പ്രാധാന്യം. മനസ്സിലായില്ലേ? അതെന്താണ്? അവസരോചിതമായ അമല്. അതുപോലെ എന്താണ് നമ്മൾ ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ അധികരിപ്പിക്കാം. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. അല്ലാഹുവിന്റെ വിളിയാളം കിട്ടുമ്പോൾ ഇങ്ങനെ ചെല്ലാൻ, അങ്ങനെ അധികരിപ്പിച്ചു കൊണ്ടേയിരിക്കാം. അങ്ങനെ നമ്മൾ അധികരിപ്പിച്ചു കൊണ്ടേ ഇരിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഒരു വലിയ തൗഫീഖിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കല്ലേ. അപ്പൊ നമുക്ക് എന്താവും? അത് അധികരിപ്പിക്കും തോറും നമ്മുടെ അമലിന് ക്വാളിറ്റി കൂടിക്കൊണ്ടേയിരിക്കും. അതേ സമയത്ത് നമ്മൾ ഇഹ്റാം ചെയ്ത് നമ്മൾ ഇങ്ങനെ നാട്ടുവർത്താനം പറയാം, അത് മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം? കുറക്കണം. ഇഹ്റാമിലായിരിക്കുമ്പോൾ നമ്മൾ ഒരു അമല് ചെയ്താൽ എത്രയാണോ പുണ്യം കിട്ടുന്നത് അതുപോലെ തന്നെയാണ് ഇഹ്റാമിലുള്ള ഒരാള് ചെറിയ തെറ്റ് ചെയ്താൽ അതുപോലെ ഡബിൾ ഉണ്ടാവും, അതിന്റെ കുറ്റവും ലഭിക്കും. അള്ളാഹു എല്ലാവരെയും കാക്കുമാറാവട്ടെ. അപ്പോ ഇനി നമ്മളിപ്പോ എല്ലാവരും ഇഹ്റാമിലുള്ളത് ചാടിക്കാൻ കൂട്ടുണ്ടോ? ചാടിക്കാൻ പൂജയുണ്ടോ? അതുമില്ല. ഏത് ഇഹ്റാമിൽ തുണിയോ? തുണി ഇപ്പോഴും അടുത്ത വർഷത്തേക്ക് എടുക്കട്ടെ. സാധാരണ എല്ലാവരും അപ്പൊ ചോദ്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു മിനിറ്റ് പ്രശ്നമാക്കരുത്. വലതുമാണ്. ഒരാൾ വലതുക്കേ ശീലമുള്ളൂ, അയാളെ ഞങ്ങൾ ഇടത്ത് കിട്ടുന്ന ഞാൻ എന്താ ഉപയോഗിക്കും? ആകെ പ്രശ്നവും. കാരണം പ്രത്യേകിച്ച് ട്രൗസറും ഉണ്ടാകത്താണ്. ആകെ പ്രശ്നമാവില്ല. പ്രശ്നത്തേക്കാൾ കൂടുതൽ നല്ല എന്താ? വലത് കിടക്കണം. മനസ്സിലായില്ലേ? ഇത് പോണേന്റെ അഴിഞ്ഞാടിയ പ്രശ്നമില്ലേ? അതുകൊണ്ട് അവിടെ പ്രശ്നമില്ല, നിർബന്ധമുള്ള കാര്യമല്ല കേട്ടാ. ഇടത്തേക്ക് കൊടുക്കുക സുന്നത്യ സുന്നത്താണ് മാത്രം കേട്ടാ. ഇപ്പൊ നമ്മളെല്ലാവരും നിൽക്കുന്ന പൊസിഷൻ ഏതാ? അതന്നെ ഇഹ്റാം ചെയ്തിരിക്കാതെ അൽഹംദുലില്ലാ. നമ്മളെല്ലാവരും ഇപ്പൊ ഇഹ്റാമിലുള്ളത്. പ്രിയമുള്ളവരെ, ഇഹ്റാമിലായിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ അതുവരെ ഉള്ളത് എങ്ങനെയായിരുന്നു അങ്ങനെയല്ല. ഇനി നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ ജീവിതം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഞാൻ പറഞ്ഞു, അതുവരെ നമ്മൾക്ക് ഒരു ഫാൾട്ട് സംഭവിച്ചാൽ ഉണ്ടാവുന്ന കുറ്റത്തെക്കാളും കൂടുതലാണ് ഇഹ്റാമിലായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറ്റം. മനസ്സിലായില്ലേ? അതുവരെ നമ്മൾ ചെയ്ത അമലിനേക്കാളും കൂടുതലാണ് നമുക്ക് എന്താണ് ഇഹ്റാമിലായിരിക്കുമ്പോൾ നല്ല സമയത്ത്. അപ്പോ ഇപ്പൊ നമ്മൾ അള്ളാഹുവിന്റെ ആ പവിത്രമായ ഭവനത്തിലേക്ക് നമ്മൾ ഗസ്റ്റ് ആയിട്ട് ഇനി പോവാണ്. സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് നമ്മൾ ഗസ്റ്റ് ആയിട്ട് പോകുമ്പോഴുള്ള ഒന്നാം പടി നമുക്ക് റെഡി ആയിട്ടാ. അപ്പൊ ഇപ്പൊ എല്ലാവരും പുരുഷന്മാരെല്ലാവരും ഞാൻ പറഞ്ഞു നമ്മളെല്ലാവരും ഈ വസ്ത്രത്തിനാണുള്ളത് അല്ലെ, തലയൊന്നും മറക്കുന്നില്ല, എല്ലാം റെഡി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല് ഇഹ്റാമിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് നോക്കട്ടാ. ഇഹ്റാമിൽ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. ചിലപ്പോ നമുക്ക് അതിൽ അത്തറുണ്ടാവും, ജസ്റ്റ് ഇങ്ങനെ അത്തർ വെട്ട ഒരിക്കലും പാടില്ല, ഹറാമാണ്. കറാത്തല്ല, ഹറാം. രണ്ടാമത് കാര്യം എന്ന് വെച്ചാൽ എണ്ണ പോലോത്തത് ഉപയോഗിക്കാൻ പാടില്ല. അത് പറഞ്ഞാല് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും പൊരിക്കടി കിട്ടിയേ, ചിലപ്പോ നമ്മുടെ കയ്യിൽ ഇങ്ങനെ എണ്ണ ഉണ്ടാവും, നമ്മളെന്താ ചെയ്യാ? ചിലപ്പോൾ ടിഷ്യൂലെ ചിലപ്പോങ്കിലൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കേൾക്കൂലേ? ഒരിക്കലും പാടില്ല. നമ്മൾ ഇഹ്റാമിലായിരിക്കുമ്പോഴാണ് പരിശുദ്ധ മക്കയിലെത്താം, റൂമിലെത്താം. അവിടെ എത്തുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഭക്ഷണത്തിന്റെ സമയമാവും, നാസ്ത കഴിക്കേണ്ട സമയം. അപ്പൊ നാസ്ത കഴിക്കുമ്പോൾ ആ നാസ്ത കഴിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമാണ് നമ്മുടെ കയ്യിൽ ഒരു മാംസമൊക്കെ ഉണ്ടെങ്കിൽ നെയ്യ് കുടുങ്ങി നമ്മൾ എന്താ ചെയ്യുക? നേരെ പോയിട്ട് വാഷ് ബേസിൽ നമ്മൾ ഹാൻഡ് വാഷ് ഉപയോഗിക്കൂലേ? പാടില്ല. അവിടെ എത്തിയോടെ നമുക്ക് കുളിക്കാൻ തോന്നി, അത് നമ്മൾ ഇഷ്ടമാണ്, കുളിക്കുന്ന കുഴപ്പമില്ല. പക്ഷെ ആ കുളിക്കുന്ന സമയത്ത് സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? ശ്രദ്ധിക്കാണ്ട. ഇഹ്റാമിൽ നമ്മൾ തെറ്റ് ചെയ്താൽ ഫിദിയ കൊടുക്കേണ്ടി വരും. അറിയാതെ തെറ്റ് ചെയ്താൽ കുഴപ്പമില്ല. പക്ഷെ മുസ്ലിം ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ലേ, അതുകൊണ്ട് നിങ്ങൾ അറിയാത്തവരല്ല. അവസരം അപ്പോഴും പറഞ്ഞുതരും, ഇഹ്റാം ചെയ്യുമ്പോഴും പറഞ്ഞ് ശ്രദ്ധിക്കേണ്ട കാര്യം.
എല്ലാത്തിനും ഉപരി നമ്മൾ ദുന്യവിയായ, അതായത് സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു യാത്രയാവുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. ഒരു രണ്ട് പെണ്ണ് ഇത്താത്താര് പരിചയപ്പെട്ടാല് സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് പറയും, പിന്നെ എടിപോലെ എന്റെ മോളെ കെട്ടിക്കാണ്ടി. അപ്പൊ നമ്മളെ നബീസ് പറയാണ്, എന്റെ വായനാണ് നബീസും ബീബാത്തും വരും, എനിക്ക് അത് ഫ്ലോ ഉള്ളൂ. അപ്പൊ നബീസ് പറയാണ്, എടി എന്റെ കുട്ടി ഗൾഫിൽ നിന്നുണ്ട്, നമുക്ക് ഏതായാലും പരിചയപ്പെട്ടില്ലേ, എത്ര കാര്യമില്ല, എന്നാ നമുക്ക് നോക്കിയാലോ. ഇതുപോലെയുള്ള ചർച്ചകൾ പാടില്ല, മനസ്സിലായില്ലേ? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംയോഗം പാടില്ല. മുമ്പൊരിക്കെ നമ്മൾ ഉമ്മറ പോയ സമയത്ത് എന്റെ കൂട്ടുകാരന്മാർ, ഞമ്മക്ക് അങ്ങനത്തെ അനുഭവം കുറവാണ്, ബിഗിനറല്ലേ. അപ്പോ സുഹൃത്ത് പറഞ്ഞ അനുഭവം ഓർക്കാണ്. എന്ത്, കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് കയറി ജിദ്ദ എയർപോർട്ടിൽ എത്തിയപ്പോ പ്രിയതമൻ ഇങ്ങനെ മന്ദമാരുതനായി വരുന്നുണ്ടായിരുന്നു, ഒരു ഇത്താത്താന പുതിയാപ്പിള, മനസ്സിലായില്ലേ? അപ്പോ അങ്ങനെ വന്ന് ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ് അദ്ദേഹം ജിദ്ദയിലെ ജോലിയാണ്, ഞാൻ മക്കത്ത് കൊടുന്നാൽ പോലെ ഉസ്താദ്. ഈ ഉസ്താദ് തുറന്ന മനസ്സിന്റെ നിറകുടമായതുകൊണ്ട് ആയിക്കോട്ടെ, ഞങ്ങൾ കൊണ്ടുപോയിക്കോളെ, ഈ മക്കത്ത് കൊടുന്നാൽ ഈ പെണ്ണ് ഇഹ്റാമിലുള്ളത്, മനസ്സിലായല്ലേ? ഇയാൾ കൊണ്ടുപോയി. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ഒരു കള്ളച്ചെറിഞ്ഞ് വെച്ചിട്ട്, ആലോചിച്ച് നോക്കി. അപ്പൊ ഉസ്താദ് ഞാൻ അന്ന് എയർപോർട്ടിൽ നിന്ന് കൂടെ ഓക്കെ, പിന്നെ ഞാൻ 2 ദിവസം വൈകി പോയി. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കി, ആ ഉസ്താദോട് ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? അയാൾ നിങ്ങളൊന്ന് ചോദിക്കാം, മനസ്സിലായല്ലേ? ഇയാൾ കൊണ്ടുപോയി 2 ദിവസം സഹധർമ്മിന്റെ കൂടെ കൊണ്ടുവന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് വേറെ ഇഹ്റാമിലെ പെണ്ണും കൊണ്ട്, ഇനിയിപ്പോ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആ ഉസ്താദ് പറഞ്ഞു, ഇതുവരെ നിങ്ങൾ എന്തൊക്കെ ചെയ്ത് അത് തുടർന്നോളി, എല്ലാം എന്ത് ചെയ്യാനാ, കാരണം ചെയ്യേണ്ട സംഭവിച്ചില്ലേ, അപകടം സംഭവിച്ചില്ലേ. അതുകൊണ്ട് തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഒന്നും പാടില്ല. ഈ പ്രിയതമനെ കാണുമ്പോൾ തിരിഞ്ഞു നടക്കൊന്നും വേണ്ട. എന്തോ മൊയിലേര് പറഞ്ഞു ഒന്നും പാടില്ല, കുറച്ച് വിട്ടു നണിക്കണം, സീരിയസ് അങ്ങനൊന്നുമില്ല. നമ്മൾ എന്താ ചെയ്യാറ്, ഞാൻ പറഞ്ഞേ, സംയോഗം പാടുള്ളത് ഒന്നും പാടില്ല, അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോ ആ കാര്യം എല്ലാവരും ഓർമ്മയുണ്ടാവുക. അതുപോലെ തന്നെ അള്ളാന്റെ ഹറമിലെ ഒന്നിനെയും നമ്മൾ നശിപ്പിക്കാൻ പാടില്ല. നമ്മളൊക്കെ ഒരു സിസ്റ്റം എന്താ, നടന്നു പോകുമ്പോ ഒരു ഇല കണ്ടുകഴിഞ്ഞാൽ രസം, ഒരു ചെറിയ തൈ കണ്ട രസമായിട്ട് ഇല മരിക്കൂലേ? അള്ളാന്റെ ഹറമിൽ ഒന്നും തന്നെ നമ്മൾ എന്താ പാടില്ല, നശിപ്പിക്കാൻ പാടില്ല. അത് അപ്പോഴല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും, ഇഹ്റാമിൽ ഇല്ലാത്ത സമയത്തും പാടില്ല. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാല്, നമ്മുടെ നഖം അത് മുറിഞ്ഞു പോരാൻ പാടില്ല. ചിലപ്പോ നമുക്കൊരു വീക്ക്നെസ് ഉണ്ടാവും, എന്ത്, ഒരു വൈബായിട്ട് ഇങ്ങനെ നഖം ഇങ്ങനെ കടിക്കാം, അല്ലേ? എല്ലാവരും ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ ജോബ് ഇവിടെ നാട്ടിൽ വെച്ച് പോകണം, മനസ്സിലായില്ലേ? ആ ഒരു ഇൻട്രസ്റ്റ് നാട്ടിൽ വെച്ച് പോവാ. ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ നഖം കടിച്ച് നഖം പോരാൻ പാടില്ല. അങ്ങനെ പോന്നു കഴിഞ്ഞാൽ ഫിദിയ കൊടുക്കേണ്ടി വരും. ഫിദിയ എന്ന് പറഞ്ഞാൽ നമ്മള് 1 കിലോ അരിയല്ല, മനസ്സിലായില്ലേ? അതിന് സെക്ഷൻ വേറെ തന്നെയാണ്. അപ്പൊ അതിലേക്ക് ചിന്തിക്കണ്ട, വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. മറ്റൊരു കാര്യം, നമ്മളെ ശരീരത്തിൽ നിന്ന് രക്തം പോരാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് മുടികൾ പോരാൻ പാടില്ല. നമ്മളുണ്ടല്ലോ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിൽ ഒരാളെ ശരീരത്തിൽ ഓട്ടോമാറ്റിക് കൊഴിഞ്ഞു പോകുന്നതുണ്ട്, അത് അഫുവാണ്, അത് ഓട്ടോമാറ്റിക് ആണ്. അതേ സമയത്ത് നമ്മളെ പ്രവർത്തനം കൊണ്ട് ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ രക്തം പോരാന്ന് പറഞ്ഞാൽ എന്താ, ചിലപ്പോ നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോ നമുക്ക് മുറി ഉണ്ടാവും, ചിലപ്പോ ചിലർക്ക് മുറി ഇങ്ങനെ അതിന് പൊറ്റെന്നല്ല പറയുന്നത് അല്ലേ? ഞാൻ കോഴിക്കോട് ജില്ലക്കാരൊക്കെ തീയുണ്ട്, മാറ്റങ്ങൾ പറയാണ്ടായി, ജില്ല പറയാണ്ടായ പ്രശ്നമാണ്. അപ്പോ അതിന്റെ മാറ്റങ്ങൾ ശ്രദ്ധിക്കാം. നമ്മൾ രസം വഹിക്കും, അപ്പൊ രക്തം പോകുന്ന ഫിദിയ കൊടുക്കേണ്ടി വരും. അള്ളാഹു കാക്കുമാറാവട്ടെ. അള്ളാന്റെ ഹറമിക്ക് നല്ല അതിഥികളായി പോകാൻ അവസരം കിട്ടിയിട്ട് നമ്മളെ പ്രവർത്തനങ്ങൾ കളങ്കം വന്ന എന്തായിരിക്കും അവസ്ഥ അല്ലേ? അപ്പൊ നമ്മൾ ആ കാര്യങ്ങളൊക്കെ എന്താ ചെയ്യാ, എല്ലാവരെയും ഓർമ്മയിൽ ഉണ്ടായിരിക്കണം കേട്ടാ. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ചെറുതായി മനസ്സിലായല്ലേ? ഇനിയപ്പോ അപ്പൊ ഞാൻ സൂചിപ്പിച്ചു തരും. ഇപ്പൊ ചെറുതായി രൂപം ഉണ്ടാവുക, ഇഹ്റാം ചെയ്താൽ എല്ലാം പ്രശ്നമാണ് എന്നർത്ഥം കേട്ടാ. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഈ നമ്മളെല്ലാവരും എവിടെ, ഇപ്പൊ എവിടെ ഉള്ളത് നമ്മള്? ഇപ്പൊ നമ്മൾ എവിടെ ഉള്ളത്? അതെ, എയർപോർട്ടിൽ നമ്മൾ അല്ലേ? എയർപോർട്ടിൽ നമ്മൾ നേരെ ഫ്ലൈറ്റ് കയറാം. ഫ്ലൈറ്റ് കയറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, കയറി കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് എല്ലാവരും ടിക്കറ്റ് ഉണ്ടാവും. ഒക്കെ വീഡിയോയിൽ കാണിച്ചത് ഇൻഷാ അല്ലാഹ്. ആ ടിക്കറ്റിനനുസരിച്ച് പോയിരിക്കുന്നു. ഇന്ന് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഫ്ലൈറ്റിൽ ബെൽറ്റ് ഇടണം. ബെൽറ്റ് ഇട്ടാ അത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഫ്ലൈറ്റ് പോകുമ്പോൾ ആദ്യം കയറുമ്പോൾ ചെറിയൊരു ആശങ്ക ഉണ്ടാവും. ആശങ്ക ഒന്നും വരണ്ട, അള്ളാഹു നമ്മളെ യാത്രക്കൊന്നും ബുദ്ധിമുട്ടാക്കൂല. അതിനെല്ലാം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അല്ലെ? അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് എല്ലാം കയറി. ഇവിടെ ഒന്നല്ല പ്രശ്നം, ഫ്ലൈറ്റ് പോയി. ഫ്ലൈറ്റിൽ നിന്നൊക്കെ ഇപ്പൊ നമ്മൾ ഇഹ്റാമിലുള്ളത്, ഇപ്പൊ നമ്മൾ നിലവിൽ പുരുഷന്മാരൊക്കെ ഇഹ്റാമിലുള്ളത് അല്ലേ? അപ്പൊ സാധാരണ സംഭവിക്കാറുള്ള ഒരു വേറെ ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ, പ്രായമുള്ള ഉപ്പാര് ഓൾറെഡി നമ്മൾ മേലുള്ളത് ഈ 2 വസ്ത്രം ഉള്ളത്, ഇതും ആ തുണിയിലെ ആ തുണിയുള്ള സമയത്ത് ഈ ഫ്ലൈറ്റിൽ ചില സമയത്ത് എന്ത് ചെയ്യും, ഈ തണുപ്പ് കൂടും, AC നല്ല പവർ അടിക്കും.
അപ്പോൾ പ്രായമുള്ള ഉപ്പാർക്ക് ചിലപ്പോൾ തണുപ്പ് പറ്റില്ല. അപ്പോൾ എന്താ ഉപയോഗിക്കുക, സ്വാഭാവികം ഞാൻ കണ്ട ഒരു അനുഭവമാണ്. ഒരിക്കൽ നമ്മൾ വേച്ചിങ്ങനെ പോയോണ്ട സമയത്ത് രാത്രി കഴിഞ്ഞ് ഉസ്താദ്മാർ ജസ്റ്റ് ഇങ്ങനെ നടന്നു നോക്കും, ഇങ്ങനെ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പം ഉണ്ട് കുറേ സ്ഥലത്ത് ഇങ്ങനെ കുറേ തല കാണില്ല, ഇങ്ങനെ നമ്മൾ കണ്ടാണ്. അപ്പം എന്താ ഇത് നേരെ AC അടിച്ചിട്ടേ. അപ്പം ഇങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ആരോഗ്യ പ്രശ്നമാണ് സംഗതി, പക്ഷെ പാടില്ല. മനസ്സിലായില്ലേ? നമ്മൾ ഇഹ്റാം പറഞ്ഞാൽ കുറച്ച് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കുന്ന കാര്യമാണ്. നമുക്ക് ആരോഗ്യം ഇല്ലെങ്കിലും അത് തല മറക്കാൻ പാടില്ല. തല മറക്കൽ ഹറാമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കാം കേട്ടോ. ഫ്ലൈറ്റിൽ നിന്ന് ചിലപ്പോൾ അഥവാ നമ്മൾ ശ്രദ്ധ വിട്ടാലും നമ്മൾ ഇഹ്റാമിൽ ഒരു തെറ്റ് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇഹ്റാമിൽ ചെയ്ത് തെറ്റുകൾ വന്നാൽ പിന്നെ ഇതിന് ഉംറയുടെ ക്വാളിറ്റി നമുക്ക് അറിയാലോ എത്രത്തോളം ആയിരിക്കുന്നില്ലേ. ഏതുപോലെ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി വുളു എടുക്കുമ്പോൾ വുളുവിന് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടോ ആ ക്വാളിറ്റി ആയിരിക്കും നമ്മൾ നിസ്കാരത്തിന് ഉണ്ടാവുക. വുളു എടുക്കുന്ന തട്ടിക്കൂട്ടാണെങ്കിൽ അത്രയ്ക്ക് കിട്ടുള്ളൂ. അപ്പൊ ആ കാര്യം എല്ലാവരും ഓർമ്മയുണ്ടാവാം. എന്നിട്ട് നമ്മൾ ജിദ്ദ എയർപോർട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ജിദ്ദ എയർപോർട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്നാണ് ശ്രദ്ധിക്കേണ്ടത്. അവിടെ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് ഇറങ്ങിയതുപോലെ എയർപോർട്ടിൽ കുറേ ദൂരം ഉണ്ടാവും. അത്യാവശ്യം ബസ്സിൽ പോകേണ്ട ദൂരമുണ്ട്, സാധാ ദൂരമല്ല, ബസ്സിൽ പോകേണ്ട ദൂരം. അപ്പൊ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി നേരെ അങ്ങോട്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ ഫ്ലൈറ്റ് ഇതിപ്പോ ഫ്ലൈറ്റ് സങ്കല്പിക്കാം, ഇവിടെ കുറെ ആൾക്കാരുണ്ട്, ഇവിടെ കുറെ ആൾക്കാരുണ്ട്, ഇവിടെ ഒരു ഡോറുണ്ട്, ഇവിടെ ഒരു ഡോറുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെയുള്ള ഡോറിൽ ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് ഇവിടെ ഇറങ്ങിയ ഉടനെ തന്നെ അവിടുത്തെ പോലീസുമാർ വേഗം അവിടെ ബസ് ഒന്ന് കാത്തിക്കണം. നമ്മൾ വേഗം വന്നവരോട് കയറാൻ പറയും. ആ സമയത്ത് ഞങ്ങൾ ഉസ്താദ് ഫ്ലൈറ്റിലാണ്, ആരും പ്രശ്നം കണ്ടത്. മനസ്സിലായോ? നിങ്ങൾ ഇറങ്ങി, ഞാൻ ഇറങ്ങിയില്ല, അല്ലെങ്കിൽ എന്റെ പുതിയാപ്പ ഇറങ്ങിയില്ല. അപ്പൊ നമ്മളുണ്ടല്ലോ ഇവര് കയറാൻ പറഞ്ഞ് ഉന്തി തറങ്ങി വിടുന്ന സമയത്ത് നമ്മൾ ആശങ്ക പറഞ്ഞ വിഷമിക്കണ്ട, എല്ലാ ബസ്സും കയറിയിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോകുള്ളൂ. മനസ്സിലായല്ലേ? തിരിഞ്ചില്ല, തിരിഞ്ചാലും ഇല്ലെങ്കിൽ തിരിഞ്ചു എന്ന് പറയും. അപ്പൊ രസമുണ്ട്. അപ്പൊ നമ്മൾ നേരെ ഇത് പറയാൻ കാരണം ഞാൻ കണ്ടതാണ്. നമ്മൾ ഇവിടുന്ന് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങണേ ഉള്ളൂ. അപ്പോൾ ഒരു ഉമ്മ ഉണ്ട് അവിടെ, എന്തൊക്കെയോ കയ്യും കാലിട്ട് എന്തൊക്കെയോ പറയണ്ട അയാളോട്. അയാൾക്കിടെ മനസ്സിലാവുന്നില്ല, ഈ ഉമ്മക്ക് അങ്ങോട്ടും മനസ്സിലാവുന്നില്ല. അപ്പൊ ഈ ഉമ്മ പറയണെന്താ, ഞങ്ങൾ ടീം വരുന്നേ ഉള്ളൂ എന്നാ പറയണത്. അതിനിപ്പോ അയാൾക്ക് മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ ഈ പേടിച്ചു പോകണ്ടാന്ന് ആ ബസ്സിലാണ് കയറാം. നേരെ പോയി എയർപോർട്ടിൽ എല്ലാവരും ഒരേ സ്ഥലത്ത് കൊണ്ട് ഇറക്കുള്ളൂ. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുത്തെ എയർപോർട്ട് സെക്ഷനൊക്കെ ഞാൻ വീഡിയോ കാണിക്കും പറഞ്ഞിട്ട്. അപ്പൊ മനസ്സിലാവും. ഇപ്പം പറഞ്ഞാൽ നീക്കൊരു മായാലോകം പറയും പോലെ ആയിരിക്കും. അതില്ലാക്കാൻ വേണ്ടി അവിടുന്ന് പറഞ്ഞിട്ടാ. ഓക്കെ, അല്ലോ ഇപ്പൊ നമ്മൾ എല്ലാവരും എത്തി ജിദ്ദയിലൊക്കെ നമ്മൾ എല്ലാവരും ഇറങ്ങിട്ടാ. ആരെയും കരിപ്പൂരിൽ കയറാത്തവരുണ്ടോ? ദയവത് കയറാക്കല്, പിന്നെ മുസ്ലിയാറാകെ കൊടുങ്ങി പോകും. അപ്പൊ നമ്മളെല്ലാവരും ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാല് പുറത്തിറങ്ങുമ്പോ തന്നെ അവിടെ സംഗതി ഉണ്ട്, സാധാരണ ഉണ്ടാവാറില്ല. ഫ്രീ സിം എന്ന സംഭവം. അവിടെ ഫ്രീ സിം എല്ലാവർക്കും കിട്ടും. അപ്പൊ നമ്മുടെ മലയാളിയുടെ ഒരു പൊതു ശൈലി എന്താ? ഫ്രീ സിമാണ്. അതെ, വെറുതെ കിട്ടുന്ന ഒന്നും നഷ്ടപ്പെടുത്തി അത് ശീലമേ ഞാനടങ്ങുന്നല്ല, ഇങ്ങളല്ല പറയണേ. അപ്പൊ ഫ്രീ സിം എന്താണ്? ഫ്രീ സിം എന്നർത്ഥം വെറുതെ കിട്ടുന്ന സിം അല്ലേ? അപ്പൊ സാധാരണ എന്ത് ചെയ്യും, നേരെ പോയിട്ട് ആ സിം കിട്ടണമെങ്കിൽ എന്താണ് നിയമം വെച്ചാൽ നമ്മുടെ വിസ ഒന്ന് കാണിച്ചു കൊടുക്കുക, നമ്മളെ വിരലൊന്ന് വെച്ചു കൊടുത്താൽ, വേറെ ഒന്നുമില്ല. സിം ഫ്രീ ഉള്ള പറഞ്ഞത് ശരി തന്നെയാണ്. പക്ഷെ അവിടുന്ന് എടുത്ത ഒരു 90% സിമ്മും മക്കയിൽ വർക്ക് ചെയ്യില്ല. മനസ്സിലായില്ലേ? അവിടെ നിങ്ങൾക്ക് വന്ന ഏജൻസി ഉണ്ടല്ലോ, അവർക്കുള്ള ലക്ഷ്യം എന്താ? അവരെ കണക്ക് റിക്കാർഡിക്കൽ സിമ്മ് കയറി അവർക്ക് കുറെ സിമ്മ് ചെലവാക്കലേ ഉദ്ദേശമുള്ളൂ. അവിടെ നിർത്ത സിമ്മ് 90% സിമ്മും മക്കയിൽ വർക്ക് ചെയ്യാറില്ല. എന്നാല് നിങ്ങൾ എന്താ അവിടെ തിരി വേറെ ഫിംഗർ ഒക്കെ ആണെന്ന് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല, ഈ സിമ്മ് കിട്ടിക്കോണമെന്നില്ല. മനസ്സിലായില്ലേ? ഇനി നമ്മൾ പുതിയെടുക്കുക. അതുകൊണ്ട് മറന്നു പോകരുത്. ഞാൻ ബാക്കിൽ നിന്ന് ആൾക്കാരെ ലഗേജ് എല്ലാം റെഡിയാക്കി വരുമ്പോൾ തന്നെ നിങ്ങൾ പുറത്തിറങ്ങി അവിടെ ഒന്നും നിൽക്കാൻ സമ്മതിക്കൂല. വേറെ 35 ആളുണ്ട്, ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പോട്ടാണ്ട് കാര്യം അവിടെ ഒക്കെ വേഗം കയറി പോകേണ്ടി വരും, പുറത്തിറങ്ങേണ്ടി നടത്താം. അപ്പൊ പുറത്തിറങ്ങുന്നത് ഇപ്പൊ ആദ്യം ഒരു ഫാമിലി ഇറങ്ങണ്ട, അവരാണെങ്കിൽ പോയി ഫിംഗർ വെച്ചിട്ടുണ്ടാവാം. അപ്പൊ പിന്നെ അവർക്ക് സിം കിട്ടാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ആ കാര്യം എല്ലാവരും ഓർമ്മയുണ്ടാവട്ടാ. ഇപ്പൊ നമ്മളെല്ലാവരും ജിദ്ദയിൽ പുറത്തിറങ്ങിയില്ലേ, നമ്മളിപ്പോൾ അമലിലേക്ക് വരുള്ളൂ. അമൽ അവിടെ വേഗം പറഞ്ഞു പോട്ടാ. ഇത് ഞാൻ പറഞ്ഞറിയാം, ഇതൊക്കെ ചെറുതായിട്ട് ഓർമ്മയുണ്ടെങ്കിൽ എന്താ പറയുക, ഉസ്താദ് പറഞ്ഞ ഇങ്ങനെ സിമ്മിലേക്ക് വരാണെങ്കിൽ സിം മക്കത്ത് നിന്ന് സിമ്മിനെ കുറിച്ച് പറയാനല്ലേ. കാരണം അവിടെ നമ്മൾ സിമ്പിൾ ഇവിടെ നിന്ന് എടുക്കരുത്. അതാണ് പറയാനുള്ളത്. അവിടെ നമ്മൾ വിരല് വെക്കരുത് എന്നർത്ഥം. അപ്പൊ ഫ്രീ കേൾക്കുമ്പോ എന്താവും വേഗം മുസ്ലിയാർ പറഞ്ഞ ഫ്രീ നമുക്ക് നല്ലതല്ല. ജിദ്ദ എയർപോർട്ടിൽ സിമ്മ് വേണ്ട. ഓക്കെ, ഈ സിമ്മ് കോള് ഞാൻ പറഞ്ഞിട്ട് അവിടുത്തെ അവസ്ഥ എങ്ങനെ ഉണ്ടാവുന്നത്. ഏതായാലും കഴിഞ്ഞു നമ്മൾ നേരെ മക്കയിലേക്ക് പോവാണ്. അപ്പോ നമ്മളിപ്പോ എല്ലാവരും ഉള്ളത് ജിദ്ദ എയർപോർട്ടിലല്ലേ. ജിദ്ദ എന്ന് പറഞ്ഞാൽ ജദ്ദ നമ്മുടെ വല്യമാരുടെ നാടാണ്. വല്യമാരത്ത് പോകാൻ നമുക്ക് എല്ലാവർക്കും ഹവ്വാമ്മന് ദർബാർ സിയാറ ചെയ്യണ്ടേ, ചെയ്യണം. നമ്മൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിൽ വേണ്ടെന്നറിയോ, ഇൻഷാ അല്ലാഹ് ഈ ഒരു ഉംറ
പോകുമ്പോൾ ഈ കരിപ്പൂന്ന് കാരണം ഉറപ്പിക്കാം, എന്റെ ആരോഗ്യത്തിന് ക്ഷയം സംഭവിക്കാത്ത എല്ലാത്തിനും ഞാൻ പോവും എന്നൊരു വാശി ഉണ്ടെങ്കിലല്ലോ മൊത്തമെല്ലാം തിരിച്ചു വരും, ഉറപ്പാണ്. മനസ്സിലായി? ഇങ്ങനൊക്കെ ആ വാശി ഉണ്ടെങ്കിൽ മുസ്ലിംകൾക്ക് ത്രില്ലിങ് അങ്ങനെ കൂടി വരും. അതേ സമയത്ത് ഇങ്ങോട്ട് ഞാൻ ചോദിക്കാം, 7ാമത് ഉംറക്ക് ആരൊക്കെ പോണത്? അപ്പൊ അങ്ങോട്ട് ഒന്നിച്ച് കൂടും. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ എനിക്കെന്നാ വൈകി പോവും. മനസ്സിലായല്ലേ? 8 ഉംറ എന്ന് പറയുമ്പോ എന്നോട് ആരോ പറഞ്ഞാൽ വെറുതെ പറയാം. എന്റെ ഓഫീസിൽ ഉണ്ടായ അനുഭവമാണ്. എന്റെ ഓഫീസിൽ എന്നെ അറിയുന്നത് ഇത്താത്ത. മുമ്പ് പല യാത്രക്കും വന്ന ഒരു ഇത്താത്ത, അദ്ദേഹത്തിന് കൂടുതൽ രണ്ട് ഇത്താത്താലും പിന്നെ പുതിയാപ്പടി വന്നു, വേറെ ഇത്താത്ത പുതിയാപ്പ ഓഫീസിൽ വന്ന് ഞാൻ ഓഫീസ് എക്സ്പ്ലെയിൻ ചെയ്തു. 8 ഉംറകൾ വരെ ഉണ്ടാവും, 8 ഉംറക്ക് മുസ്ലിയാർ സാധു കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പുറത്തിറങ്ങിയതിനു ശേഷം അവർ പോയി. പിന്നെ ആ ഇത്താത്തിന്റെ വാട്സപ്പിൽ മെസ്സേജ് അയക്കും, ഉസ്താദെ മറ്റുള്ള പുതിയാപ്പ പറയണം ആ കയ്യാളെ വെറുതെ തട്ടി വിടണം. മനസ്സിലായേ? തള്ളു. ഇൻഷാ അല്ലാഹ് നാളെ നമ്മളെ യൂട്യൂബിൽ നമ്മളെ ഈ കഴിഞ്ഞ ഉംറന്റെ അനുഭവസ്ഥരെ വീഡിയോ ഇറങ്ങും. അതിൽ അവർ ആ വിഷയം വ്യക്തമായി പറയുന്നുണ്ട്, എന്താണ് പറഞ്ഞതും അവരനുഭവം എന്താണ്. മനസ്സിലായില്ല? അതൊക്കെ തള്ളുന്നില്ല, പറയാൻ തള്ളാർക്കും തള്ളല്ലേ, പക്ഷെ മുസ്ലിയാർ തള്ളൂല. മനസ്സിലായില്ലേ? എനിക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ 8ഉം 9ഉം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഞാൻ വരും, നമുക്കൊരു കുഴപ്പമില്ല. കാരണം നമ്മളെ ആഗ്രഹം എന്താ, തിരിച്ചു വരുമ്പോ നിങ്ങൾക്ക് എന്തൊക്കെയോ കിട്ടിയെന്ന് തോന്നണം, അപ്പോഴേ എനിക്ക് സന്തോഷമാവുള്ളൂ. ഈ പ്രിയപ്പെട്ട ഉപ്പ എന്നെ കുറിച്ച് മറ്റൊരു നമ്മൾ സ്ഥാപനത്തെ പറയുമ്പോ സന്തോഷം പറയാൻ നമ്മൾ ആഗ്രഹിക്കാം. സംഗതി 8 ഉംറ ലോക പറഞ്ഞാല് എന്നെ അപേക്ഷിച്ച് അമീറിന് റിസ്ക് തന്നെയാണ്. കാരണം എന്താ, നിങ്ങൾക്ക് എന്താ ഞാൻ 3 ഉംറ ഞാൻ ഉസ്താദ് ഇന്നത്തെ ഞാൻ എല്ലാവരും കിടക്കാം അല്ലെ, പക്ഷെ ഞാൻ നിങ്ങൾക്ക് തന്ന വാക്കല്ലേ, ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പോരണ്ടേ. സംഗതി റിസ്ക്കാണ്, പക്ഷെ ഇൻഷാ അല്ലാഹ് സംഭവിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മൾ ജിദ്ദ എയർപോർട്ടിൽ നിന്ന് നമ്മൾ വല്യമ്മാനത്ത് നിന്ന് പോവാണ്. വല്യമ്മാനെ സലാം പറഞ്ഞിട്ട് വല്യമ്മാനെ സിയാറത്തില്ല കേട്ടോ, അത് പിന്നെയാണ്. ഇപ്പൊ നേരെ മക്കയിലേക്ക് പോകുന്നു. ശരാശരി 70 കിലോമീറ്റർ ദൂരം പോയാൽ മക്കയിലെത്തും. പ്രഭാത സമയമായിരിക്കും സമയം. നമ്മൾ പ്രഭാതം എത്തിയ ഉടനെ നമ്മൾ ആദ്യം തന്നെ മക്കയിൽ എത്തിക്കഴിഞ്ഞാല് മക്കയിൽ നമ്മൾ ആദ്യം നമ്മുടെ റൂമിലേക്ക് പോകണം. ആദ്യം തന്നെ നമ്മൾ റൂമിലേക്ക് പോകുന്നു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ നിലവിൽ നമ്മൾ ഈ ടാഗല്ലുള്ളത്, ഈ ടാഗ് നമുക്ക് മെയിൻ ആവശ്യങ്ങൾക്കേ പറ്റുള്ളൂ. അവിടുത്തെ പ്രാഥമിക ആവശ്യത്തിന് ടാഗല്ല പറ്റാം. അവിടെ എത്തിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലത്തെ കാർഡ് തരും. മനസ്സിലായില്ലേ? ഈ കാർഡിൽ എന്താ എഴുതി ഒന്ന് പറഞ്ഞോളി. ഹസന ട്രാവൽസ് ഇപ്പൊ റിസ്ക് എന്തോ ദേഷ്യമുള്ള പോലെ കാണില്ല ഇതന്നെ. അതെ, അപ്പൊ പറഞ്ഞാൽ ഇതുപോലത്തെ കാർഡ് നമ്മൾ തന്നെ തരുന്നത്. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിന്റെ കാർഡ് കേട്ടാ, ആ കാർഡ് തരും. ആ കാർഡ് നിങ്ങളെ കയ്യിൽ നിന്ന് പോവരുത്. അത് നമ്മൾ ബാഗിലോട്ട് വെച്ചാൽ മതി. എന്തിനറിയോ, അവിടെ നമ്മൾ എങ്ങനെയൊക്കെ ഞാൻ ശ്രദ്ധിച്ചാലും നിങ്ങളൊക്കെ കൂടെ പെട്ടെന്ന് കൈവിടൽ സംഭവിക്കാറുണ്ട്. സംഭവിക്കാം വെപ്രാളം വരും അല്ലെ കൈവിട്ടവർക്ക്, പിന്നെ ആകെ അങ്ങോട്ട് പരക്കെ പോകും. ഈ സമയത്ത് നമുക്ക് ഒരാളോട് മോനെ ഞാൻ ഇന്ന ഹോട്ടലാന്ന് പറഞ്ഞാല് അല്ലെ ടാക്സിക്കാരൻ ഇതാ കാണിച്ചു കൊടുത്താൽ മതി, ഒന്നും വേണ്ട, അവർ നേരെ കൊടുന്നാക്കിയത്. അതിനാണ് ഇത്. അപ്പൊ അവിടുന്ന് കിട്ടിക്കഴിഞ്ഞാല് ഹോട്ടൽ എത്തിക്കഴിഞ്ഞ ഉടനെ നമ്മൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് എന്തായാലും കളയത് എപ്പോഴും നമുക്ക് കയ്യിലുണ്ടാവാം. അപ്പൊ ഞാനും എന്റെ പെണ്ണുങ്ങളും ഞങ്ങൾ വലിയ സ്നേഹനിധികളാണ്, അതുകൊണ്ട് എന്റെ പ്രിയതമൊക്കെ എനിക്ക് ഒന്ന് മതി എന്നുള്ള തത്വം അവിടെ ചിന്തിക്കരുത്. മനസ്സിലായില്ലേ? സ്നേഹം വേറെ, കാർഡ് വേറെ. അതെന്താ, പ്രിയതമ കൈവിട്ടാൽ അവസ്ഥ പോയില്ലേ. അപ്പൊ പെണ്ണേക്കും വേറെ കൊടുക്കാം, എനിക്കും വേറെ വാങ്ങാം കേട്ടാ. ഇതൊക്കെ ഓർമ്മയുണ്ടാവും. റൂമിലെത്തി കഴിഞ്ഞാൽ നമ്മൾ റൂമിൽ എത്തുമ്പോൾ അവിടുത്തെ നമ്മൾ ജസ്റ്റ് അമല് പറഞ്ഞതിന്റെ നിങ്ങൾക്കുള്ള കാര്യങ്ങൾ അറിയാതെ പറഞ്ഞു കേട്ടോ. നമ്മൾ റൂമിൽ ശരി. അപ്പൊ നമ്മൾ റൂമിൽ എത്തിക്കഴിഞ്ഞാല് ശരി എന്റെ പ്രിയപ്പെട്ട ഉസ്താദ് അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. അപ്പൊ പറഞ്ഞുകൊണ്ടെന്ന് വെച്ചാല് നമ്മള് ഈ അവിടെ എത്തി കഴിഞ്ഞാൽ നമ്മൾ കാർഡ് കിട്ടി ഇതെല്ലാം കഴിഞ്ഞാൽ നമ്മൾ റൂമിലേക്ക് പോകുന്നു. ഒന്ന് റെസ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ നേരെ ഉംറക്ക് പോവാ, ആദ്യത്തെ ഉംറക്ക് പോവാ. ഇനി നമ്മള് ഇൻഷാ അല്ലാഹ് റൂമിനെ കുറിച്ചു അതുപോലെ നമ്മൾ പാക്കേജിനെ കുറിച്ചൊക്കെ നമ്മൾ 2ാം സെക്ഷൻ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ അമലിലേക്ക് പോകട്ടോ. അപ്പൊ നിലവിൽ നമ്മളെല്ലാവരും സുബൈ അവിടെ നിശ്ചയിക്കാൻ അവിടെ എത്തും. നമ്മൾ തീർച്ചയായും എത്തും, അപ്പോഴേക്കും എത്തും കേട്ടാ. അതിന് വേറെ എന്തുണ്ട്, നമ്മുടെ നാട് സുബൈയുടെ സമയം മാറിയില്ലേ. നമ്മൾ കൊച്ചിക്കുമ്പോഴ് നമ്മളിവിടുന്ന് 10 മണിക്ക് കയറണമെങ്കിലും അവിടെ അത് ആവണേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ സുബൈന്റെ മുമ്പ് അടുത്തു കേട്ടാ. ഇതുവരെ നമ്മൾ യാത്ര ആകാണ്ടായില്ല, ടൈം ടു ടൈം ഫ്ലൈറ്റ് കറക്റ്റില് പോകുള്ളൂ. സുബൈ നമ്മൾ റൂമിൽ നിസ്കരിച്ച് നമ്മൾ നേരെ റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ നേരെ ഉംറയ്ക്ക് ഇറങ്ങാണ്. പരിശുദ്ധമായ ഹറമിലേക്ക് പോകാൻ നിൽക്കാല്ലേ. ഈ സമയത്ത് പുരുഷന്മാരെ വസ്ത്രം മറക്കരുത്. നമ്മൾ അവിടെ എത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒന്ന് കുളിച്ചിട്ട് സാധാ വസ്ത്രം മാറ്റാൻ പാടില്ല. ഇഹ്റാം തുണി മറന്നു പോയതിട്ടാ. അതുപോലെ തന്നെ ഇഹ്റാമിലാണ് നമ്മൾ ഉള്ളത്, മറന്നു പോകരുത്. ഉമ്മമാര് മുഖം കൈയൊന്നും മറക്കരുത്, ഹാൻഡ് വാഷ് ഒന്നും ചെയ്യാൻ പാടില്ല. ഇതെല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാവരും ഒരുപാട് കാലം കാണാൻ കൊതിച്ചിരുന്ന പരിശുദ്ധമായ കഅബയിലെ
ഏതൊരു മുഅ്മിനും അവനക്ക് നിസ്കാരം തുടങ്ങി നിസ്കരിക്കാൻ നിർബന്ധമായത് മുതലെങ്കിലും അവരെല്ലാവരും തിരിഞ്ഞ് നിസ്കരിക്കുന്ന പരിശുദ്ധമായ കഅബാലയം ഒന്ന് ചിന്തിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ. ആരംഭപ്പൂവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലുള്ള അല്ലെങ്കിൽ 1,00,000-ൽ പരം അമ്പിയാക്കൾ എല്ലാവരും തവാഫ് ചെയ്ത പരിശുദ്ധമായ കഅബാലയം ഒന്ന് കാണണേ അല്ലാഹുവേ, ഒന്ന് കാണിക്കണേ എന്ന് നമ്മൾ എല്ലാവരും ഒരുപാട് റബ്ബിനോട് ദുആ ചെയ്തു. എന്നിട്ടോ നമുക്ക് ഇത്ര കാലം കഴിഞ്ഞ് ഇപ്പോഴെങ്കിലും അള്ളാഹ് അനുഗ്രഹിച്ചില്ലേ? ഇനിയും അവസരം ലഭിക്കാത്ത എത്രയോ പാവങ്ങൾ ഇപ്പോഴും നാട്ടിലുണ്ട്. ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ കഅബാലയം ഒന്ന് കൺകുളിർമ കാണാൻ സാധുക്കളായ നമുക്കൊരു അവസരം തന്നത് അല്ലേ? അങ്ങനെ ആ ഒരു ആഗ്രഹത്തോടെ നമ്മളെല്ലാവരും കഅബാലയം കാണണം, എന്റെ റബ്ബിന്റെ വീടൊന്ന് കൺകുളിർമ കണ്ടിട്ട് വേണം എനിക്കൊന്ന് സന്തോഷത്തോടെ പ്രാർത്ഥിക്കാൻ. ആ ഒരു വലിയ ലക്ഷ്യത്തിലൂടെ നമ്മൾ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക എന്നങ്ങനെ ആത്മാർത്ഥമായി ചൊല്ലിക്കൊണ്ട് പരിശുദ്ധ കഅബാലയത്തിലേക്ക് നടന്നു പോകുന്ന സമയം പ്രിയമുള്ളവരെ, ഹൃദയത്തിൽ ആത്മാർത്ഥത ഏതൊരു മുഅ്മിനും ഹൃദയം പൊട്ടും. മനസ്സിലായില്ലേ? ഹൃദയം പൊട്ടും. കാരണം എന്താ? അള്ളാന്റെ കഅബ കാണാന്നുള്ളത് ആ ഒരു സ്വപ്നമില്ലാത്ത ഈമാനുള്ള മുഅ്മിൻ ഉണ്ടാവില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു തടസ്സമില്ലാതെ നല്ല റാഹത്തിലായി കാണാനും പരിശുദ്ധ കഅബാലയം ഒന്ന് ചുംബിക്കാനും ആരംഭപ്പൂവിന്റെ ചുണ്ട് തട്ടിയ ഭാഗ പ്രിയമുള്ളവരെ ഇവിടെ ഹജറുൽ അസ്വദ് അവിടെ നിന്ന് മുത്താനും ആരംഭപ്പൂവിന്റെ കൈകൾ കൊണ്ട് തങ്ങൾ കൈവച്ച സ്ഥലമാണ് റുക്നുൽ യമാൻ. അവിടെ നിന്ന് മുത്താനൊക്കെ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടെ പരിശുദ്ധ കഅബാലയത്തിലേക്ക് പോവാം. അങ്ങനെ ആ കഅബാലയത്തിലേക്ക് പോകുമ്പോ വളരെ വിദൂരെ നിന്നുകൊണ്ട് കഅബയുടെ ചെറിയ ചെറിയ ഭാഗങ്ങൾ ഇങ്ങനെ കാണും. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ കമ്പിക്കൂടിന് പുറത്തു പോകുമ്പോഴല്ലേ ആ ഇലകൾ ഇങ്ങനെ ചെറിയ ചെറിയ ഭാഗം കാണുന്നില്ലേ? ഇതുപോലെ ചെറിയ ചെറിയ ഭാഗം. കാരണം കഅബയുള്ള താഴെയാണ്, നമ്മുടെ റൂമെല്ലാം കുറച്ച് മുകളിൽ ഇങ്ങനെ നമ്മൾ നടന്നു വരാൻ. ഒരു ഉദാഹരണം പറയാം, മസ്ജിദുൽ ഹറാമിന്റെ ഒരു സൈഡിൽ ഒരു താഴ്വശത്താണ്. അപ്പൊ ഈ മുകൾ ഭാഗം ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ പൂർണ്ണമായും എന്ത് ചെയ്യണം? കഅബാലയെ കാണുമ്പോൾ താഴേക്ക് തന്നെ നോക്കണം, കഅബയിലേക്ക് ആദ്യം നോക്കരുത്. എന്താ കാരണം ചോദിച്ചാൽ നമ്മുടെ ഉസ്താദുമാരെ പഠിപ്പിച്ചത് കാണാം, പരിശുദ്ധ കഅബാലയം നിങ്ങൾ ആദ്യമായി കാണുമ്പോ എന്തു ദ്വാരങ്ങളി അള്ളാഹ് സ്വീകരിക്കും. മനസ്സിലായില്ലേ? അത്ര പുണ്യ സ്ഥലത്തെല്ലാം എത്തുന്നത്. ആ ഒരു സ്ഥലത്തും അപ്പൊ ആദ്യം കാണല് ഈ മൂലല്ല കാണേണ്ടത്, കൺകുളിർമയാണ് കാണേണ്ടത്. മനസ്സിലായില്ലേ? ആദ്യം നമ്മൾ കുറച്ച് ഭാഗം കണ്ടു, അപ്പൊ ഇവിടെ കണ്ടു, അപ്പൊ ഇവിടെ ഇങ്ങനെ, അതല്ല. ആദ്യമായി നമ്മൾ കാണേണ്ടത് കൺകുളിർമയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയും, എല്ലാവരും താഴെ നോക്കി നടക്കുക. അങ്ങനെ നടന്ന് പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റമായ ആരംഭപ്പൂവിന്റെ കാൽപാദങ്ങൾ പതിഞ്ഞ സ്വഹാബത്തൊക്കെ നീന്തിക്കൊണ്ടുവരെ തവാഫ് ചെയ്തിരുന്ന പരിശുദ്ധ കഅബാലയത്തിന്റെ ആ മത്വാഫ് എന്ന് പറയുന്ന സ്ഥലം, മുറ്റം, അവിടെ എത്തുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറ്റിയൊരു ഇടത്തും പറയും, ഇനി എല്ലാവരും കഅബയിലേക്ക് നോക്കൂ എന്ന് പറയുമ്പോ അല്ലാഹുവേ, പരിശുദ്ധമായ കഅബാലയം കൺകുളിർമ കാണുന്ന സമയത്തുള്ള നോട്ടവും ആ സമയത്ത് ദുആ ഉണ്ടല്ലോ, ഒരിക്കലും തട്ടൂല. മുഅ്മിനീങ്ങൾ ഇങ്ങനെ വിതുമ്പിക്കൊണ്ട് ദ്വാരക്കും. കാരണം അള്ളാഹ് ഒരുപാട് ആഗ്രഹിച്ചോട് എത്തിച്ചില്ല റബ്ബേ എന്നൊരു സന്തോഷം കൊണ്ട് ആ കഅബാലയത്തിന്റെ മുമ്പിലെത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും കാണുമ്പോ ദുആ ചെയ്യാൻ അവസരം ഉണ്ടാവും, സ്വന്തമായി ദ്വാരക്കാം. അപ്പൊ നമ്മൾ എല്ലാവരും ആദ്യം തന്നെ ദ്വാരക്കണ്ട. എന്താ ഉസ്താദ് പറഞ്ഞത്? എന്താ ദുആ അല്ലാഹ് സ്വീകരിക്കുന്നില്ല, അതുകൊണ്ട് എന്റെ മോളെ കല്യാണം കുറെ ശരിയായില്ല, പഠിച്ചവന്റെ മോളെ കല്യാണം ശരിയാക്കണേ എന്നുള്ളത് അല്ല. മനസ്സിലായില്ലേ? ഒക്കെ ദ്വാരക്കണം. നമുക്ക് ഇനി ഫുള്ള് വാരി കൂട്ടാനുള്ള സമയമല്ലേ? അപ്പൊ തുടക്കത്തിലെ ദ്വാരക്കണ്ടെന്താ? അല്ലാഹുവേ, ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ദുആ ചെയ്യുന്ന ദുആകൾ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാഹ്. മനസ്സിലായില്ലേ? അതാണ് ഏറ്റവും നല്ല ദുആ. ഞാൻ ഈ അങ്ങോട്ട് ദുആ ചെയ്യുന്ന ദുആ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാഹ്. പരിശുദ്ധമായ ഹറമിൽ ഞാൻ ചെയ്യുന്ന അമലുകൾ മുഴുവൻ നീ ഖബൂലാക്കണേ അല്ലാഹ്. നിന്റെ ഹറമിൽ വന്നുകൊണ്ട് ഈ പരിശുദ്ധമായ കഅബാലയം ഞാൻ കൺകുളിർമ കാണുന്നതും ഇവിടെ ഞാൻ ചെയ്യുന്ന മുഴുവൻ തവാഫുകളും ഇത് കഴിഞ്ഞ് ഞാൻ ചെയ്യുന്ന സഅയും എല്ലാം നീ ഖബൂലാക്കണേ അല്ലാഹ്. ഇതുപോലെ ആരംഭപ്പൂവിന്റെ മദീനയിൽ ചെന്നുകൊണ്ട് മുത്തിന്റെ മദീന കൺകുളിർമ കാണാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്
ഇങ്ങനെയുള്ള ദുആ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ആമുഖയിൽ ദ്വാരക്കാം. അതിനുശേഷം നമുക്കെല്ലാം ദ്വാരക്കാം. മനസ്സിലായില്ലേ? എന്തേ കാരണം അതല്ലേ ഇമ്പോർട്ടന്റ്. അതിനുശേഷം ഞങ്ങൾക്ക് ദുനിയാവും ആഖിറത്തും ദ്വാരക്കാം. ഇപ്പൊ നമ്മളെല്ലാവരും ഉള്ളത് നിലവിലുള്ളത് ഇഹ്റാമിന്റെ വസ്ത്രത്തിലല്ലേ ഉള്ളത്, ഈ ഒരു അവസ്ഥയിലുള്ള കേട്ടോ. അപ്പൊ എല്ലാവരും പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക. തുണി ധരിച്ചു കഴിഞ്ഞാൽ നടക്കുമ്പോൾ തൊട കണ്ടു കഴിഞ്ഞാൽ എന്തായി പ്രശ്നമാണ് തവാഫിൽ. നമ്മൾ തവാഫ് തുടങ്ങാൻ നിൽക്കാം. തവാഫിൽ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ, അപ്പോൾ തവാഫ് തുടങ്ങാൻ നിൽക്കാൻ സമയത്ത് തവാഫിൻ്റെ രൂപമാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത് കേട്ടോ. ഇതെന്തിനാ വെച്ചാൽ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് ചെയ്താലേ എന്തായുള്ളൂ ആ അമല് പരിപൂർണ്ണമാവുള്ളൂ. അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഇങ്ങനെ കേൾക്കാം തവാഫ് ചെയ്യണം, പക്ഷെ എങ്ങനെ തവാഫ് ചെയ്യണം എന്നില്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ പരിശുദ്ധമായ കഅബാലയത്തിൻ്റെ ഹജറുൽ അസ്വദ് ഇവിടെയാണ് വരാം, ഈ ഭാഗത്ത്. അപ്പോൾ തവാഫ് തുടങ്ങേണ്ടത് ഹജറുൽ അസ്വദിൽ തുടങ്ങി ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി ഇവിടെ നിന്ന് വന്ന് ഇവിടെ എത്തുമ്പോഴാണ് ഒരു ഉംറയിലെ ഒരു തവാഫ് എന്തായാ പൂർത്തിയാവുക. അങ്ങനെ 7 തവാഫാണ് ഒരു ഉംറയിൽ ഉണ്ടാവുക. അപ്പോൾ ഉംറയുടെ ഫർളുകൾ 4: നിയ്യത്ത്, തവാഫ്, സഅയ്, തഹല്ലുൽ. ഈ 4-ൽ ഒന്ന് ചെയ്തു നമ്മൾ നിയ്യത്ത് ചിലപ്പോൾ ഏർപ്പെടുന്നത്. ഇനി നമ്മൾ എന്താ തവാഫ് തുടങ്ങാണ്. ഈ തുടങ്ങുന്ന സമയത്ത് പുരുഷന്മാരെ എന്ത് ചെയ്യണം, ഇപ്പം ഇതുവരെ നമ്മൾ ഇങ്ങനെയുള്ളത് എന്ത് ചെയ്യണം, വലത് ചുമലിനെ ഈ രൂപത്തിൽ, വലത് ചുമലിനെ വെളിവാവുന്ന രൂപത്തിലായിരിക്കണം പുരുഷന്മാർ എന്ത് ചെയ്യുക ഈ ഉംറയുടെ വസ്ത്രം ധരിക്കേണ്ടത് കേട്ടോ. പക്ഷെ അത് അവിടെ നമ്മൾ പറഞ്ഞുതരും. എങ്കിലും അഥവാ ഞാൻ വിട്ടാലും നിങ്ങളെ ഓർമ്മയുണ്ടാവാൻ പുരുഷന്മാർ. അപ്പോൾ അതുപോലെ ഇപ്പോൾ സ്ത്രീകളൊക്കെ ഓൾറെഡി എന്താണ് മുഖം തുറന്നിട്ടല്ലേ ഉള്ളത്. അപ്പോൾ ഇനി പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ കേട്ടോ. അതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം തവാഫിൻ്റെ രൂപം മാത്രം വിശദീകരിക്കാം. അപ്പോൾ നമ്മൾ നേരെ ഹജറുൽ അസ്വദിൻ്റെ ആ കോർണറിലേക്ക് വന്നു. ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഒരു പച്ച ലൈറ്റ് കാണും. അതായത് ഈ എല്ലാവർക്കും ഇവിടെ കിട്ടൂല, കാരണം ഇത് ഫുള്ള് ഇവിടെ ഒരു കൂട്ടുണ്ടാവും. അപ്പോൾ അവിടുന്ന് അടയാളം കിട്ടാനും അങ്ങനെ നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യുക, ബിസ്മില്ലാഹി. ഇതാ ഇടത് ചുമല് ഫുൾ ടൈം എന്താണ് കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ടായിരിക്കണം. ഇടത് ചുമല് നിർബന്ധമാണ്, ഇടത് ചുമല് ഫുൾ ടൈം കഅബയിലേക്ക്. അങ്ങനെ നമ്മൾ നേരെ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. ഇവിടെ നമ്മുടെ ചുമല് നേരെ ഉള്ളത്. ഞാൻ എൻ്റെ കയ്യും അതുപോലെ മുഖവും മാത്രമേ തിരിക്കുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ നമ്മൾ കിതാബുണ്ടാവും ചൊല്ലാളെ ബിസ്മില്ലാ അല്ലാഹുമ്മ ഈമാനം ബിക വതസ്ദീഖൻ ബികിതാബിക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ദുആകൾ ഇങ്ങനെ ഉണ്ട്. ഇതിങ്ങനെ ചൊല്ലി ചൊല്ലി ഇങ്ങനെ വന്ന് ഇവിടെ എത്താൻ നേരത്തെ ആടാ കറക്റ്റ് ഹജറുൽ അസ്വദിൽ എത്താണ്. ഇപ്പോൾ നമ്മുടെ ഉംറയുടെ ഒരു തവാഫ് പൂർത്തിയായി. ഇങ്ങനെ നമുക്ക് 7 തവാഫാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി 7 തവാഫിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഇവിടെ തുടങ്ങിയില്ല, ഇവിടെ തുടങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളിങ്ങനെ അവിടെ ക്ലോക്ക് ടവർ കാണാം. അത് ഇങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ക്ലോക്ക് ടവർ കാണും. അപ്പം നമ്മളെ മനസ്സിൽ അങ്ങോട്ട് നോക്കുമ്പോൾ എന്ത് രസരിയാ ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക, മൊയിലേരിങ്ങനെ ചെല്ലിയത് മുന്നോട്ട് കൊണ്ട് നിങ്ങളെ മനസ്സിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇവിടുന്ന് തുടങ്ങിയില്ലേ, എന്നിട്ട് ഇവിടെ എത്തിയപ്പോൾ അത് മനസ്സ് വരുന്നുണ്ട്. സങ്കല്പിച്ചോളി, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നടത്തം ബാത്തിലായി. മനസ്സിലായില്ലേ? ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നടത്തം ബാത്തിലായി. ആ തവാഫ് സ്വീകാര്യോഗ്യമല്ല. ഈ തവാഫ് മൊത്തമല്ല പറഞ്ഞത്, നമ്മളെ നിയ്യത്ത് എവിടുന്നാണോ മാറിയത് അവിടെ മുതൽ അങ്ങോട്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, തവാഫ് മാത്രമേ ചിന്തിക്കാവൂ. അപ്പം എന്താ ചെയ്യുക, താഴെ ലൈൻ ഉണ്ടാവും നടക്കാൻ രൂപ, അങ്ങ് നോക്കി നടന്നാൽ മതി. അതിന് നമ്മൾ കണ്ണ് ഇബിലീസ് കൊണ്ടുപോകലല്ലോ. പരിശുദ്ധ കഅബയാണെങ്കിൽ ഇബിലീസ് നമ്മൾ അവിടെ വരും. മനസ്സിലായില്ലേ? ഇവിടെ ഇങ്ങനെ ഇബിലീസ് വരാൻ ചിന്തിക്കേണ്ട, എല്ലായിടത്തും ഇബിലീസ് വരും. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ട് സമയത്ത് ഇങ്ങനെ പോയോണ്ട് സമയത്ത് നമ്മളെന്ത് ചെയ്യും, ഇപ്പം നമ്മളെ കൂടെ നമ്മൾ ഉമ്മ ഉണ്ട്, സങ്കല്പിക്കാം. പോയോണ്ട് സമയത്താണ് നമ്മൾ ഉമ്മാനെ പെട്ടെന്ന് കാണാൻ. അപ്പം നമ്മൾ ഇങ്ങോട്ട് ഈ ഒരു നമ്മളെ ശരീര പ്രശ്നം ഇത് ഇടതിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അവിടെയും നമ്മുടെ തവാഫ് ബാത്തിലായി. നമ്മൾ കുറച്ച് നടന്നില്ലേ, ഈ നടത്തം ബാത്തിലാണ്. എന്നിട്ട് നമ്മളെന്താ ഉപയോഗിക്കുക, ഇതിനാണ് ഞാൻ പറഞ്ഞത് 8 ഉംറകൾക്ക് ഉസ്താദിൻ്റെ സേവനം ഉണ്ടാവും. പറഞ്ഞെന്തേരോ സംഗതി 3-4 ചെയ്ത രൂപം നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ സംഗതി നമ്മൾ ആവശ്യമില്ല, അമലാണ് ചെയ്യുന്നത്. പാളിപ്പോയ അള്ളാഹിൻ്റെ ഹറമെന്ന് നമ്മൾ തനിച്ച ഹറാം ചെയ്തുറാവും. മനസ്സിലായില്ലേ? കാരണം നമ്മൾ മനസ്സിലാക്കുക എന്താ, എൻ്റെ ഉംറ പൂർത്തിയായിരുന്നല്ലേ, എന്നിട്ട് നമ്മൾ നേരെ സഅയിലേക്ക് പോയി, എന്നിട്ട് തഹല്ലുലായി വൻ പ്രശ്നമായി. കാരണം എന്താ, നമ്മൾ ഉംറന്ന് പൂർത്തിയായില്ല, അതിന് മുമ്പ് മുടിയെട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടെന്ന് വെച്ചാൽ ഈ അമല് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. ഇടയ്ക്ക് തീരെയൊന്നും പറ്റില്ല, ഫുൾ ടൈം ചുമല് ഇടത്തിലായിരിക്കണം. ഇനി അങ്ങനെ ആൾക്ക് സംഭവിച്ചു, അപ്പം നമുക്ക് അതും അറിയണ്ടേ, ഇനി സംഭവിച്ചാൽ എന്ത് ചെയ്യണം അല്ലേ, അതറിയണ്ടേ. അപ്പോൾ ഒരാളിപ്പോൾ എന്തായി നടന്നുകൊണ്ടിരിക്കുകയാണ്, ആ സമയത്ത് എന്തായി പെട്ടെന്ന് നമ്മളെ ഭാര്യനെ കാണാനില്ല. എന്തൊക്കെ പറഞ്ഞാലും മുസ്ലിയാർ എന്തൊക്കെ പ്രസംഗിച്ചാലും അവനാനെ പെണ്ണിനെ കാണാൻ അവൻ തിരിയും അല്ലേ. അത് വേറെ ഇതിറെ. അപ്പം അവനാരും പെണ്ണിനെ കാണാൻ എന്ത് തിരിയും, അത് ഓട്ടോമാറ്റിക് ഉണ്ടാവണം. അല്ലെ അവനാരും ഉമ്മാനെ കാണാഞ്ഞാൽ ശരിയാണ്, അത് മനുഷ്യ സഹജം. അപ്പം നമ്മൾക്ക് മനസ്സിലായി ഇതിൻ്റെ ഈ 2 കുറച്ചുകൾ വന്ന് ബാത്തിലായിട്ടുണ്ടല്ലോ, ഉസ്താദ് പറഞ്ഞാണല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒന്നാമത്തെ ഓപ്ഷൻ എന്താ വെച്ചാൽ തിരിച്ചു വന്നിട്ട്
ഇവിടെ മുതലാണ് കണ്ടത് അതിന് കവർ ചെയ്യുക, മനസ്സിലായില്ലേ? പക്ഷേ അവിടെ നടക്കൂല. കാരണം എന്താ, നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു പോയി കാണും, തുവാഫ് എന്ന് പറഞ്ഞാൽ ബാക്കിൽ നിന്നൊക്കെ തള്ളു വന്നുകൊടുക്കാം, ജനങ്ങൾ വന്നുകൊടുക്കല്ലേ, അവിടെ ഹസന ട്രാവൽസിനായിട്ട് പ്രത്യേക സ്ഥലമൊന്നുമില്ല, മനസ്സിലായില്ലേ? അപ്പൊ വന്നുകൊണ്ടേ നിൽക്കുക. അതുകൊണ്ട് റിട്ടേൺ എന്തായാലും ഓപ്ഷൻ ഇല്ല. ഇനി ഓപ്ഷൻ എന്താ വെച്ചാൽ നമ്മൾ കൂടെ നടക്കാം, ഇത് നമ്മളെ മനസ്സിൽ വെക്കാം, എൻ്റെ ഒരു തവാഫ് ബാത്തിലായിട്ടുണ്ട്. അവസാനം 7 കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, വിദാ കഴിഞ്ഞാൽ സൈയിലേക്ക് പോകുമല്ലോ. ആ പോകുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഉസ്താദേ എനിക്ക് ഒന്നും കൂടി ഉണ്ട്, ഞാൻ വേഗം ഒന്ന് റൗണ്ട് ചെയ്ത് തരാം, മനസ്സിലായില്ലേ? ആ എക്സ്ട്രാ ഒന്ന് കവർ ചെയ്താൽ മതി. ഇത് നിങ്ങൾ അറിഞ്ഞില്ല എന്താ പ്രശ്നം വെച്ചാൽ, നമുക്ക് അമലിൽ അപകടം സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, സൈ ചെയ്ത് തഹല്ലുലാവും. തഹല്ലുലായ അറവ് കൊടുക്കുന്ന നിർബന്ധമാണ്. വലിയ ഗൗരവമുള്ള സംഗതി, വലിയ പുണ്യാണ്. പക്ഷേ ഇപ്പുറത്ത് വലിയ അപകടമാണ്, ശ്രദ്ധിച്ചില്ലെങ്കിൽ കേട്ടാ. അള്ളാഹു നമ്മളെല്ലാവരും കാക്കുമാറാവട്ടെ. ശുക്രൻ ഹബീബി. അപ്പോൾ ഇപ്പൊ നമ്മളെല്ലാവരും എന്തായി, തവാഫിൽ ഏണം ചെയ്തില്ലേ? 7 തവാഫ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു ഉംറ പൂർത്തിയാക്കി. ഈ തവാഫിന്റെ സമയത്ത് പരിശുദ്ധമായ കഅബാലയത്തെ നമുക്ക് എന്താ ചെയ്യാ, ഇഷ്ടംപോലെ എന്തും ദ്വാരക്കാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഹജ്ജിലോ ഉംറയിലോ നാവ് കൊണ്ട് ചൊല്ലല് പറയൽ നിർബന്ധമായ ഒന്നുമില്ല. ഒരു സാധാരണക്കാരനാൾ അദ്ദേഹം ചിന്തിക്കുക, പഠിച്ചോനെ ഞാനിപ്പോൾ ഇതൊക്കെ കൂടി ഇങ്ങനെ ചെയ്യാം, എന്നെക്കൊണ്ട് ഇപ്പോൾ ഈ കിതാബ് നോക്കിയിട്ടേ, കിതാബ് തരുമല്ലോ, എല്ലാം കൂടി ഇന്നെ കൊണ്ട് കഴിയില്ലല്ലോ, അത് എങ്ങനെ ചെയ്യാം എന്ന് ടെൻഷനേ അടിക്കണ്ട, മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ആ ടെൻഷൻ നിർബന്ധമൊന്നുമില്ല. പിന്നെ ഒക്കെ എന്താ ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഒരു ചായ ഉണ്ടാക്കാൻ സങ്കല്പിക്കാം. ഒരു ചായ, ആ ചായ എന്താ നല്ല ക്വാളിറ്റി ഉള്ള പൊടി കൂട്ടി കഴിഞ്ഞാൽ അത് കുടിക്കുന്നവനക്ക് ഒന്നും ടേസ്റ്റ് മാറ്റണ്ടാവില്ലേ അല്ലേ? ആ അതിക്കൊരു എന്താ ബ്രൂ കോഫിയൊക്കെ വേറെ ടേസ്റ്റ് അല്ലേ? അതുപോലെ ചെയ്യുന്ന അമലിനെ ക്വാളിറ്റി കൂട്ടാം. ഇതാണ് ഇവിടെ നടക്കുന്ന പ്രോസസ്. ഓക്കെ, അങ്ങനെ 7 തവാഫ് കഴിഞ്ഞാൽ നമ്മൾ പരിശുദ്ധമായ കഅബാലയത്തിൽ നിന്ന് നമ്മൾ സഅയിലേക്കാണ് പോകുന്നത് കേട്ടോ. സഅയിലേക്ക് പോകുമ്പോൾ അതിനിടയിൽ സംസം കുടിക്കൽ സുന്നത്തുണ്ട്. ആ സംസം കുടിക്കാൻ നമുക്ക് എപ്പം വല്ല തോന്നില്ലേ, അല്പം സംസം കുടിക്കാം. സംസം നിങ്ങൾക്ക് നമ്മള് പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ സംസമിന് ആഴ്ച സംസം വരുമ്പോഴേ കുടിക്കലുണ്ട്. അത് കൂടുതൽ വേഗം കുടിക്കല്. ഞാൻ പറഞ്ഞ അതിന് ഓരോ രൂപങ്ങളുണ്ട്. കിട്ടിയപ്പോഴും കുടിച്ചിട്ട് അതാ ഞാൻ നെയ്യത്തൊക്കെ മതി, ഒന്നുകൂടി വേണം. അതാ അവിടെ ഇഷ്ടം പോലെ. മക്കയില് സുലഭമാണ് സംസം. പോകുന്ന വഴിയുണ്ട്. സംസം ഒരുപാട് കൗണ്ടർ ഉണ്ട്, അത് നമ്മൾ ഇൻഷാ അല്ലാഹ് കാണിച്ചു തരും. ഇപ്പൊ നമ്മള് ഇവിടെ സംസം കുടിക്കല്, സംസനെ കുറിച്ച് പറഞ്ഞതാ. ഇപ്പൊ നമ്മളെല്ലാവരും നിലവിൽ ഇപ്പൊ ഇവിടെ ഉള്ളത് മത്താഫില് അല്ലേ? മത്താഫ് എന്ന് പറഞ്ഞാല് ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 10 ലക്ഷം റക്അത്ത് നിസ്കരിച്ച കൂലിയുള്ള പുണ്യ സ്ഥലത്ത് നമ്മളുണ്ട് കേട്ടാ. അപ്പൊ നമ്മളിപ്പോ ഉമ്മറിനെ കുറിച്ചാ പറയണ്ടേ, ബാക്കി അവിടുന്ന് പറഞ്ഞുതരും. അല്ലാതെ എല്ലാം കൂടി പറഞ്ഞാൽ നമ്മളെ ക്ലാസ് എവിടെ എത്തൂല. കിട്ടിയ എല്ലാവരും കിട്ടിയാ കിട്ടിയാ? ഇനി എല്ലാവരും ചിന്തിക്കാം. ഇപ്പൊ നമ്മളെല്ലാവരും തവാഫ് കഴിഞ്ഞ് സഅയിലേക്ക് പോവാല്ലേ? അതിന്റെ തവാഫിന് ശേഷം ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കലുണ്ട്. അത് അവിടെ നമ്മൾ കാണിച്ചത് മഖാം ഇബ്രാഹിമിന്റെ ബാക്കിൽ നിന്നിട്ടാ. അതിനുശേഷം സഅയിലേക്ക് പോകുന്നതിന് മുമ്പ്, സഅയിന് മുമ്പ് അല്പം സംസം കുടിക്കൽ പ്രത്യേക സുന്നത്തുണ്ട്. സംസമിനെ കുറിച്ച് ആരംഭപ്പൂവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, മാഉ സംസം ലിമാ ശുരിബ ലഹു ശഫീഉനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരംഭപ്പൂവായ തങ്ങളാ പറഞ്ഞത്, സംസം എന്നുള്ളത് ഓരോരുത്തരും എന്തിനു വേണ്ടിയാണോ കുടിക്കുന്നത് അവർക്ക് ആ രൂപത്തിലാണ് ഫലം ചെയ്യാം. മനസ്സിലായത്? അതായത് പ്രിയപ്പെട്ട ഉപ്പ കുടിക്കുമ്പോ ഉപ്പ ചിന്തിക്കാണ്, പഠിച്ചവനെ എന്റെ ഹൃദയം സംശുദ്ധാക്കണേ, ഉപ്പാക്ക് അങ്ങനെ ഉപകാരപ്പെടാം. മറ്റൊരാൾ പറയാണ്, പഠിച്ചവനെ എന്റെ ശരീരത്തിൽ ഇന്നാലിന് അസുഖമുണ്ട്, ഒന്ന് ശിഫയാക്കി തരണേ അല്ലാഹ്. മറ്റൊരാൾ പറയാണ്, പഠിച്ചവൻ എനിക്ക് ഈമാൻ കിട്ടി മരിക്കണം. എന്താണെങ്കിലും ആ അദ്ദേഹത്തിന്റെ ആ ഒരു മുറാദ് എന്ത് ചെയ്യും, അള്ളാഹ് സ്വീകരിക്കുന്നു. മനസ്സിലായി? ഇനി സംസമിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ പറയട്ടെ. സംസം എന്നുള്ളത് നമുക്കറിയാം, ഈ ഉലകത്തിൽ ആലം ദുനിയാവിലും ആഖിറത്തിലുമുള്ള എല്ലാ നല്ല നല്ല പാനീയങ്ങളിലും 2ാം സ്ഥാനത്ത് നിൽക്കുന്ന വെള്ളമാണ് സംസം. അപ്പൊ ആ ബോട്ടിൽ കൊണ്ടുവരാൻ അപ്പൊ ഒന്നാമത്തെ ഏതാണ്? അത് കറക്കി കുത്തിക്കൂടി. പറയാം. അതെ, മാഷാ അല്ലാഹ്. ആരംഭപ്പൂവിന്റെ വിരലുകൾക്കിടയിലൂടെ വന്ന വെള്ളം, അതാണ് 1ാമത്തെ വെള്ളം. 2ാമത്തെ വെള്ളം മാഉ സംസം. അപ്പൊ ചോദിക്കട്ടെ, അപ്പൊ ഹൗദ് കൗസറോ? ചോദ്യല്ലേ? ഇങ്ങക്ക് എന്ത് മുസ്ലിയാർ ഇന്നത് പറഞ്ഞ മുസ്ലിയാർ പറയാ ഇപ്പൊ രാത്രിയാണ്. ഇപ്പൊ രാത്രിയാണ്. ഇപ്പൊ പകലാണ്. പകലാണ്. ഇപ്പൊ ശരിക്കും രാത്രി പകലോ? അപ്പോ പറഞ്ഞുകൊണ്ടെന്ന് വെച്ചാല് സംസം എന്നുള്ളത് 2ാം സ്ഥാനം. അതായത് ഹൗദ് കൗസറിനേക്കാളും പുണ്യാണ്.
എന്റെ ഹൗദുൽ കൗസറിനേക്കാളും പുണ്യം ഉണ്ടാവാൻ കാരണം സംസം കൊണ്ടാണ് ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചെറുപ്പത്തിൽ വന്ന് കീറിയത്. നമുക്കേട്ട ചരിത്രം, അന്ന് തങ്ങളെ കഴുകിയത് സംസം കൊണ്ടാണ്. പരിശുദ്ധ കഅബാലയം നിർമ്മിക്കുന്ന സമയത്ത് പരിശുദ്ധ കഅബാലയത്തിന്റെ നിർമ്മാണത്തിൽ ഉപയോഗിച്ച വെള്ളമാണ് പരിശുദ്ധമായ സംസം എന്നുള്ളത്. പിന്നെ ഒരുപാട് പോയിട്ടുണ്ട്, അത് ഇൻഷാ അല്ലാഹ് ചരിത്ര ക്ലാസ് നമ്മൾ പറയും കേട്ടോ. അപ്പോ അങ്ങനെയുള്ള സംസമാണ് നമ്മൾ കുടിക്കേണ്ടത്. അപ്പൊ ഇനി എല്ലാവരും സംസം കുടിക്കൂ. നല്ല ഉദ്ദേശം. ഇപ്പൊ നമ്മൾ ഉദ്ദേശം എന്താണ് വേണ്ടി അറിയോ? പടച്ചോൻ ഈ സംസമിന്റെ ബറക്കത്ത് കൊണ്ട് എന്റെ ഉംറക്കെ റാഹത്തിലാണ്. നല്ല നീരിച്ച് കുടിച്ചോളി. കുടിക്കില്ലേ? പുണ്യം കേട്ടോ തീർന്നു വീടുണ്ടോ? അല്ലാഹുവേ, സംസം കുടിക്കേണ്ട രൂപം എന്ന് പറഞ്ഞാല് വയറ് നിറച്ചും പിന്നെ കുറച്ചും അങ്ങനെ കുടിക്കേണ്ടത്. കാരണം എത്രത്തോളം കുടിക്കുന്നു അത്രത്തോളം നമ്മുടെ ഹൃദയം ശുദ്ധിയാവുന്നില്ല. അപ്പൊ വയറ് നിറച്ചും പിന്നെ കുറച്ചും ഈ ഉംറക്കിടെ കുടിച്ചാൽ എന്താ അറിയോ? ഈ സഈലേക്ക് നമ്മൾ പോകാനുള്ളത്. സഈന്റെ അവിടെ പോയിട്ട് എന്താ ആകെ പ്രശ്നവും, ഇടക്ക് മൂത്രിക്കാൻ മുട്ടിയ പ്രശ്നം തന്നെയാണ്. കാരണം തവാഫിൽ വുളു നിർബന്ധമാണ്. തവാഫിൽ വുളു നിർബന്ധമാണ്. ഒരാവിടെ വുളു മുറിഞ്ഞു, എന്താ ചെയ്യാ? നേരെ വുളു എടുക്കാം, വന്നിട്ട് എന്താ ചെയ്യാ? തവാഫ് പൂർത്തീകരിക്കാം. എവിടെയാണ് അവസാനിച്ച് അവിടുന്ന് കേട്ടാ. അപ്പൊ ഇനി മറ്റൊരു കാര്യം, തവാഫിൽ വുളു നിർബന്ധമാണല്ലേ, സഈല് വുളു നിർബന്ധമില്ല. ഓക്കെ, അപ്പൊ തവാഫിൽ ഒരാൾക്ക് വുളു നിർബന്ധമാണ്. അപ്പൊ അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലികൾ തമ്മിൽ ചേർന്നാല് വുളു മുറിയും. അപ്പൊ അവിടെ ആണെങ്കിലോ നമുക്ക് അവിടെ എങ്ങനൊക്കെ മുത്തക്കി ആയാലും അവിടെ തട്ടും. മനസ്സിലായല്ലേ? ഏത് പെണ്ണ് നീങ്ങി ഞാൻ പണ്ട് എന്ത് അവർ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പുരുഷനെ കാണുമ്പോൾ കുറച്ച് വിട്ട് നടക്കാം അല്ലെ? അവിടെ ഒരു പുരുഷനൊക്കെ ഇങ്ങനെ കറക്റ്റ് ഉണ്ടാവാം. അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാൽ പ്രിയമുള്ളവര്, അവിടെ നമ്മൾ ഇൻഷാ അല്ലാഹ് നിയ്യത്ത് വെക്കേണ്ട രൂപമുണ്ട്. ആ രൂപം ഞാൻ പറഞ്ഞു കേട്ടാ. ശാഫിഈ മദ്ഹബിൽ തന്നെ ഒരു രണ്ടാമത് ഖൗലുണ്ട്, തുടപ്പെട്ടവന്റെ വുളു മുറിയിലാണ്. ആ രൂപം ഇൻഷാ അല്ലാഹ് പറഞ്ഞു. ചിലരൊക്കെ ഹനഫി മദ്ഹബിനെ അവലംബിക്കും. അങ്ങനെ പറ്റൂല. നമ്മൾ പറ്റൂല എന്ന് പറഞ്ഞാല് ഷാഫി മദ്ഹബിന് തന്നെ നമുക്കുണ്ട്, ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇടക്ക് ചിലതിന് മാത്രം കൊണ്ട് ഹനഫി മദ്ഹബിനെ അവലംബിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ ചിലത് മാത്രം ഷാഫി, ചിലത് ഹനഫി, ആകെ എക്കശക്കം. അതിന് വേണ്ട നമ്മളിൽ തന്നെ പറ്റിയ രൂപമുണ്ട്. പറഞ്ഞ ആ നിയ്യത്ത് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വുളു എന്ത് ചെയ്യില്ല, നമ്മളായിട്ട് ഒരാൾ പോയി തൊടാത്തോ കാലത്തോളം വുളു മുറിയില്ല. എന്തൊക്കെയാണ് ഈ കീഴ്വായു പോയ വുളു കിട്ടാം. അവിടെ ഇപ്പൊ ഏത് മസാലത്തിനും കാര്യമില്ല, അവിടെ ഏത് നിയ്യത്തിനും കാര്യമില്ല. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ സഈലേക്ക് അല്ലേ, സഈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ഹാജറ ഉമ്മ എന്ന ചെറുപ്പക്കാരിയായ പെണ്ണ് പിഞ്ചോമന ചോര കുഞ്ഞിനെയും കൊണ്ട് അന്ന് കാലത്ത് പരിശുദ്ധ കഅബാലയത്തിന്റെ ചുറ്റും ഒന്നുമില്ലാത്ത മലകളായിരുന്ന സമയം. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സഹധർമ്മിണി അവർ തമ്മിൽ ഒരുപാട് ആഗ്രഹിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാർദ്ധക്യകാലത്ത് ഇബ്രാഹിം നബി കള്ള കൊടുത്ത കുഞ്ഞാണ് ഇസ്മായിൽ നബി എന്നുള്ളത്. ആ കുഞ്ഞ് ഉണ്ടായതിനു ശേഷം അള്ളാഹുവിന്റെ ഓർഡർ വരാണ്, നിങ്ങള് നേരെ പോയി പരിശുദ്ധ കഅബാലയത്തില് അതിന്റെ അവിടെ മുറ്റത്ത് കൊണ്ടുപോയി അവരെ വെച്ച് നിങ്ങൾ പോകണം. അന്ന് കാലത്ത് പരിശുദ്ധ കഅബയുടെ മുറ്റം പരിസരം ഒരു മനുഷ്യനില്ല, ഒരു മഖ്ലൂഖുമില്ലാത്ത കാലത്താ ചെറുപ്പക്കാരിയായ ഹാജറ ഉമ്മയെയും ഇസ്മായിൽ എന്ന പിഞ്ചോമന കുഞ്ഞിനെയും വെച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചു പോവാ. നമുക്കറിയാം നമ്മളൊക്കെ ഭർത്താക്കന്മാർ നമ്മളോടൊക്കെ പോകാൻ വേണ്ടി ക്ഷണിച്ചു കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യല്? വേഗം ഒരുങ്ങി പോകൂലേ അല്ലെ? പുതിയ പോകല്ലേ, അവനാരും പുതിയ പൊളിച്ചാ വേഗം മാറ്റി പോകൂലേ? അങ്ങനെ മാറ്റിപ്പോയതാ ഹാജറ ഉമ്മ. ഇബ്രാഹിം നബി വിളിച്ചു, ഇങ്ങോട്ടാ പറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ എന്റെ ഭർത്താവിന്റെ ക്ഷണപ്രകാരം പോയതാ. ഇബ്രാഹിം നബിക്ക് അറിയാം എന്റെ ഭാര്യയെ ഇവിടെ വെച്ച് പോവാനാണ് അള്ളാന്റെ ഓർഡർ. അതുകൊണ്ട് അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പരിശുദ്ധമായ കഅബാലയത്തിന്റെ അടുത്ത് വന്നുകൊണ്ട് ഇവിടെ വെച്ച് ഇബ്രാഹിം നബി തിരിഞ്ഞു നടക്കാം. ആ സമയത്ത് ഹാജറമ്മക്ക് ഒരു ചോദ്യമുണ്ട്, അല്ലയോ പ്രിയരെ, അങ്ങ് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത ഈ ചുട്ടുപൊള്ളുന്ന ഈ മലകളുടെ ഇടകളിൽ വെച്ചുകൊണ്ട് എന്നെയും പിഞ്ചു കുഞ്ഞിനെയും വെച്ച് എവിടേക്കാ പോകുന്നത്? ആ സമയത്ത് ഇബ്രാഹിം നബി തിരിഞ്ഞു നോക്കുന്നില്ല. കാരണം എന്താ അറിയോ? ആറ്റു തോറ്റ് കിട്ടി എന്റെ എന്റെ പിഞ്ചോമന കുഞ്ഞ്, അതുപോലെ എന്റെ സ്നേഹനിധിയായ ഭാര്യ, അവരെ വിട്ടല്ലേ പോകുന്നത്. രണ്ടാമതും ചോദിച്ചു, ഇബ്രാഹിം നബി തിരിഞ്ഞു നോക്കിയില്ല. ആ സമയത്താണ് മൂന്നാമത് ചോദിച്ചത്, നിങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണോ പോകുന്നത്? അപ്പൊ മാത്രം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നഅം, വേറെ തിരിഞ്ഞു നോക്കിയില്ല. എന്തേ കാരണം? എന്റെ പിഞ്ചോമനയുടെ മുഖമെങ്ങാനും കാണുമ്പോ എന്റെ മനസ്സെങ്ങാനും ഇടറി അള്ളാഹുവിന്റെ കൽപ്പനത്തിൽ എന്തെങ്കിലും എതിർപ്പ് സംഭവിച്ചു പോയാലോ ചിന്തിച്ചിട്ട് അങ്ങനെ അന്ന് ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും
ഹാജറ ഉമ്മയെ കൊണ്ടുവച്ച പരിശുദ്ധ സ്വഫാ മറവക്കടയിലുള്ള സ്ഥലം. ആ സ്വഫാ മറവയിലാണ് നമ്മൾ എന്തേ സഈ ചെയ്യേണ്ടത്. സ്വഫാ മറവയില് ഇൻഷാ അല്ലാഹ് ചരിത്ര ക്ലാസ് അവിടുന്ന് വിശദമായി നമ്മൾ പറയുന്നുണ്ട്. എങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായ രൂപമല്ല, എങ്ങനെയായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാജറ ഉമ്മയെ വിവാഹം ചെയ്തത്, ഇസ്മായിൽ എന്ന പിഞ്ചോമൻ കുഞ്ഞുണ്ടായത് എല്ലാം പറഞ്ഞുതരും. ഇൻഷാ അല്ലാഹ് ചരിത്രം കേൾക്കണ്ടേ അല്ലേ? ആ ഒരു 15 ദിവസം നമ്മളെന്താണോ മക്കയും മദീനയും ചരിത്ര ലോകത്താണ്. ഇത് അവിടെ ശേഷം വേഗം നാട്ടിൽ വീഡിയോ കോൾ ചെയ്യാം. പിന്നെ എന്താ അവിടുത്തെ വിശേഷം, അവിടുത്തെ കോഴി മുട്ടട്ടോ, ഞാൻ മുട്ടിട്ടില്ല, ഇന്ന് മുട്ടിട്ടണോ, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒന്നും നടക്കൂല. ആ ലോകം മാറണം നമ്മൾ കേട്ടാ. അള്ളാഹു സംശുദ്ധമായ അമല ഞാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. സമയം അതിക്രമിച്ചു. ഇൻഷാ അല്ലാഹ് സഈയും കൂടി പറഞ്ഞാൽ എന്താ ഈ ഉംറ കഴിഞ്ഞു പറയില്ല. അപ്പൊ എന്താ നമ്മൾ സഈയിലേക്ക് കടന്നില്ലേ? എല്ലാവരും എന്താ ചെയ്യാ, ഇനി നമ്മൾ നേരെ സഈയിലേക്ക് കിടക്കാൻ തിരക്കണ്ട. സഈയിലേക്ക് നമ്മൾ കയറി. അപ്പൊ നമ്മൾ സഈല എല്ലാവരും ഉള്ളു അല്ലെ? സഈന്റെ സമയത്തും പരിശുദ്ധ കഅബയിലേക്ക് തിരിഞ്ഞ് നമ്മൾ നേരെ നിയ്യത്ത് കൊന്നു. അല്ലാഹുമ്മ ഇന്നി നവൈതു അൻ അസ്അ മാ ബൈന സ്വഫ വൽ മർവത സബഅത അശ്വാത്ത് ലില്ലാഹി തആല എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം ഒക്കെ നമ്മൾ കിതാബിലുണ്ട് കേട്ടോ. എല്ലാ കാര്യങ്ങളും വൃത്തിയായും അവിടുന്ന് പറഞ്ഞുതരും. അങ്ങനെ സ്വഫ, ഇതാണ് സ്വഫ. എവിടെ സ്വഫ? എവിടെ സ്വഫ? ഇതാ സ്വഫ. ഓക്കെ, ഇത് മർവ. സങ്കല്പിച്ചാൽ മതി കേട്ടാ, സങ്കല്പിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പൊ നമ്മളല്ല സ്വഫയിൽ നിന്ന് തുടങ്ങി മറവയിലേക്ക് എത്തുമ്പോഴാണ് ഒരു സഈ പൂർത്തിയാവുക. അപ്പൊ ഒരാൾ ഇവിടെ തുടങ്ങി നേരെ മറവാക്കുന്ന് ഇൻഷാ അല്ലാഹ് അതിനെ കുറിച്ച് അവിടുന്ന് പറഞ്ഞു കേട്ടാ. അപ്പൊ മറവാക്കുന്ന് എത്തുമ്പോൾ ഒരു സഈ പൂർത്തിയായി. അങ്ങനെ മറവ ഇപ്പൊ നമ്മൾ ഇപ്പൊ തവാഫ് എങ്ങനെ ഇവിടെ തുടങ്ങി പിന്നെ ഇവിടെ എത്തണ്ടേ? ഇതങ്ങനല്ല. സ്വഫയിൽ തുടങ്ങി മറവയത്തെ ഒന്ന് പൂർത്തിയായി, മറവയിൽ നിന്ന് തുടങ്ങി സ്വഫയിലേക്ക് എത്തുമ്പോൾ 2 പൂർത്തിയായി. ഓക്കെ, ഇങ്ങനെയാണ് 7 ചുറ്റലാണ് സ്വഫാ മറവക്കളിൽ. അങ്ങോട്ടും കൂടി 7 തവണ പോകണം. അതിൻ്റെ ഇടയിൽ ഒരു ഗ്രീൻ ലൈൻ കാണും, പച്ച സ്ഥലങ്ങൾ, പച്ച ലൈറ്റ്. അവിടെ നിന്നുമ്പോൾ പുരുഷന്മാർ ഓടണം. എന്തിനാ പുരുഷന്മാർ ഓടണം വെച്ചാൽ ഒക്കെ അവിടുന്ന് പറഞ്ഞിട്ടാ. കാരണം ഓരോന്നിനും അവസരത്തിൽ പറയുമ്പോൾ ഒന്നും കൂടി മനസ്സിലാവാം. അത് അമലിന്റെ ഭാഗമാട്ടാ. ഒന്ന് അല്പം ചെറിയ രൂപത്തിൽ നിന്ന് ചെയ്യണം, നടക്കുന്നതിൽ നിന്ന് മാറി. അല്ല ഓട്ട മത്സരമല്ല, ചെറിയ രൂപത്തിൽ നിന്ന് ഓടൽ സുന്നത്തുണ്ട് കേട്ടാ. ഓടില്ല ഒരു പ്രശ്നമല്ല, സുന്നത്തുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ സഈ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി 7 തവണ പൂർത്തിയായി. അങ്ങനെ സഈ കഴിഞ്ഞാൽ എന്താ ഇനി അടുത്ത, അതായത് ഉംറയുടെ 4 ഫർള് നിയ്യത്ത്, തവാഫ്, സഈ 3 കഴിഞ്ഞില്ലേ? ഇനി 4ാമത്തേത് തഹല്ലുലാവാന്നുള്ളതാണ്. തഹല്ലുല ഇവിടെ പലർക്കും പറ്റുന്ന അബദ്ധം എന്ന് വെച്ചാൽ ഇതാ പറയുക, ഈ അമല് ചെയ്യുമ്പോൾ ഉസ്താദുമാർ കൂടെ അല്ലെങ്കിൽ പലപ്പോഴും നമ്മളെ ഫാമിലിയൊക്കെ ഉണ്ടാകുന്ന അനുഭവം എന്ന് വെച്ചാൽ പുതിയാപ്പാർ ഗൾഫിലുണ്ടാവും. എല്ലാവർക്കും ഒരുപോലെ ഈ അമലിന്റെ കാര്യമാണ്. അത് അവർ നേരെ പുതിയ ഇവിടെ നിന്ന് കയറ്റും. ഓക്കെ, നല്ല കാര്യം. അവനാരെ പെണ്ണിനെ നമ്മളെ നില കൊണ്ടുപോയി അവരെന്ത് ചെയ്യും? അവരെ നേരെ ഉംറകൾ പോകും. ഇങ്ങനെ പലരുണ്ടായി. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഞാൻ കണ്ടൊരു അനുഭവമാണ്. ഒരു സഹോദരി തവാഫ് ചെയ്തുകൊണ്ടിരിക്കാം. തവാഫിന്റെ സമയത്ത് പറയാൻ വിട്ടുപോയ കാര്യം അവസരോചിതമായി പറയാണ്, സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, തവാഫിന്റെ സമയത്ത് നിങ്ങൾ ഒരു മുടി പോലും പുറത്ത് കാണാൻ പാടില്ല. ഒരു മുടി കണ്ട ആ തവാഫ് ബാത്തിലാണ്. നിങ്ങൾ ആലോചിക്കുകയും ഞാൻ കാണേണ്ട എന്റെ കൂടെ വന്ന ഉമ്മാരുടെ അവസ്ഥ. ഞാൻ എന്താ മെല്ലങ്ങ തിരിഞ്ഞു നോക്കും. മൊത്തം തിരിയാൻ മുസ്ലിംകാർക്കും പെർമിഷൻ ഇല്ലല്ലോ. ഞാൻ മെല്ലെ തിരിഞ്ഞു നോക്കുമ്പോൾ എന്നെ ഉമ്മാര് ആ ഒരു ഇഖ്ലാസാണ് കയറിയിട്ടുണ്ടല്ലോ. മുടിയൊന്നും അറിയാതെ എന്നെ കുറച്ച് ഇവിടെ കാണണം. ഒരു മുടി പോലും കാണാൻ പാടില്ല. അതിന്റെ ഗൗരവം ആലോചിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, ഈ തൊപ്പില്ലേ, ഇതാ തൊപ്പി, ഇതുപോലെ തൊപ്പി നിർബന്ധമായും വാങ്ങുക. ഇത് തൊപ്പില്ലേ? അല്ല, എനിക്ക് ഞാൻ പ്രിയതമ്മന്റെ അടുത്തോന്നാണ്. അപ്പൊ ഇതുപോലെ സംഗതി എന്ത് ചെയ്യാ, നിർബന്ധമായി എല്ലാവരും വാങ്ങാം കേട്ടാ. ഉമ്മമാർ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ തരുന്ന തട്ടുണ്ടല്ലോ, ഇവിടെ തരുന്ന തട്ടം, ആ തട്ടം സ്വാഭാവികം ഇട്ടാലും അത് കോമൺ സൈസ് ഉണ്ടാവാം. അത് ഇട്ടാലും കുറച്ച് കാണും. അപ്പൊ ഒരു മുടി പോലും കാണാൻ പാടില്ല. 1. 2. സ്ത്രീകൾ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ കയ്യനെ പൊന്തിക്കുമ്പോഴേ എന്താ സംഭവിക്കുക? ഇതാ ഇങ്ങനല്ല, ഫർദ കൈ ഇങ്ങനെ പൊന്തിക്കാൻ പറ്റി ഇവിടെ കാണും. ഈ കയ്യിന്റെ മണിബന്ധത്തിൽ നിന്ന് ഇങ്ങോട്ട് ഒരു തുള്ളി പോലും കാണാൻ പാടില്ല, ഹറാമാണ്. മനസ്സിലായി? എന്ന് പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു തവാഫ് ഉണ്ടല്ലോ, ആ തവാഫോട് തുടക്കുന്നതിന്റെ ഭാഗത്തിലായി. അതുകൊണ്ട് ഇവിടെ ഇടുന്ന മറ്റൊരു ഷോക്സ് ഇല്ലേ, അത് നിർബന്ധമായി വാങ്ങണം കേട്ടാ. അതൊക്കെ ഓർമ്മയുണ്ടാവണേ. അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊക്കെ പോട്ടെ, തവാഫിൽ ഞാൻ പറഞ്ഞ മുടി കാണാൻ പാടില്ലാണ്. അപ്പൊ ഞാൻ കണ്ട സംഭവമാണ് ഒരു വീഡിയോ, തവാഫ് ചെയ്യുന്ന വീഡിയോ. ആ സഹോദരിന്റെ പുതിയപ്പ സന്തോഷം കൂടി എടുത്ത് കുടുംബത്തിൽ ഇട്ടതാണ്. ഞാൻ കാണാൻ രംഗം ഇവിടെ കുറച്ച് മുടി പുറത്ത് കാണുന്നു. സാധുക്കൾ അറിയുന്നില്ലല്ലോ, അമല് വലിയ അപകടത്തിൽ പെട്ടു വന്നേ. അതുപോലത്തെ അപകടമാണ് തഹല്ലുലിന്റെ സമയത്ത്. നമ്മൾ എന്ത് ചെയ്യും? സഈ കഴിഞ്ഞില്ല, ഇനിയിപ്പോ എന്താ മുടി മുറിക്കല്ലോ, ഒറ്റ മുടി കട്ട് ചെയ്ത്. ആലോചിക്ക്, നിലവിലുള്ളത് ഇഹ്റാമിലാണ് അല്ലേ? ഇഹ്റാമിൽ മുടി മുറിക്കാൻ പോകാൻ പാടില്ലല്ലോ.
അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ത്വാഫെല്ലാം കഴിഞ്ഞാൽ നമ്മൾ നിയ്യത്ത് ചെയ്യും. എന്ത്? ഞാൻ ഈ ഉംറയിൽ നിന്ന് വിരമിക്കുന്നു, തഹല്ലുലാവുന്നു. ആ നിയ്യത്തിന് ശേഷമേ മുടി മുറിക്കാവൂ. നിങ്ങൾ എന്ത് ചെയ്യുക? വേഗം അതാണ് ഫാമിലി ചെയ്യുമ്പോഴുള്ള ചില അപകടങ്ങൾ അവരറിയില്ല. അവരെന്താ മനസ്സിലാക്കുക? നിയ്യത്ത്, ത്വാഫ്, സഅയ്, തഹല്ലുൽ കഴിഞ്ഞ്. ഈ തഹല്ലുലിന്റെ രൂപം അറിയില്ല പലർക്കും. അവരെന്ത് നേരെ വന്ന് സഅയ് നേരെ മുടിയിട്ടാ അവിടെ മുടി കിട്ടും. ഇതോടെ എന്ത് സംഭവിക്കുക വെച്ചാൽ വലിയ ഒരു തെറ്റ് അവിടെ സംഭവിച്ചു. അപ്പൊ അള്ളാഹു കാക്കുമാറാവട്ടെ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? മുടി വെട്ടാൽ മുടിയിൽ നിന്ന് അല്പം കളയുന്നതോടെ ഈ ഉംറയിൽ നമ്മൾ കഴിഞ്ഞു. ഒരു ഉംറ കഴിഞ്ഞു കേട്ടാ. ഇനി എല്ലാവരും അത്യാവശ്യം ക്ഷീണം ഉണ്ടാവും. എല്ലാവർക്കും ക്ഷീണല്ലേ? ക്ഷീണിക്കും. അതിന്റെ സിസ്റ്റമാണ്. കാരണം നമ്മൾ വലിയ യാത്ര കഴിഞ്ഞ് റെസ്റ്റ് ഉണ്ടായില്ല കാര്യമായിട്ട്. നമ്മൾ പിന്നെ പോയല്ലേ. ഇനി നമ്മളെല്ലാം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ അത് കഴിഞ്ഞാൽ നേരെ റൂമിലേക്ക് വരാം. നല്ല സുഖമായി കിടന്നുറങ്ങാം. ചിലർക്ക് ഉണ്ടെന്ന് വെച്ചാല് ചില ഇടങ്ങൾ കണ്ടുവരുന്ന സിസ്റ്റമാണ്. അവിടത്തെ ലഹരി അടിച്ചിട്ട്, അതായത് ത്രില്ലടിച്ചിട്ട് എന്ത് ചെയ്യും? ഇഖ്ലാസ് നല്ലതാ, പക്ഷെ ഇഖ്ലാസ് എന്താണ് അമിതമായി കഴിഞ്ഞാൽ എന്താ ഉപയോഗിക്കാറിയോ? ആ ചെന്ന മുതൽ ഹറമിനെ പോയിരിക്കും. എന്നിട്ട് 2-3 ദിവസം കഴിഞ്ഞാല് വന്നിട്ട് എന്ത് ചെയ്യും? കിടപ്പിലാവും. എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, അമീറായ ഉസ്താദ്. ആ ഉസ്താദിന്റെ ഉമ്മ ഇതുപോലെ ഉമ്മ പോയാൽ മതി. അദ്ദേഹം പറഞ്ഞ അനുഭവം. ഉസ്താദ് എൻ്റെ ഉമ്മ മക്കത്ത് നിന്നാണ് റൂമിക്കേ വരാറില്ലേ, ഫുൾ ടൈം മക്കത്ത്, അതായത് ഹറമിന് പോയിരിക്കാം. ഉമ്മ അങ്ങോട്ട് മുതലാക്കി. ആ ഉമ്മാക്ക് മദീനയിൽ ചെന്നപ്പോ ഉമ്മ കിടപ്പിലായി. കഷ്ടായില്ലേ? ആലോചിക്കി എന്നിട്ട് ആ ഉമ്മാക്ക് വിഷമായി. നാട്ടിലെത്തിയ മുതൽ മദീന എനിക്ക് റാഹത്തായില്ല, മദീന റാഹത്തായില്ല. കഴിഞ്ഞില്ലേ? എപ്പോഴും നമ്മൾ മിതത്വം നല്ലതാണ്. മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് നമ്മൾ കൂടെ ഒക്കെ പ്രായമുള്ള ഉമ്മാരും പറയാൻ കൂടുതലുണ്ടാവും. അപ്പൊ ഉമ്മ ഇനി വന്നാൽ റെസ്റ്റ് എടുക്കാം. എന്നിട്ട് ഞാൻ പറയുന്ന സമയം ഇന്ന സമയത്ത് നമ്മൾ ഇന്ന സ്ഥലത്ത് ഇറങ്ങാം. ഓരോന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യമേ ഒരു കാര്യം ഉറപ്പിച്ചാൽ മതി. ഉസ്താദ് പറയുന്ന രൂപത്തിൽ പോവും. ഞാൻ തിരിച്ചു നമ്മൾ ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയതേ നമ്മൾ പറയുള്ളൂ. അല്ല, എനിക്കറിയാം അവിടുത്തെ മിടിപ്പ് എങ്ങനെയാണ്, ഇങ്ങനെ പോയി ഇപ്പൊ ഹറമിൽ പോയുള്ള അവസ്ഥ എന്താണ്, ഇപ്പൊ നിങ്ങൾ അവിടെ പോയി കുടുങ്ങിയാൽ എന്താ, ഒക്കെ നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. നമ്മൾ കൊണ്ടുപോകുന്ന ആൾക്കാരാവും. അതുപോലെ ചെയ്താൽ മതി കേട്ടാ. ഇൻഷാ അല്ലാഹ് ആ കാര്യമാണ്. ഇപ്പൊ നമ്മളെല്ലാവരും ഒരു ഉംറയില്ലേ അപ്പൊ സന്തോഷമില്ലേ? ഉംറയുടെ ഒരു വൈബില്ലാത്ത ക്ഷീണം പോണ. അപ്പൊ എല്ലാവരും ഉറങ്ങി നീക്കി. അപ്പൊ നമ്മളല്ല ഇനി നമ്മള് ഇതുവരെ നമ്മളെല്ലാം കഴിഞ്ഞ് നമ്മൾ തഹല്ലുലാവുന്നു, നിയ്യത്ത് നമ്മൾ പിരിഞ്ഞു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് എന്താ ചെയ്യാ? അവനാന്റെ പെണ്ണിന് ഇത് പോവാ. മനസ്സിലായില്ലേ? പ്രിയതം പെണ്ണിന് പോവാ, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യാ? വിശേഷങ്ങൾ പറയാ. നമുക്ക് ഇനി കയ്യിൽ നിന്ന് രക്തം വന്നാൽ കുഴപ്പമില്ല, നഖം പൊട്ടിയാൽ കുഴപ്പമില്ല, നമ്മൾ ഭക്ഷണം കഴിച്ച് നമുക്ക് ഒക്കെ ഇഹ്റാം വിട്ട് ഇനി നമ്മൾ സാധാരണ നമുക്ക് അത്ര ഉപയോഗിക്കാം, എല്ലാം ചെയ്യാം. എല്ലാ സംഗതികൾക്കും എന്തായി ഹലാൽ തലമറക്കാം, എല്ലാം നമ്മൾ സാധാ വസ്ത്രം ധരിക്കാം. മുടി മുറിക്കാൻ അവിടെ നമുക്ക് ഈ സഅയ് കഴിയുമ്പോൾ അതിനായിട്ട് ഇടല്ല. ചെറിയ മുടി സഅയ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ തല മുണ്ടനം ചെയ്യുന്നവർക്കാണ് ആരംഭപ്പൂവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തത്. അതായത് അല്ലാഹുമ്മർഹമിൽ മുഹല്ലിഖീൻ എന്ന 1, 2, 3 ദുആ അറിയോ? തല മുണ്ടനം ചെയ്യുന്നവർക്കാണ്. മനസ്സിലായില്ലേ? പക്ഷെ നമ്മളെ ആൾക്കാർ എന്ത് ചെയ്യും? ആദ്യം തന്നെ മുണ്ടനം ചെയ്യൂല. ആദ്യം മുണ്ടനം ചെയ്ത് ഇനിയും കുറെ ഉംറ ഉണ്ടല്ലോ. മറ്റേത് ഒരു ഉംറക്കല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ അവസാനത്തെ ഉംറക്ക പലരും ചെയ്യാറില്ലേ. എങ്ങായാലും മുടിയിൽ നിന്ന് അല്പം കളയലാണ് അതിന്റെ എന്താണ് അഫ്ളലായ രൂപം. തല മുണ്ടനം ചെയ്യലാണ്. അല്ലെങ്കിൽ മുടിയിൽ നിന്ന് അല്പമെങ്കിലും കളഞ്ഞിരിക്കണം. ഓക്കെ, അതിനായിട്ടൊരു സ്ഥലമൊന്നുമില്ല. മുണ്ടനം ചെയ്യണേ അവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അതിനായിട്ട് ഇഷ്ടംപോലെ ടീമുണ്ട് ചെയ്തിരുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? സൈഡിൽ നിന്ന് ജസ്റ്റ് വിട്ടു കേട്ടോ. അങ്ങനെയാണ് സംഗതികൾ. ഓക്കെ, ഇപ്പം ഒരു ഉംറ കുറിച്ച് ചെറിയൊരു ഐഡിയ ഇട്ടോ. ഒരു ഉംറ ചെയ്ത് കഴിഞ്ഞ പ്രതീകം വന്നോ? അതാണ് ആ ഹാൻഡ് ബാഗ് ഫുൾ ടൈം കയ്യിലുണ്ടാവും റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ. കാരണം എന്താ? ചെരുപ്പ് വെക്കാനൊക്കെ ചെരുപ്പിനൊക്കെ നമ്മുടെ സ്ഥാപനത്തിൽ ചെരുപ്പയുടെ പ്രത്യേക കവറെല്ലാം തരും നമ്മൾ. ഇപ്പൊ ഒരു ഉംറന്റെ ചെറിയ രൂപം കിട്ടിയോ? നമ്മൾ എന്തോ ആണ് വെച്ച് പേടിക്കുക വേണ്ട. സംഗതി സിമ്പിളാണ്. നമ്മൾ കൂടെ ചെയ്താൽ മതി. ഇത് മാത്രം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഉംറ കഴിഞ്ഞപ്പോൾ റൂമിലേക്ക് വന്നു. നമ്മൾ കാര്യങ്ങൾ അവസാനിക്കാണ്. ഇതാ ഇൻഷാ അല്ലാഹ് ഒരു മാക്സിമം 1 മണിക്കൂർ അതോടെ നമ്മൾ ഈ ഒരു കൂട്ടായ്മ പിരിയും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഉംറ കഴിഞ്ഞ് റൂമിലേക്ക് വന്നു. ഇനി നമ്മളവിടെ 7 ദിവസമല്ല. ഇനി ഞാൻ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കണേ. ഇനിയുള്ള കാര്യങ്ങൾ അമല് ഇനി നമ്മൾ അവിടെ ഉണ്ടാല് ശരാശരി 9 ദിവസമാണ്. 9 ദിവസം ഉണ്ടാ 9ഓ 10ഓ ശരാശരി പറയുള്ളൂ. എന്താ വെച്ചാൽ ചിലപ്പോൾ മദീന പോകുന്ന ടൈം കഴിഞ്ഞ് വരാണ്ട് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഏതായാലും നമ്മൾ അവിടെ 1-ാം ദിവസം കഴിഞ്ഞാൽ 2-ാം ദിവസം നമ്മൾ അത് രാത്രി ചരിത്ര ക്ലാസ്. എല്ലാ ദിവസവും രാത്രി ചരിത്രങ്ങൾ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അതായത് ഇബ്രാഹിം നബി ഇസ്മായിൽ നബി കണ്ടുമുട്ടുന്നതിന് മുമ്പ് ഇബ്രാഹിം നബി എങ്ങനെയായിരുന്നു അവർ ജീവിച്ചത് മുതൽ പരിശുദ്ധ കഅബയുടെ നിർമ്മാണം പോയി, ആരംഭ പൂവിന്റെ ജനനത്തിലൂടെ പോയി, അങ്ങനെ പോയി കുറച്ചെത്തുമ്പോൾ നമ്മൾ ദിവസം കഴിയും. അതുകൊണ്ട് ചരിത്രം എവിടെയും പൂർത്തിയാവില്ല.
എന്ന് പറഞ്ഞാൽ ഞമ്മങ്ങനെ തുടങ്ങിയിട്ട് കുറച്ചാകുമ്പോഴേക്കും എന്ത് ചെയ്യും, മുത്തായ തങ്ങളെ കുറിച്ച് പറഞ്ഞ് കുറച്ചാകുമ്പോഴേക്കും ദിവസങ്ങൾ കഴിയും. ഏതായാലും എല്ലാ ദിവസവും രാത്രി ഇൻഷാ അല്ലാഹ് ചരിത്ര ക്ലാസ് ഉണ്ടാവും, അതിൽ പങ്കെടുക്കാം, നമ്മൾ ചരിത്രം ഇങ്ങനെ പഠിക്കാം. നമ്മൾ ആ ഒരു 15 ദിവസം അമലിലൂടെ തന്നെയാണ് ചെലവഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ. ഇനി നമ്മൾ 2-ാം ദിവസം പ്രഭാതമായി കഴിഞ്ഞ് രാവിലെ തന്നെ നമ്മൾ അടുത്ത 2ാമത്തെ ഉംറ. നമ്മളെ ഉംറ യാത്ര എല്ലാ ദിവസവും ഉംറ ഉണ്ടാവും, ഉംറ ഇല്ലാത്ത ദിവസം ഉണ്ടാവില്ല. 2ാമത്തെ ഉംറ എന്ന് പറഞ്ഞാൽ അതിലാണ് അറഫ, മിന, മുസ്ദലിഫ, അതുപോലെ തന്നെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം അറുക്കാൻ പറ്റിയ സ്ഥലം, അതുപോലെ തന്നെ ജബൽ നൂറ്, ജബൽ സൗർ, ഇതെല്ലാം കാണാം. ഇത് നമുക്ക് തരുന്നത് വിസ കമ്പനിയാണ്. വിസ കമ്പനിയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു സിയാറ, മക്കയിൽ ഒരു സിയാറ, മദീനയിൽ ഒരു സിയാറ. ഈ അറഫ മിന കാണില്ല കേട്ടോ. അതായത് അറഫയിൽ നമുക്ക് എന്താ അവിടെ ഇറങ്ങാം, മിനയിൽ നമുക്ക് ഇറങ്ങാൻ പറ്റൂല കേട്ടോ. അറഫയിൽ നമുക്ക് പോയി പ്രഭാഷണം നടത്തിയ സ്ഥലമൊക്കെ നമുക്ക് കാണാൻ ഇൻഷാ അല്ലാഹ്. അവിടെ ഉണ്ടായ ചരിത്രം അറിയാം. മിന നമുക്ക് ടെന്റുകൾ കാണാനുള്ളൂ, അവിടെ നമുക്ക് അലൗഡല്ല, അത് ഹജ്ജിനുള്ളതാണല്ലോ. അതുപോലെ തന്നെ എന്താണ് മുസ്ദലിഫാക്കാൻ പോകുന്ന വഴിയിൽ കാണുള്ളൂ. അതുപോലെ തന്നെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറക്കാൻ പറ്റിയ സ്ഥലം ദൂരത്ത് നിന്ന് കാണാം, അങ്ങോട്ടൊന്നും പ്രവേശനമില്ല, നമുക്ക് കാണാം, അവിടെ സ്തൂപം വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ജബൽ നൂർ, ജബൽ സൗർ കാണാം, മനസ്സിലായി. ഞാൻ വർഷങ്ങൾ പറഞ്ഞുതരാം. കാണാൻ ഓപ്ഷൻ ഉള്ളൂ, ഇറങ്ങാനും അവിടെ ഇറങ്ങിയിട്ട് താഴ്വാരത്ത് നിന്നിട്ട് നമ്മളെല്ലാം പറഞ്ഞുതരും, എന്നിട്ട് തിരിച്ച് ബസ്സിൽ കയറും. ഇതാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന സിയാറ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ജിയറാന എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെ പോയിട്ട് ഇൻഷാ അല്ലാഹ് ജിയറാനൊക്കെ പേര് വരാൻ കാരണം അവിടെ ആരംഭം പോയി ഇഹ്റാം ചെയ്തൊക്കെ അതൊന്ന് പറഞ്ഞുതരും ഇൻഷാ അല്ലാഹ് നമ്മള്. അപ്പൊ അത് കഴിഞ്ഞാൽ 2ാമത്തെ ഉംറക്ക് ഇഹ്റാം ചെയ്ത് പോകുന്നത് 2ാമത്തെ ഉംറ അന്ന് 2ാം ദിവസം തീരും. അപ്പൊ 2 ദിവസം 2ാം ഉംറയില്ലേ. ഈ 3ാം ദിവസം നമുക്ക് 3ാമത്തെ ഉംറ എന്താണ്, തൻഈമിലേക്ക് പോയി. എന്താണ്, ആയിഷ ഉമ്മയുടെ മസ്ജിദ് ആയിഷയിലേക്ക് പോയി 3ാമത് ഉംറ. 3 ഉംറ കഴിഞ്ഞു 3ാം ദിവസം തന്നെ. ഇനി 4ാം ദിവസം രാവിലെ നമ്മൾ എന്ത് ചെയ്യും, 4ാം ദിവസം രാവിലെ തന്നെ സുബഹിക്കും ഒരു 3 കഴിഞ്ഞിട്ട് ജബൽ നൂർ, അതായത് 3ാം ദിവസം വൈകുന്നേരം ചോദിക്കും ആർക്കൊക്കെ ജബൽ നൂർ കയറാൻ താല്പര്യമുണ്ട്. അപ്പൊ താല്പര്യവും ആരോഗ്യവും ഉള്ള എല്ലാവർക്കും നമ്മളെ കൂടെ വരാം ഇൻഷാ അല്ലാഹ്, ഞാൻ കൂടെ ഉണ്ടാവും. മനസ്സിലായി. ജബൽ നൂർ കയറി എല്ലാവർക്കും ഹിറാ ഗുഹയിൽ ഒരു നിമിഷമെങ്കിലും ചെലവഴിക്കാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിന്റെ മുകളിൽ വരെ കയറിയിട്ട് അവിടെ കയറാം. നമ്മൾ വലിയ മുമ്പ് ആദ്യം പോയി കയറി, എന്നിട്ട് ഞാൻ കണ്ടേ ഒരു കഴിഞ്ഞ ഉംറ ഉണ്ടായ അനുഭവമാണ്. അത് നമ്മളെല്ലാവരും കയറ്റി, കുറച്ച് പ്രായമുള്ളവരൊക്കെ നമുക്ക് കഴിയാത്തവരൊക്കെ ഒപ്പിച്ച് കയറ്റി മുകളിൽ എത്തുമ്പോൾ ഒരു ടീം ആദ്യം പോയി തിരിച്ചു വരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ ഹിറാ ഗുഹ കിട്ടി വെച്ചു. അപ്പൊ ഞാൻ ഉസ്താദ് അങ്ങോട്ട് അടുക്കാൻ തന്നെ കഴിയുന്നില്ല. അദ്ദേഹം ഇറങ്ങി പോകുന്നേ, നമ്മളെ കൂടെ നോക്കി എല്ലാവർക്കും ഹിറാ ഗുഹ കിട്ടി. മനസ്സിലായില്ലേ. നമ്മളെന്താ ചെയ്യാ, അജ്ലത്ത് കാണിക്കാതെ ഉസ്താദിന്റെ കൂടെ ഇങ്ങനെ അവർ ഐഡിയ കിട്ടും. ആരംഭം പോവായ മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് ചെയ്ത ഒരു മായം കലർപ്പില്ലാത്ത പക്ക. മനസ്സിലായില്ലേ. മത്താഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പരിശുദ്ധ കഅബയുടെ കില്ല, ഈ കില്ല അന്നത്താണോ? അല്ല അല്ലേ. എന്നാൽ ഈ മത്താഫ് അന്നത്താണോ? അല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കി. എന്നാൽ പുണ്യത്തിന് മാറ്റമല്ല മതി, ഒറിജിനലിനെ കുറിച്ചാണ് ഞാൻ പറയണത്. എന്നാൽ ജബലുൻ നൂറിന്റെ മുകളിൽ ഹിറാ ഗുഹ ആ മിയാമിയാണ്. ആ സ്ഥലത്തേക്ക് നമുക്ക് ചെല്ലാൻ, അവിടെ മലയുടെ മുകളിൽ, ഇതിപ്പം വലിയ മലയാണ്, ഇവിടെ കയറി എന്നിട്ട് കുറിച്ച് ഇറങ്ങാണ്, ചെറിയ ഡേഞ്ചറായ സ്ഥലം. അവിടെ ഇടയിൽ കൂടെ പോകാനൊക്കെ ഉണ്ട്, എന്നിട്ട് അവിടെ എത്തുള്ളൂ. ഇവിടെ കയറിയിട്ട് പലരും ഇറങ്ങാറുണ്ട്, കയറി പുണ്യം കിട്ടും. ഓക്കെ, അത് അവർ നീയത്തും നല്ലതായിട്ട്. പക്ഷെ ഇങ്ങോട്ട് ഹിറാ ഗുഹ പോയാൽ പുണ്യം കിട്ടുന്ന അവിടെ തന്നെ പോകണം. മനസ്സിലായി. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ താല്പര്യമുള്ളവർക്ക് ജബലുൻ നൂർ കയറി ഇറങ്ങാം. അത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം നമ്മൾ 4ാമത് ഉംറ, 3 4ാമതല്ലേ. ഈ 4 എന്താ, ഈ 3 ഉംറ ഓൾറെഡി കഴിഞ്ഞല്ലോ അല്ലേ, നമുക്ക് കമ്പനി ആകല്ലേ. ഇനി നമുക്ക് വരുന്ന ഉംറകളെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്, വ്യക്തമായി മനസ്സിലായിക്കോളൂ. അതായത് ഈ 4, 5 ഞാൻ വേറെ പറഞ്ഞത്. അതിന് മുമ്പ് എല്ലാ ഉംറക്ക് പോകുന്ന ആരും മുടങ്ങാതെ പോകുന്ന സ്ഥലമാണ് ത്വാഇഫ് എന്നുള്ള സ്ഥലം. ആരംഭപ്പൂവായ മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ പ്രതീക്ഷയിലായിരുന്നു ത്വായിഫിലേക്ക് പോയത്. എൻ്റെ അമ്മാവന്മാരെ നാടല്ലേ, എന്നെ സഹായിക്കുന്നു. ആ സമയത്ത് തങ്ങൾ അവർ കാട്ടിക്കൂട്ടിയ സ്ഥലങ്ങൾ, തങ്ങൾ വേദന കൊണ്ട് രക്തം വരുമ്പോൾ തങ്ങൾ പോയി ഇരുന്ന സ്ഥലം കാണണ്ടേ നമുക്ക്. ആരംഭപ്പൂന്ന് ആശ്വാസത്തോടെ അല്പം മധുരം കഴിച്ച സ്ഥലം കാണണ്ടേ. അപ്പൊ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം അതുപോലെ തങ്ങളെ എറിഞ്ഞിരുന്ന ഓരോ രൂപങ്ങളിൽ തങ്ങൾ വീണ് തങ്ങൾക്ക് പൊന്താൻ കഴിയാതായപ്പോ അവിടെ ഇട്ടിന് തങ്ങൾ എറിഞ്ഞു. ഇങ്ങനെല്ലാം കാട്ടിയ തങ്ങൾ ഒരു സ്ഥലമാണ് ത്വായിഫ് എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് അവിടെ പോയി ഓരോരോ സ്ഥലത്തും ഇവിടെയാണ് ഇങ്ങനെ എന്ന് പറഞ്ഞ ഓരോ ചരിത്രങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കാം. അവിടുന്ന് 80 കിലോമീറ്റർ ദൂരമുണ്ട്, അത്യാവശ്യം ദൂരമുണ്ട്.
ആ യാത്രക്ക് നിങ്ങൾക്ക് ശരാശരി 30 to 35 റിയാൽ വരെ ചെലവ് വരും. മനസ്സിലായില്ലേ? 50 രൂപ കൊണ്ടുപോകുന്നുണ്ട്. നമ്മള് 30 to 35 റിയാൽ. ഞാൻ മൊത്തത്തിൽ പറഞ്ഞേട്ടെ ഓരോ കണക്കും. അത് കഴിഞ്ഞ് അവിടുന്ന് തിരിച്ചു വരുമ്പോൾ തോയിഫ് നമ്മൾ എന്ത് ചെയ്യും? ഇഹ്റാം ചെയ്തിട്ടാണ് പോരാ. ചരിത്രം എല്ലാം കണ്ട് ഇഹ്റാം ചെയ്തു പോരും. രണ്ടാമത് ഹുദൈബിയ എന്ന് പറയുന്ന സ്ഥലം. ഹുദൈബിയ സന്ധി എന്ന ആരംഭപ്പുവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മദീനയിലേക്ക് ഇവിടുന്ന് പോയതല്ലേ മക്കക്കാരെ ശല്യം സഹിക്കാൻ കഴിയാതെ. അങ്ങനെ വലിയ ആഗ്രഹത്തോടെ വന്ന തിരിച്ചു വരുമ്പോ തങ്ങള് നിന്ന സ്ഥലം തങ്ങളെ വീണ്ടും ഏകദേശം 400 കിലോമീറ്ററോളം അന്ന് കാലത്ത് ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിലൂടെ ആരംഭപ്പൂ വന്ന് ഈ മക്കയിലോട് അടുത്ത സ്ഥലമാകുന്ന ഹുദൈബിയിലെത്തി അവിടുന്ന് വീണ്ടും ആരംഭപ്പൂവിനെ തിരിച്ചു പറഞ്ഞേക്കാം. ആൾക്കോട്ട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ ഉണ്ടായതൊക്കെ. ഹുദൈബിയ ഈ 2 സ്ഥലം തോയിഫ് ഹുദൈബിയ 100-ൽ 99% ആൾക്കാരും പങ്കെടുക്കാറുണ്ട്. ആ യാത്രക്ക് 30 രൂപ ചെലവുണ്ടാവും. 30-35 അതിനകത്ത് വരും. ഞാൻ എന്താ പറയാൻ കാരണം ചില മാറ്റങ്ങളുടെ ഒക്കെ വ്യക്തമായി പറഞ്ഞുതരും. എങ്ങനെ കണക്കൂട്ടിയാണ് ടോട്ടൽ ഒരു എമൗണ്ട് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഇത് കഴിഞ്ഞ് അന്നൊരു ഉംറ ഉണ്ട്. ഇപ്പൊ 5 ഉംറയിലെ ഈ 2 കാര്യങ്ങൾക്കും എന്റെ അറിവില് 100% ആള് വരുന്നുണ്ട്. ഓക്കെ, 5 ഉംറ ഇങ്ങനെ. ഇനി ഞാൻ പറഞ്ഞ പോലെ ജബല്ലൂർ കയറാൻ പോയിരുന്ന ഒരു ദിവസം അന്ന് വൈകുന്നേരം നമുക്ക് എന്താണ് ആയിഷ പള്ളിയിലേക്ക് പോവാം. അതായത് 3ാമത് ഉംറ ചെയ്ത് അതേ പള്ളിക്ക് തന്നെ 5ാമത് ഉംറ 6ാമത് ഉംറക്ക് ആ യാത്ര നമ്മുടെ സ്വന്തം ആവശ്യത്തിന് നമ്മൾ പോകണം. ജബല്ലൂർ പോകണം നമ്മുടെ സ്വന്തം ആവശ്യത്തിനാണ്. എന്നാണ് നമ്മളെ യാത്രക്കാർ ആവശ്യം എന്നല്ലാതെ അവിടെ ജബല്ലൂർ കയറാൻ സൗദി അവർക്ക് ഇതൊന്നുമില്ല. നമ്മളെ ആഗ്രഹമാണ് അല്ലെ ഹിറാ ഗുഹ കാണാൻ, പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മല കാണുന്നതൊക്കെ. അപ്പൊ അതിന് പോകുമ്പോ ജബല്ലൂർ കയറാൻ താല്പര്യമുള്ളവര് ആരൊക്കെ കഴിക്കുമ്പോ ഉള്ളവർക്ക് മാത്രം ഒരു 10 രൂപ നിങ്ങളെ കയ്യിൽ നിന്ന് അപ്പം തന്നാ മതി. എന്നല്ലാതെ ആദ്യം തന്നെ ഉസ്താദ് വന്നിട്ട് 150 റിയാൽ വാങ്ങിയിട്ട് എന്തൊക്കെ മുസ്ലിം ചെലവാക്കി തെറ്റിദ്ധാരണ വേണ്ട. മനസ്സിലായില്ലേ? അപ്പൊ ആദ്യം മനസ്സിലാക്കാം കുറച്ച് ചില്ലറ റിയാലുകൾ കയ്യിൽ വെക്കാം. ഓക്കെ, ജബല്ലൂർ പോവാൻ 10 രൂപ ആകെ. അങ്ങോട്ട് 5 രൂപ ഇങ്ങോട്ട് 5 രൂപ. രാത്രി ഉംറയ്ക്ക് വൈകുന്നേരം പോരാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പൊ ഒരു ഉപ്പ പറയാം ഉസ്താദേ ഞാൻ ജബല്ലൂർ കയറി എന്നെ കൊണ്ട് കഴിയിലട്ടാം. അപ്പൊ അദ്ദേഹത്തിന് ചെലവില്ല. ഓക്കെ, ഉംറയ്ക്ക് താല്പര്യം ഉണ്ടോ? 10 രൂപ ആകെ. അങ്ങോട്ടേക്ക് പോവാൻ വരാൻ ടാക്സി അല്ലാതെ 10 റിയാൽ എങ്ങനെ ഭാവിക്കരുത് കേട്ടാ. 10 റിയാൽ അദ്ദേഹം പറഞ്ഞെന്തറിയോ? 10 രൂപ എന്ന് പറയുമ്പോഴേ 10 റിയാലാണ് ഈ പറഞ്ഞ. അപ്പൊ മക്കത്തല്ലേ മക്ക ചർച്ചയാണ് ഇവിടെ. അതെ 200 രൂപ ഓരോ ദിവസം ആ എമൗണ്ട് ഇട്ട് അങ്ങോട്ട് പോകാൻ ഇങ്ങോട്ട് വരാം. അതെ, അതിങ്ങനെ കൂട്ടിയാൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ഞാൻ ജസ്റ്റ് പറഞ്ഞേട്ടാ, ടോട്ടൽ പറഞ്ഞേട്ടാ. ജസ്റ്റ് പറഞ്ഞതിന് ശേഷം അത് വേറെ തന്നെ സെക്ഷൻ, അത് നെക്സ്റ്റ് സെക്ഷൻ. അല്ല പറഞ്ഞേട്ടാ ഇൻഷാ അല്ലാഹ്. നമ്മൾ എല്ലാ വിഷയം പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്തൊക്കെ സംശയങ്ങളെല്ലാം ചോദിക്കാൻ സമയം ഉണ്ടാവും കേട്ടോ. അപ്പം കഴിഞ്ഞു. അങ്ങനെ ഇപ്പൊ എത്ര ഉംറയായി? 6 എത്തി. എന്താണ് സാമാശ 6 എത്തി. ഹുദൈബിയ തോയിഫ് നമ്മൾ ജബല്ലൂർ കയറി ഒരു ഉംറ ഞാൻ. അപ്പൊ അത് കഴിഞ്ഞാൽ 7ാമത്തെ നമ്മൾ എന്ത് ചെയ്യാറ് മൈമൂന ഉമ്മാന്റെ മഖ്ബറ. അതായത് മൈമൂന ബീവി എന്ന് പറഞ്ഞാൽ ആരംഭപ്പൂവിന്റെ സഹധർമ്മിണിയല്ലേ. അപ്പം ആരംഭപ്പൂവിന്റെ സഹധർമ്മിണിയാവുന്ന മൈമൂന ബീവിയുടെ മഖ്ബറ ഹറമിന്റെ പുറത്തുണ്ട്. അവിടെ സിയാറ ചെയ്യാം. അങ്ങനെ ഒരു കഴിഞ്ഞാൽ ആയിഷ പള്ളിക്ക് വീണ്ടും വരാം. ആയിഷ ഉമ്മന്റെ മഹത്വങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഉംറ. അതായത് അങ്ങനെ ഒരു ഉംറ. അത് 7. ഓക്കെ, 7ാമത്തെ ഉംറ നമ്മള് 7 കഴിഞ്ഞില്ലേ. ഇപ്പൊ 5 കഴിഞ്ഞ് 6 7 ആയില്ലേ. 8ാമത് നമ്മൾ എന്ത് ചെയ്യും? ഇബ്നു ഉമർ തങ്ങൾ ഉപ്പാപ്പാന്റെ മഖ്ബറ സിയാറ ചെയ്യാം. എന്ന് പറഞ്ഞാല് ഉമർ റളിയല്ലാഹു അൻഹു മോന്റെ മഖ്ബറ. ആ സിയാറയോട് കൂടിയുള്ള ഒരു ഉംറ. അത് കഴിഞ്ഞാൽ ആയിഷ പള്ളിക്ക് നമ്മൾ പോവാം. 8ാമത് ഉംറ. അങ്ങനെ 8 ഉംറകൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഈ 9 ദിവസത്തിൽ അവസരമുണ്ട്. പ്രത്യേകം പറയട്ടെ, നിങ്ങൾ വരാത്തവർക്ക് ഒന്നും ചെലവുണ്ടാവില്ല. പാക്കേജിൽ പറഞ്ഞതിൽ ഒരു എമൗണ്ട് എക്സ്ട്രാ വരില്ല, ഒരു എമൗണ്ട് വരില്ല. പക്ഷെ നിങ്ങൾ എന്താണ് ഇതൊക്കെ നിങ്ങൾക്കായിട്ട് വേണ്ടവർക്ക് മാത്രം. അപ്പൊ ഇതിന് കുഴപ്പമില്ലല്ലോ. എന്നാ പൈസന്റെ പരമ്പര വലിയ പുരുഷത്തില്ലാത്ത കാര്യം എന്നല്ലേ പറഞ്ഞ അല്ലേ? അതല്ല, ഓപ്പോസിറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ പോകണമെന്ന് എല്ലാവരും 150 പേര് എല്ലാവരും. അപ്പൊ അതൊരു തശ്വീഷ് വരില്ലേ? വരൂലേ? രക്കാശൊക്കെ പുസ്തകം എന്തിനൊക്കെ ചെലവാക്കി എന്നെക്കൊണ്ട് വയ്യ ഞങ്ങൾക്ക് എല്ലാവർക്കും തെറ്റുധരിച്ച് ഏറ്റുകൊണ്ടിറക്കാൻ. അപ്പൊ നമ്മൾ ഫ്രീ ആവുന്നത് നല്ലത്. അവന്ത് ചെയ്യാ ആവശ്യമുള്ള പൈസ അപ്പൊ ചെലവാക്കാം. വരാത്തവർക്ക് ഇപ്പൊ നമ്മൾ പ്രിയപ്പെട്ട ഉപ്പ അള്ളാഹു എല്ലാം ചെയ്യാൻ തോഫീക്ക് കൊടുക്കട്ടെ. ഒരുപാട് തവണ ഹറന്തവൻ വാങ്ങിയിട്ടാണെന്ന് അറിയാൻ കഴിഞ്ഞാൽ. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് അപ്പൊ അദ്ദേഹത്തിന് ചെറിയൊരു സൗകര്യം കുറവുണ്ട്. അന്ന് അദ്ദേഹം ചെലവില്ല കേട്ടാ. അതല്ലേ നല്ല സിസ്റ്റം അല്ലേ സലാമാഷ്? ഓരോന്ന് ആവശ്യമുണ്ടെങ്കിൽ ചെലവാക്കാം, അവന് പ്രശ്നമില്ലല്ലോ.
ഒന്നിച്ച് വാങ്ങി. ഞാൻ പറയാൻ കാരണം നിങ്ങൾ പുറമെ അന്വേഷിച്ചുകൊണ്ട് പലയിടത്തുള്ള സിസ്റ്റം എന്താ വെച്ചാൽ മൊത്തത്തിലാണ് വാങ്ങിക്കും, എന്നിട്ട് അതിന് വലിയ ഓരോ തെറ്റിദ്ധാരണ പല വിഷയങ്ങളും, അതിനൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാഹ് കാര്യം എങ്ങനെ മക്ക കഴിഞ്ഞില്ലേ, ഇനി നമ്മള് എന്താണ് മക്കയിൽ അങ്ങനെ 9 ദിവസം നിൽക്കുന്നു. ഈ 9 ദിവസം നമ്മൾ മാക്സിമം എല്ലാ സ്ഥലങ്ങളും പോകും. അതിൻ്റെ ഇടയിൽ പരിസര സിയാറുണ്ട്, നടന്ന സിയാറ, അതിനൊന്നും പൈസ ഇല്ല കേട്ടോ, ഒക്കെ നമുക്ക് ഫ്രീ. അത് മസ്ജിദുൽ ജിന്ന്, മസ്ജിദുൽ ജിന്ന്, അതുപോലെ തന്നെ ജന്നത്തുൽ മുഅല്ല എല്ലാം നമ്മൾ നടന്നുപോയി കാണും. അതുപോലെ തന്നെ ആരംഭമായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 വർഷം പട്ടിണി കിടന്ന മലയുണ്ട്, തങ്ങള് ആദ്യമായി ദീനി പ്രബോധനം തുടങ്ങിയ മലയുണ്ട്, എല്ലാ സംഭവം ഉണ്ട്, ഒക്കെ പരിസരം, അതിനൊന്നും എക്സ്ട്രാ ചെലവില്ല. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ശരാശരി 10-ാം ദിവസം മദീനയിലേക്ക് പോവാം. അപ്പൊ മക്കത്തെ ചെറിയൊരു ധാരണ കിട്ടിയില്ലേ? നമ്മൾ മക്കത്തെ നമ്മൾ പാക്കേജിനെ കുറിച്ച് ഒന്നുകൂടി പറഞ്ഞു, അപ്പൊ ഒന്നുകൂടി മനസ്സിലാവും. മദീനയിൽ ചെന്ന് കഴിഞ്ഞാൽ അല്ലാഹ്, അങ്ങനെ നമ്മൾ മദീനയിലേക്ക് പോകുന്ന വഴിയിലാണ് നമ്മൾ ബദറിൽ പോവാ. ബദറിൽ ഇറങ്ങി ബദർ സിയാറ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മദീനയിലേക്ക് പോവാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും മനസ്സുകൊണ്ട് മദീനയ്ക്ക് റെഡിയല്ലേ? ബസ് കയറിയില്ലേ? മുസ്ലിയാർ കാരണം ബസ് കയറിയത്. ആ മദീനയിലേക്ക് പോകുമ്പോൾ പ്രിയമുള്ളവരെ, ഒരു പുതിയ വസ്ത്രം അത് നമ്മൾ ധരിക്കണം കേട്ടാ. മദീനയ്ക്ക് പോകുമ്പോൾ ആരംഭ മദീനക്കല്ല പോണേ. ആദ്യമായി മദീനയിൽ ചെല്ലുമ്പോൾ നമ്മൾ ആലോചിക്കി എത്രമാത്രം സന്തോഷമുള്ള ദിവസമായിരിക്കും ആ ദിവസമൊക്കെ. മുത്തിന്റെ മദീന ഇങ്ങനെ കൺകുളിർമ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം എന്ന് പറഞ്ഞാല്, നമ്മുടെ നാട്ടുകാരൻ പലരും ആരംഭപ്പൂവിന്റെ മദീനയിൽ വെച്ചുകൊണ്ട് മുത്തിനെ സ്വപ്നം കണ്ട ചരിത്രങ്ങൾ പലരും അനുഭവങ്ങൾ പറഞ്ഞേക്കാം. എന്റെ സുഹൃത്ത് പറഞ്ഞ അനുഭവം ഞാൻ ഇന്ന് ഓർക്കാണ്. മുഖത്ത് വെള്ളപ്പാണ്ടുള്ള ഒരു സഹോദരി, ആ സഹോദരി വല്ലാത്ത വിഷമത്തോടെ ഒരുപാട് കാലം സ്വലാത്തുകൾ ചൊല്ലി പരിശുദ്ധ മദീന എത്തിയപ്പോ ആ സഹോദരി അന്ന് അമീറിനോട് പറയാത്രേ, മദീന വന്ന് അന്ന് രാത്രി ഉറങ്ങുമ്പോ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ വന്ന് തങ്ങൾ ചോദിക്കുക, എന്തിനാ കുഞ്ഞുമോളെ വിഷമിക്കണേ? തങ്ങളോട് പറഞ്ഞു, എന്റെ മുഖത്ത് വല്ലാത്ത അസുഖം കാരണം എനിക്ക് വല്ലാത്ത വിഷമുണ്ട്. ആരംഭപ്പൂവിന്റെ ശറഫാക്കപ്പെട്ട കൈ ആ മുഖത്ത് തടവി കൊടുത്തു എന്ന് അനുഭവസ്ഥർ പറഞ്ഞാണ്. നമ്മളതല്ലേ, മനസ്സിലായില്ലേ? അതായത് മുത്തായ തങ്ങൾ ലൈവിലുള്ള സ്ഥലമാണ് അവിടെ. ആരംഭപ്പൂവിന്റെ മദീനയുടെ മഹത്വങ്ങൾ ഇൻഷാ അല്ലാഹ് അവിടുന്ന് പറയുന്നുണ്ട്. ആ പുണ്യ മദീനയിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാല് അവിടെ എത്തി, അവിടെ നമുക്ക് എന്താ ചെയ്യാം, അവിടെ 3 ദിവസം ഉണ്ടാവും. 4-ാം ദിവസം പോരാനാവും. ഈ 3 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ മാബൈന ഖബരി വമിൻബരി റൗദത്തുൻ മിൻ റിയാദിൽ ജന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന ആ റൗദയിലേക്ക് നമുക്ക് പോകാൻ അവസരം ഉണ്ടാവും. പരിശുദ്ധമായ റൗദ എന്ന് പറഞ്ഞാൽ നാളെ സ്വർഗത്തിലേക്ക് വരുന്ന സ്ഥലമാണ്. ആ സ്ഥലം പുണ്യഭൂമിയിൽ നമുക്ക് അല്പം ചെലവഴിക്കാൻ കിട്ടാൻ തൗഫീഖല്ലേ? ആണെന്ന് പറഞ്ഞാൽ എന്തോ ചാടൊന്നുമില്ല, അപ്പാണ്. അപ്പൊ അതങ്ങനെ. അതുപോലെ തന്നെ ജന്നത്തുൽ ബഖീ, അതുപോലെ തന്നെ ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കനിവിന്റെ കഷ്ണമായിരുന്ന ആര് ഫാത്തിമത്തു സഹറ ബീവി തങ്ങൾ, അവരെല്ലാവരുടെയും മഖ്ബറകള്, അതുപോലെ തന്നെ അവർ താമസിക്കുന്ന വീട്, ആരംഭപ്പൂവും പ്രിയ സഹധർമ്മിണി ആയിഷ ഉമ്മയും ഓട്ട മത്സരം നടത്തിയിരുന്ന സ്ഥലം, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടെ. ചരിത്രങ്ങൾ ഉറങ്ങി വെക്കുന്നത് എല്ലാം നടന്ന് കാണും. അപ്പൊ ഈ മദീനത്ത് എന്താ ചെലവ് എന്നാ പറയണത് കേട്ടാ. അപ്പൊ ഇതൊക്കെ കമ്പനി ഫ്രീ ആണ്. എല്ലാം കഴിഞ്ഞ് നമുക്ക് കമ്പനി അവിടെയും ചെയ്യാറുണ്ട്. ഉഹദ് യുദ്ധം നടന്ന സ്ഥലം കാണിച്ചു തരും. അതുപോലെ തന്നെയാണ് മസ്ജിദുൽ ഖിബ്ലത്തൈൻ, 2 ഖിബ്ല ഒരേ നിസ്കാരത്തിൽ ആരംഭപ്പൂവ് നിസ്കരിച്ച ഒരു സ്ഥലമുണ്ട്, ഒരു പള്ളി. അപ്പൊ അത് കാണിച്ചു തരും. അതുപോലെ ഖന്തഖ് യുദ്ധം നടന്ന സ്ഥലം, അതെല്ലാം കാണിച്ചു തരും. എല്ലാം കാണിച്ചെന്ന് പിന്നീട് നമുക്ക് അന്ന് എല്ലാം കഴിഞ്ഞ് ഈ ഉഹദ് റൂമിലേക്ക് വന്ന് അവിടെ കമ്പനി അവിടെയും അവസാനിച്ചു. ഇനി നമുക്കെല്ലാവർക്കും നമ്മുടെ ഇഷ്ടമാണ്, അതായത് മദീനയുടെ ഉൾനാടുകളിലൂടെ സിയാറ പോവാൻ. അപ്പൊ ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇതിൽ കൂടെ പോണ ബസ് എന്താ ഇതിൽ കൂടെ പോലല്ലോ ഇല്ല. അപ്പൊ ഇതുപോലെ ഉൾനാടുകളോട് പോകണമെങ്കിൽ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് അമീറുമാര് സ്പെഷ്യൽ വണ്ടിയിലാണ് പോവാം. ഇത് ആഗ്രഹവും താല്പര്യമുള്ളവർക്ക് വരേണ്ടവർക്ക് വരാം. അതിന് ചെറിയ റിയാലേ അതിന് ആവശ്യം ഉണ്ടാവുള്ളൂ. ഇതിൽ പോയാലുള്ള ബെനിഫിറ്റ് എന്താ, അതായത് ഉഹദ് യുദ്ധം നടന്ന സ്ഥലം കണ്ടല്ലോ. ഇപ്പം നമ്മൾ ഉഹദ് യുദ്ധത്തിൽ ഞാനൊക്കെ വീഡിയോ കാണിച്ചിട്ടുണ്ട്, അതിന്റെ കമ്പ്യൂട്ടറിൽ അതിലേക്ക് അപ്പം കാണിച്ചത്. ഉഹദ് യുദ്ധത്തിൽ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിക്കേറ്റപ്പോ തങ്ങളെ കൊണ്ടുപോയി ഇരുത്തിയ എന്നും പരിമളം വീശുന്ന നല്ല ഒരു സ്ഥലമുണ്ട്. ആ ഒരു ഗുഹ നമുക്ക് കാണണ്ടേ? ഞാൻ പറഞ്ഞെന്താ പറയാ, നിങ്ങൾക്ക് ആഗ്രഹവും നിർബന്ധം ഉണ്ടെങ്കിൽ അല്ലാഹു തൗഫീഖ് തരും. മനസ്സിലായില്ലേ? അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എന്നോട് ഈ കഴിഞ്ഞ അജ്മീറിലേക്ക് പോകുന്ന സമയത്ത് ഒരു ഉമ്മ പറഞ്ഞ അനുഭവം ഞാൻ ആലോചിക്കണം. ഒരു ഉമ്മ ഇപ്പൊ ഉമ്മ കഴിഞ്ഞവരാ, ഏതോ സ്ഥാപനത്തിൽ പോയത്, ഏതോ അത് നമ്മൾ കമ്പയർ ചെയ്യണ്ട. അപ്പൊ ഞാൻ അവർക്ക് ഞാൻ കമ്പ്യൂട്ടർ ഇട്ടിട്ട് നമ്മളെ പോയ സ്ഥലം കാണിച്ചപ്പോ അവരിഞ്ഞു പറയാം, ഉസ്താദ് ഇവിടുന്ന് ഞാൻ പോയിട്ടില്ലല്ലോ. നിങ്ങൾ ആലോചിക്കുക, ആ ഉമ്മാനെ മനസ്സിലായി വിഷമായി മാറൂലേ? അല്ലേ?
മക്കയും മദീനയൊക്കെ കണ്ടിട്ട് ആരംഭപ്പൂവ് ഇരുന്നിരുന്ന ഒരു സ്ഥലം കാണാൻ കഴിഞ്ഞില്ല. ഇനി നമുക്ക് പോകാൻ കഴിയോ? ഇനി എന്ന് റബ്ബിന്റെ കാര്യമില്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ നല്ല ഉന്മേഷമൊന്നുമില്ല, എല്ലാ സ്ഥലവും പോട്ടാ. അത് കഴിഞ്ഞ് ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 ദിവസത്തോളം സുജൂദിലായി കിടന്ന മലയുണ്ട്. ആ മല കാണാം നമുക്ക്. ആരംഭപ്പൂവിന്റെ ജനാസ കുളിപ്പിച്ച കിണറുണ്ട്, ആ കിണർ കാണാം. ആ കിണറിൽ നിന്ന് അമൂല്യമായ കുറച്ച് വെള്ളം നമുക്ക് കുടിക്കാൻ കിട്ടും. കുടിക്കണ്ടേ? ഒരു ശിഫയാണ്, ശിഫായിന്റെ വെള്ളം കാണണ്ടേ അവിടെയൊക്കെ. എല്ലാം കഴിഞ്ഞ് പരിശുദ്ധമായ ഖുർആൻ അടിച്ചിറക്കുന്ന പരിശുദ്ധമായ ഖുർആന്റെ പ്രസ് ഉണ്ട് കാണണ്ടേ? ഇങ്ങനെയൊക്കെ നടക്കുന്ന സംഭവങ്ങളൊക്കെ കാണണ്ടേ? ഇതെല്ലാം കാണുന്ന ഒരു സ്പെഷ്യൽ സിയാറ. താല്പര്യമുള്ളവർ മാത്രം വരാം. 8 പേര് അടങ്ങുന്ന ഒരു ഇന്നോവ വണ്ടി ഉണ്ടാവും. ആ ഇന്നോവയിലായിരിക്കും യാത്ര. അതിലൊരു അമീർ ഉണ്ടാവും. ഈ അമീർ അതായത് ഇത് കഴിഞ്ഞില്ല, ചരിത്രം ഒരുപാടുണ്ട്, ഞാൻ എല്ലാം കൂടി പറയുന്നില്ല. അപ്പൊ ഈ അമീർ വണ്ടി കയറിയത് മുതൽ വൈകുന്നേരം ഉച്ച കഴിഞ്ഞ സമയം ഉണ്ടാവും. അത്ര ഓരോ സ്ഥലം ഇങ്ങനെ ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ ഞാൻ ഈ പറയും പോലെ ഇങ്ങനെ ചരിത്രം ഇങ്ങനെ പറഞ്ഞുതരും. അപ്പൊ അങ്ങനെ ചരിത്രം പറഞ്ഞ് എവിടെത്തും തങ്ങൾ ഓരോ അനുഭവമുള്ള സ്ഥലം ഉണ്ടാവില്ല, അവിടെ എത്തുമ്പോൾ ആ ചരിത്രം അവിടെ എത്തിണ്ടാവും. ആ ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ച സ്ഥലമാണ് ഇത്. ഇങ്ങനെ നടന്ന് കാണുന്ന ഒരു വളരെയധികം ആ സിയാറ കഴിഞ്ഞ് വന്നവരൊക്കെ പറയാനുള്ള അനുഭവം എന്താ അറിയോ? വല്ലാതെ സന്തോഷം ഉസ്താദേ, ഇത് കാണുന്നതിൽ വലിയ നഷ്ടമായിരുന്നു. അങ്ങനെയുള്ളൊരു സിയാറ നമ്മൾ യാത്ര ഉണ്ടാവും, പ്രൊവൈഡ് ചെയ്യുക. എല്ലാ ഉമ്രയും ഉണ്ടാവണമല്ല, അത് ഉണ്ടാവാത്ത ഒരു ഉമ്രനെ പോരായ്മല്ല, ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ നമ്മളായിട്ട് പോകുന്നതാണ് കേട്ടാ. അപ്പൊ ഇത്രയും കാര്യങ്ങളോടെ മദീനയും അവസാനിക്കും. കാരണം നമുക്ക് മദീനത്ത് വെച്ചുകൊണ്ട് മുത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് സുന്നത്ത് കാണണം. കാണണ്ടേ? അത് കാണണമെങ്കിൽ ആരംഭപ്പൂവിന് ഇവിടുന്നേ സമ്മാനം കൊണ്ടുപോകണം. ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലിക്കൂട്ടിയ പ്രിയമുള്ളവരെ കാണാൻ കഴിയും. അതുകൊണ്ടല്ലേ പരിശുദ്ധമായ മദീനയിലെ റൂം വെച്ചുകൊണ്ട് ഒരു ഉമ്മ നിസ്കരിച്ചിരിക്കുമ്പോ ഒരു ഉമ്മ ഉസ്താദ് എന്ന് പറയാ, ഉസ്താദ് ഞാൻ ഇന്നലെ മഗ്‌രിബ് നിസ്കരിച്ചിരിക്കുമ്പോ ആരംഭപ്പൂവായ തങ്ങൾ വന്ന് പുഞ്ചിരിക്കുന്നത് ഞാൻ കണ്ടു ഉസ്താദിനെ സന്തോഷത്തോടെ പറയാ. കഴിഞ്ഞ ദിവസം അമീറുമാരെ ക്ലാസ് ഉണ്ടായി, അമീറുമാർക്കുള്ള ക്ലാസ്, അതിൽ ക്ലാസ് എടുക്കുന്ന ഉസ്താദ് ആരംഭപ്പൂവായ തങ്ങൾ ലൈവിലുണ്ട്. അവിടെ ഒരുപാട് ഉദാഹരണം പറഞ്ഞു. അത്രക്കും എന്താണ് നമുക്ക് നല്ല അസറുള്ള നല്ല മഹത്തായ സ്ഥലമാണ് പരിശുദ്ധമായ മദീന. അള്ളാഹു അവിടേക്ക് എത്താൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഇപ്പൊ ഒരു ബേസിക് ആയുള്ള രൂപം കഴിഞ്ഞിട്ടാ ഇനി ഞാൻ 2-3 കാര്യം പറഞ്ഞുതരാം. ഇനി ഒന്ന് നമ്മളേക്ക് ഇപ്പൊ ഫണ്ടിനെ കുറിച്ച് ധാരണ 100 to 150 റിയാൽ വരെ കയ്യിൽ വെച്ചാൽ 100 to 150 റിയാൽ വരെ കയ്യിൽ വെച്ചാൽ ഈ പറഞ്ഞ എല്ലാത്തിനും പങ്കെടുക്കാം. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് പങ്കെടുക്കാൻ കേട്ടാ. ഇത് ഞാൻ പറയല്ലേ, ഈ കയ്യിൽ വെച്ചാൽ മതി, നമ്മളിങ്ങനെ അടക്കുമ്പോൾ കൺഫ്യൂഷൻ വരാം. ഇതിൽ ആവശ്യമുള്ള മാത്രം വെക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാം, റിയാലുകൾ എപ്പോഴും ചില്ലറാക്കി വെക്കാം. ചില്ലറ എന്നാണ് 10, 20 നോട്ടുകളാക്കി വെക്കാൻ. അപ്പൊ നമുക്ക് അവിടെ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ജബല്ലൂർ കയറാൻ 10 രൂപ അല്ലേ, 10 തന്നാൽ മതി. മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് പ്രായമുള്ള ഉമ്മാർക്ക് ഉപ്പാർക്ക് കണ്ടാൽ മനസ്സിലാവില്ല, കാരണം കണ്ട് പരിചയമുള്ള നോട്ടല്ലല്ലോ. അപ്പൊ ചില്ലറ നല്ലത്, കാരണം അയിമ 10 ഉണ്ടാവും. മറ്റേ ഞാൻ കണ്ടാണ് ഒരു ഉമ്മാക്ക് 100 റിയാൽ കൊടുത്തൊരു കടയില്, തിരിച്ച് ആ സുഹൃത്ത് എന്തായി, ആ ഉമ്മ വാങ്ങിയത് ആകെ 20 റുപ്യന്റെ സംഗതിയാണ്, തിരിച്ച് ആ സുഹൃത്ത് കൊടുത്തല്ലേ 30 റുപ്യ. ഈ ഉമ്മ സാധു ശരി അറബി പൈസ അല്ലേ തിരിച്ചു പോകുന്നത്, 50 റുപ്യ ഉമ്മാരല്ലേ പോയത്. എന്തോ ഭാഗ്യത്തെ നമുക്ക് കൂടെ ഉണ്ടായപ്പോ എന്തായി ആ പൈസ തിരിച്ചിട്ടി. അവിടെയൊക്കെ കള്ളന്മാരുണ്ടാവും, മനസ്സിലായല്ലേ? അപ്പൊ അതുകൊണ്ട് ചില്ലറ പൈസ കയ്യിലാക്കി വെക്കാം. കാവലൂർ അങ്ങാടി വേണമെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങളൊക്കെ നാട്ടിൽ നിന്ന് കിട്ടും, റിയാൽ ചേഞ്ച് ചെയ്യാൻ കഴിയും. ഇവിടെ നിന്നാക്കിയാലും കുഴപ്പമില്ല കേട്ടാ. രണ്ടാമത്തെ കാര്യം, ഈ റൂമിന്റെ കാര്യം പറയട്ടെ. അവിടുത്തെ അക്കോമഡേഷനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അക്കോമഡേഷൻ ഒരു റിയാലിന് ശരാശരി 22-23 റുപ്യ. ഇത് പറയാൻ കാരണം ഓരോ ദിവസം മാറും. ഇന്ന് കണ്ട പൈസ അല്ല നാളെ ഉണ്ടാവാം, മനസ്സിലായല്ലേ? ഒരു റിയാലിന് ശരാശരി 23 റുപ്യ കൂട്ടിക്കോളി. അങ്ങനെ 100 to 150 റിയാൽ വരെ നിങ്ങൾക്ക് എന്താ ചെയ്യാ ചെലവ് വരാം. താല്പര്യമുള്ളവർക്ക് എല്ലാം പങ്കെടുക്കുന്നവർക്ക് കേട്ടാ. ഇനി മറ്റൊരു കാര്യം, ഈ ഒരു ഉമ്മാനെ കയ്യിൽ പൈസ അല്ലേ, പൈസ ചെലവൊന്നുമില്ല, നിർബന്ധമായി ഉണ്ടാകുന്ന ഒരേ ഒരു ചെലവുള്ളൂ. എന്താ വെച്ചാൽ സംസം. ഈ സംസം എന്നുള്ളതുണ്ടല്ലോ, ഈ സംസം എന്നുള്ളത് സംസം എത്രയും കുടിക്കാൻ കിട്ടും മക്കൾക്കും മദീനത്തൊക്കെ. സംസം സുലഭമാണ്. നാട്ടിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ചെറിയ കുപ്പിയാക്കിയിട്ട് അത് ഇങ്ങനെ വിഷയം, അത് നമ്മൾ മനസ്സിലായി ചെറിയ ബാഗിലാക്കിയിട്ട് ആ കൊണ്ടുവരുന്നത്. ഇതുപോലെയുള്ള സംസം പാക്ക് ചെയ്ത് ലഭിക്കണമെങ്കിൽ 12 രൂപ 50 പൈസ ജിദ്ദ എയർപോർട്ടിൽ കെട്ടിയാലേ കിട്ടുള്ളൂ. അത് അമീറിന് വരെ ഫ്രീ ഇല്ല. അപ്പൊ ഇനി നിങ്ങൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ഉസ്താദിന് വരെ ഫ്രീ ഇല്ല. അതുകൊണ്ട് സംസമിന് 12 രൂപ 50 പൈസ നമുക്ക് നിർബന്ധമായി വില ചെലവാ. ഇതൊക്കെ നീ പെട്ട്, ഞാൻ ഈ പറഞ്ഞ പെട്ട് തിരിച്ചു വരുമ്പോ ജിദ്ദയിൽ നമ്മൾ വാങ്ങിയിട്ട് നമ്മൾ പാസ്പോർട്ടും ഒരു സംസം അലൗഡ് ആയിരിക്കും. അതെന്ത് ചെയ്യും, നേരെ വാങ്ങാം, അവിടെ തന്നെ കൊടുക്കാം. ചെയ്യേണ്ട രൂപ പറഞ്ഞിട്ടാ. അപ്പൊ ഇതെല്ലാം കൂട്ടിയിട്ടാ ഞാൻ പറഞ്ഞ ശരാശരി 100 to 150 റിയാലിന് ഞാൻ ആരെങ്കിലും ഒരാൾ 150 രൂപ കറക്റ്റ് വെച്ച് 151 ആകുമ്പോഴേക്കും നിങ്ങളെല്ലാവരും 150 അങ്ങനെ പ്രശ്നമാക്കാൻ നിൽക്കണ്ട. ശരാശരിയാ പറയുന്നത്, അത്രയ്ക്ക് വരുള്ളൂ കേട്ടാ. പിന്നെ ഇനി മറ്റു കാര്യം എന്താ വെച്ചാൽ, ഇനി അവിടുത്തെ റൂമിനെ കുറിച്ച് പറയട്ടെ. അക്കോമഡേഷൻ പറയാൻ കാരണം എന്താ വെച്ചാല്
എന്താ പലർക്കും എന്താണ് ആഗ്രഹം ഉണ്ടാവില്ല, മക്കത്താണെങ്കിൽ മദീനത്താണെങ്കിൽ അവനാന്റെ പെണ്ണിന്റെ കൂടെ നിൽക്കാൻ ആഗ്രഹം ഉണ്ടാവും അല്ലെ, അല്ലെ അവനാന്റെ ഫാമിലിയുടെ കൂടെ നിൽക്കാൻ ആഗ്രഹം ഉണ്ടാവാ അല്ലേ? എനിക്കൊന്നും ആഗ്രഹമൊന്നുമില്ല. ഞാൻ എന്റെ പ്രിയതമനെ കൊണ്ടുപോവാണെങ്കിൽ നമ്മൾ പ്രിയതമനെ കൂടെ നിൽക്കാനല്ല ആഗ്രഹിക്കാം. അപ്പൊ അതുപോലെ എന്താണ് നമുക്ക് സംഗതി എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. പക്ഷെ നമ്മൾ ആ പരിശുദ്ധമായ മക്കയും മദീന എന്ന് പറഞ്ഞാല് അവിടെ എന്താണ് റൂമിനൊക്കെ നല്ല റേറ്റുള്ള സ്ഥലമാണ്, നല്ല എക്സ്പെൻസീവ് സ്ഥലമാണ്. അതുകൊണ്ട് നമ്മൾ പാക്കേജിൽ ഉണ്ടാവുന്നത് സ്ത്രീകൾക്ക് വേറെ റൂമ്, പുരുഷന്മാർക്ക് വേറെ റൂമ്. വ്യക്തമായി മനസ്സിലാക്കണേ. ഈ കഴിഞ്ഞ മുമ്പൊക്കെ ഒരു സുഹൃത്തിനുണ്ടായ അനുഭവം പറയാം. അതായത് ഞാൻ അദ്ദേഹത്തോട് ഇതുപോലെ തന്നെ പറഞ്ഞു, പാക്കേജിൽ സ്ത്രീകൾക്ക് വേറെ റൂം, പുരുഷന്മാർക്ക് വേറെ റൂം. പിന്നെ നമ്മൾ പറയാറുണ്ട് പിന്നെ ഓരോരുത്തരുടെ ഭാഗ്യം പോലെ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കണക്കൂട്ടി വരുമ്പോൾ ഇപ്പൊ നമ്മൾ 35 പേരുണ്ടാവാം. അപ്പൊ അവരെന്താ ചെയ്യുക മക്കൾക്ക് അറിയോ 35 ബെഡ് നമുക്ക് വരുന്നത്. അതായത് അവർ ഹരിക്കും, ഞങ്ങൾ സ്ത്രീകൾ എത്ര പേരുണ്ട് ചോദിക്കുമ്പോൾ അങ്ങനെ തന്നെ ചോദിക്കും. അതാ ഞമ്മ കൊണ്ട് കഴിയാതെ ഓഫർ തരാത്തത്. കാരണം എൻ്റെ ആഗ്രഹം ഇപ്പം 10 പേരുള്ള ഗ്രൂപ്പ് 5 പേരുള്ള അവർ ഒന്നിച്ചൊന്നോടെ എൻ്റെ ആഗ്രഹം അതുണ്ടാവുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് അവരിങ്ങനെ ഉസ്താദ് സ്ത്രീകൾ എത്ര ഉണ്ട്, മെയിലി ഫീമെയിൽ എത്ര ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ അവർ റിപ്പോർട്ട് കിട്ടും ഇവിടെ എത്ര കയറുന്നതൊക്കെ ഏജൻസി മുഖേന റിപ്പോർട്ട് കിട്ടും. ഈ 35 ആൾ പോകുന്നതിൽ 19 സ്ത്രീകളും ബാക്കി 11 പുരുഷന്മാരാണ്. ഈ റിപ്പോർട്ട് അവിടെ വന്നിട്ടുണ്ടാവും. ഈ സമയത്ത് നമ്മൾ സർവീസർമാർ എന്താ അറിയോ അവിടെ. അപ്പം 19 പുരുഷന്മാരല്ലേ, 19 പുരുഷന്മാർക്ക് ഹരിക്കും എങ്ങനെ റൂമിൽ ഒരു റൂമിൽ 6 ആൾ വീതം 2 റൂം 12 ആയില്ലേ, ഈ റൂമിൽ 5 ആട്ടാ 17 ആയില്ലേ, അങ്ങനെ അവർ കണക്ക് അങ്ങനെ റൂം ശരി നമുക്ക് അവർ തരുന്ന രൂപ ഞാൻ പറഞ്ഞ ഉള്ള പോലെ പറഞ്ഞില്ല എന്നായി രൂപമാണ്. സ്ത്രീകൾക്ക് അവരങ്ങനെ ഡിവൈഡ് ചെയ്യും. ഇങ്ങനെ തരുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ പറയാം ഉസ്താദ് ഞങ്ങൾക്ക് ഫാമിലി റൂം ആണെന്നാ ഈ സാധു എന്താ ചെയ്യാം, നിങ്ങൾ ചിന്തിച്ചു നോക്കി. അതിന്റെ വർഷം പറഞ്ഞ യഥാർത്ഥം എന്താണല്ലേ. ഇനി ഫാമിലി റൂം വേണം എന്നുള്ള ഓപ്ഷൻ എന്താ വെച്ചാൽ നിങ്ങൾക്ക് റിസർവ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ അവർക്ക് 11,000 10 11 റുപ്യ അവർക്ക് എക്സ്ട്രാ കൊടുക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മക്കത്ത് 9 ദിവസം ഇവിടുന്ന് പോകുമ്പോൾ തന്നെ വേറെ തന്നെ റൂം അത് അവിടെ വേറെ തന്നെ തരും. കാരണം അത് സർവീസർമാരുടെ അതിന്റെ കാര്യങ്ങൾ കിടക്കുന്നത് അല്ല നമ്മളെടുത്തെല്ലാം മനസ്സിലായില്ലേ. അപ്പൊ ഇത് പറയാൻ കാരണം കഴിഞ്ഞ ഉമ്രയില് ഉണ്ടായ 2 അനുഭവം തന്നെ. ഒരു ഉമ്മ അദ്ദേഹം അതിന് മോന്റെ സുഖമല്ല, അവർ ആദ്യമേ പറഞ്ഞു സ്വന്തം റൂം വേണം, ആയിക്കോട്ടെ അങ്ങനെ അവർക്ക് തന്നെ നിർബന്ധമാണ് സ്വന്തം റൂമ്. അപ്പൊ അവർ ഇവിടുന്ന് ആദ്യം അഡ്വാൻസ് പൈസ ഒന്നും ക്യാഷ് അടച്ചു. അങ്ങനെ അവർക്ക് അവിടെ എന്താ ഫാമിലി റൂം വന്നപ്പോ തന്നെ റെഡി. അതേ സമയത്ത് വേറെ ഉപ്പ ആ സുഹൃത്ത് പ്രവാസിയാണ്, നേരെ നാട്ടിൽ വന്ന് ഇന്റെ കൂടെ ഉമ്രക്ക് വരാം. സ്വാഭാവികമായിട്ടും അവനാന്റെ പെണ്ണിന്റെ കൂടെ നിൽക്കാൻ സന്തോഷമല്ലേ. അങ്ങനെ മൂപ്പരെന്ത് മൂപ്പരോട് ഇതുപോലെ പറഞ്ഞു, ഭാഗ്യം പോലെ ഉണ്ടാവുള്ളൂ ഹബീബി, ഒരിക്കലും പ്രതീക്ഷ അല്ല, കിട്ടിയാ തരും. അങ്ങനെ മൂപ്പരെന്തായി വെറുതെ 14 ചെലവാക്കണ്ടല്ലോ, അതവിടെ ഞാൻ ഈ പുസ്തകം ആക്കിയെന്നോളം പ്രതീക്ഷ, അമിതമായ പ്രതീക്ഷ. മനസ്സിലായേ. എനിക്ക് കഴിയാവുന്ന അപ്പുറം ഞാൻ വാക്ക് കൊടുക്കാൻ പാടില്ല, ഞാൻ തന്ന വാക്ക് പാലിക്കണം എന്ന് എന്റെ ആഗ്രഹം ഉണ്ടാവാം. അപ്പൊ എന്തായി അങ്ങനെ പ്രതീക്ഷ അവിടുത്തെ ഈ റൂം ലിസ്റ്റ് വന്നപ്പോ റൂം ലിസ്റ്റ് നമുക്ക് വരെ ചെയ്യാം 5 6 8 അങ്ങനെ വരാം. ആ ലിസ്റ്റ് നോക്കുമ്പോൾ എന്താണ് എങ്ങനെ കണക്കൂട്ടിയാലും അദ്ദേഹത്തിനും ഭാര്യക്കും അദ്ദേഹത്തിന്റെ ഒരു മോനാരോ ഉണ്ട് അവർക്ക് റൂം കിട്ടില്ല. മൂപ്പർക്കാണെങ്കിൽ സ്വന്തം റൂം വേണം. നിങ്ങൾ ആലോചിക്കുക, എന്നാൽ ഞാൻ ബിൽഡിങ് റൂമില്ല. അങ്ങനെയുണ്ട്. അവിടെ എത്തിയെടുക്കാം, നമ്മള് കറക്കി കുത്തിയിട്ട് പിന്നെ വേണമെങ്കിൽ എടുക്കാം. റൂമില്ല. കാരണം അവർക്ക് റൂം ഫുൾ നമ്മൾ കൊടുക്കുന്ന ഏരിയ തിരക്ക് പിടിച്ച ഏരിയയാണ്. അല്ലാതെ നമ്മൾ കുറെ ദൂരത്തൊന്നല്ല, കൈയും അടുത്തേക്കാകുമ്പോൾ അവിടെ തിരക്ക് മീറ്റർ കണക്ക് ഹക്ക് ഞാൻ നോക്കിയില്ല. പക്ഷെ നമ്മളൊരു വീഡിയോ ഉണ്ടല്ലോ നമുക്ക് കറക്റ്റ് കണ്ടാൽ ഞാൻ ആ വീഡിയോ ഗ്രൂപ്പ് ഇട്ടിട്ടുണ്ട്. ഞാൻ ആ പ്രൂഫിന് കൊടുക്കുന്ന ആൾക്കാർക്കും നിങ്ങൾക്ക് ആർക്കും മക്കത്ത് പരിചയമുള്ളവരുടെ ചോദിക്കാൻ ചോദിക്കണ്ടേ, സിമ്പിളായിട്ട് പറയാവുന്നേ ഉള്ളൂ. അതായത് ഹറമിന്റെ നേരെ ഫ്രണ്ടിലാണ് ക്ലോക്ക് ടവർ. ആ ക്ലോക്ക് ടവറിൽ നിന്ന് നോക്കിയാൽ കാണുന്നതാണ് ഹോട്ടൽ മക്കാരി. ക്ലോക്ക് ടവർ എന്ന് പറഞ്ഞാൽ കോടോനുകൾ പോകുന്നതായിട്ടാ. ജസ്റ്റ് ബാക്ക് വശം വന്നാൽ ആരോട് ചോദിച്ചാൽ മതി, ഞാൻ വീഡിയോ ഗ്രൂപ്പ് ഇട്ടിട്ടുണ്ട്. ഈ മക്കാരിം ഹോട്ടലിന്റെ ബാക്ക് അവിടുന്ന് നമ്മൾ മക്കാരിം അവിടെ നിന്നാണ് ഇടതുവശത്ത് നോക്കിയാൽ നിസ്കാരപ്പള്ളി കാണും. ആ പള്ളിയിൽ ചാരി നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിച്ചാൽ കയറും ഹബീബി, നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിച്ചാൽ ഞാൻ വീഡിയോ വേണ്ടിയിട്ടുണ്ട് നിങ്ങൾക്ക്. അപ്പൊ ആ ഭാഗത്ത് നമ്മൾ ഞാൻ ഇതുവരെ മീറ്റർ നോക്കിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറയണ്ട. ഞാൻ പക്ഷെ എന്നോട് എൻ്റെ അനുഭവിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ മുമ്പൊക്കെ വീൽ ചെയർ ഉണ്ട്, വീൽ ചെയറിൽ ഒരു ഉമ്മ ഉണ്ട്. അവരൊന്നും എന്നോട് എന്തല്ല ഒരു ദൂരം കൂടിയെന്ന് കഴിഞ്ഞ ഒരു 5 6 മുമ്പൊക്കെ ഞാൻ അവിടെ തന്നെ കൊടുത്ത് ഒരാളും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്ത് അവിടെ തന്നെ ആയിക്കോട്ടെ നിർബന്ധം പറഞ്ഞത്. ഓക്കെ. ഇനി ഞാൻ പറഞ്ഞ റൂമിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ പ്രത്യേകം പറഞ്ഞു സ്പെഷ്യൽ റൂം വേണമെന്നുണ്ടെങ്കിൽ ചിന്തിക്കുക എങ്ങനെ വേണമെന്ന് ഞാൻ അങ്ങോട്ട് തുറന്നതിന് വർഷം പറഞ്ഞതാണ്. ഇനി നമ്മൾ റൂം ഡിവൈഡ് ചെയ്യുമ്പോൾ ഭാഗ്യം കിട്ടി ഒരു ഉമ്ര ഉണ്ടായിരുന്നു 10-11 റുപ്യ 10 റുപ്യ ആക്കാൻ നമ്മൾ ശ്രമിക്കും. അതിനാണ് അവർ പറഞ്ഞത് എന്താ വെച്ചാൽ അവർ പറഞ്ഞത് ഉസ്താദ് സ്പെഷ്യൽ റൂം ഞങ്ങൾ തരുമ്പോൾ അവിടെ ബെഡിനാണ് അവർക്ക് ചെലവ്. അപ്പൊ എങ്ങനെയാലും കണക്കൂട്ടി വരുമ്പോൾ അവസാനത്തിൽ എന്താ ഞങ്ങൾക്ക് ബെഡ് എക്സ്ട്രാ വരും എന്ന് പറഞ്ഞാല് നമ്മള് 35 പേരുള്ള യാത്ര അതിൽ 15 പുരുഷന് 15 സ്ത്രീയാണ്. ഈ സീരില്ല ഇതങ്ങനല്ലല്ലോ, അത് ഒറ്റ സംഖ്യയാണ് വരുന്നത്. 17 പുരുഷന് 13 അങ്ങനെയൊക്കെ അവിടെയൊക്കെ ഈ ബെഡാണ് പ്രശ്നം.
അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തായാലും അങ്ങനെ തരുമ്പോ റൂം എക്സ്ട്രാ വരും. ആ പേയ്മെന്റ് അവർ വാങ്ങണം. മനസ്സിലായില്ലേ? അവരെ വിഷയം തന്നെ. അവരൊന്നും സ്വന്തമല്ല, എല്ലാവരും സർവീസർമാരല്ലേ, അറബിയുടെ റൂമും കാര്യങ്ങളല്ലേ. അപ്പൊ ഞാൻ ചോദിച്ചാൽ ഇപ്പൊ ഈ അടുത്ത് എന്നോട് ആലോചിച്ച് മറ്റേ ഉംറയൊക്കെ സ്വന്തം റൂം കൊടുക്കണമല്ലോ. നിങ്ങൾ ആരുടെ ഇപ്പൊ അവരട്ടെ ഈ കഴിഞ്ഞ ഉംറനെ മുമ്പത്തെ ഉംറയില് എന്റെ എല്ലാ ടീമിനും 3 ബെഡ് റൂം കിട്ടി. അന്ന് അങ്ങനെ ഫുള്ള് 3 ബെഡ്. അപ്പൊ അതിൽ ഫാമിലി എൻജോയ് ചെയ്ത്. കാരണം എന്താ, 3 ബെഡിന് റൂം ആകുമ്പോൾ സ്വന്തം നിൽക്കുന്നേ. അങ്ങനെ അവര് നാട്ടുകൂടി പറയാ ഞങ്ങൾ ഉംറ ഹസനാസിയാർ എനിക്ക് സ്വന്തം റൂം എന്ന് പറഞ്ഞാല് ശരിയാണ്. പക്ഷെ അത് ആ പാക്കേജ് അങ്ങനെ കിട്ടിയോണ്ടാ. മനസ്സിലായില്ലേ? അല്ലാതെ ഒരു പാക്കേജർമാർക്കും ഫാമിലി റൂമായിട്ട് സ്പെഷ്യൽ കൊടുക്കുന്നില്ല. ഞാൻ പറഞ്ഞു അവിടെ ബെഡിനാണ് വാല്യബിൾ എന്നിട്ടാ. ഞാൻ ആ വിഷയം പറഞ്ഞു തരാം. ആർക്കും വിഷമം തോന്നരുത്. നിങ്ങൾ ആരും വിഷമിക്കണം ആഗ്രഹിക്കുന്നില്ല. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയാനുള്ള എന്താ അറിയാം, എന്റെ ഒരു വ്യക്തമായ ഒരു അഭിപ്രായം പറയാം. അള്ളാന്റെ ഹറമിൽ നമ്മൾ എത്തി, അവിടെ നമ്മൾ അമൽ ചെയ്യാൻ കാര്യമായ സമയം ചെലവഴിക്കുക അല്ലേ? ശരിയല്ലേ? നമ്മൾ ഇവിടുന്ന് പോകുന്നോട് ഇപ്പൊ തന്നെ നമ്മളെല്ലാവരും കുടുംബക്കാരെ പോലെ ആയില്ലേ? നിങ്ങളെന്താ ആവാത്തത്? ഒന്ന് ആയിക്കൂടെ? അതാണ് മാഷല്ല. അപ്പൊ നമുക്ക് കുടുംബക്കാരെ പോലെ ആയി. പിന്നെ നമുക്ക് തോന്നി ഇപ്പൊ നമുക്ക് മിങ്കിളാവുന്ന നമുക്ക് തോന്നുന്നറിയോ, നമ്മളെങ്ങനെ മറ്റുള്ള കൂടെ അത് നിന്നോ കൂടി നല്ല രസമാണ്. സത്യം പറയാം, നമ്മളൊക്കെ പല യാത്രകളും പലരെ കൂടെ നിൽക്കുന്നു പറയാം. മറ്റുള്ളവരെ കൂടെ താമസിക്കേണ്ടി ആ ഒരു ബന്ധം ഉണ്ടല്ലോ, വലിയ സൗഹൃദമാണ് അത്. ഞാൻ പല കണ്ട അനുഭവം വെച്ചറിയാം. ഇപ്പൊ ഉമ്മമാരൊക്കെ പല ഉമ്മമാരും മിക്സായി റൂമിൽ നോക്കി നിങ്ങളുടേതായ വേറെ വേറെ ലോകങ്ങൾ, സന്തോഷങ്ങൾ അത് വേറെ തന്നെ കേട്ടോ. ഞാൻ വിഷയം ഒരുപാട് പറഞ്ഞ് നീട്ടി പോരപ്പിക്കുന്നില്ല, അതിന്റെ വർഷങ്ങൾ പറഞ്ഞു കേട്ടോ. ഇനിയൊക്കെ ആർക്കും വേറെ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ വന്നായി ഇൻഷാ അല്ലാഹ്. നേരത്തെ പറഞ്ഞത് അപ്പൊ വെച്ചിട്ട് റൂം വേണം പറഞ്ഞാല് ചിലപ്പോൾ ആ ബിൽഡിംഗ് ആവില്ല, അപ്പുറത്തെ ബിൽഡിങ്ങിലൊക്കെ ആയിരിക്കും റൂം ഉണ്ടാവും കേട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പൊ ആ കാര്യം കഴിഞ്ഞില്ലേ? ഇനി എന്താ അറിയേണ്ട കാര്യങ്ങളുണ്ടോ അത് പറഞ്ഞോളി. ഭക്ഷണം ഭക്ഷണം പക്ക മിയാ മിയാ. ഭക്ഷണം നമ്മുടെ താഴെ റിസപ്ഷൻ ഉണ്ടാവും. റിസപ്ഷന്റെ അടുത്ത് നമ്മുടെ ക്യാൻറ്റീൻ ഉള്ളത്. അതിന് പുറത്തുനിന്ന് പോകണ്ട, നമുക്ക് അവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. ഭക്ഷണം എല്ലാ സമയത്തും നോൺ വെജും വെജും ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ ഉപ്പാക്ക് ഇപ്പൊ എന്തല്ല നോൺ വെജ് പറ്റൂല, വെജ് ഉണ്ടാവും. ചപ്പാത്തി ഉണ്ടാവും. പിന്നെ ഈ ഇവിടുന്ന് കയറി തിരിച്ചെത്തുന്ന എന്ത് ഇപ്പൊ ഭക്ഷണം പറ്റില്ല എന്നോടൊന്ന് പറയാ, നമ്മൾ എന്ത് ചെയ്യും, എന്താണ് സൊല്യൂഷൻ കാണും കേട്ടോ. അല്ല ഗതികെട്ട് നിൽക്കൊന്നും വേണ്ട കേട്ടോ. ഇനി നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിലുള്ള സംശയങ്ങൾ ചോദിച്ചോളി. നമ്മൾ ആരെങ്കിലും ഫാമിലി ഭർത്താക്കന്മാരോ ആരെങ്കിലും അവിടെ താമസിക്കാൻ വരുന്നവരുണ്ടെങ്കിൽ നേരത്തെ പറയണം. മനസ്സിലായില്ല? അല്ല അപ്പൊ വെച്ച് പറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ അറിയോ, ഇവിടെ നമ്മൾ ബെഡ് കൊടുക്കുന്നത് 4 ബെഡുള്ള റൂമാണെങ്കിൽ 4 ആൾക്കാരെ വിട്ടണം. അവിടെ ഒന്നും ഫ്രീ സ്പേസ് ഉണ്ടാവില്ല. പിന്നെ നമ്മളുണ്ടല്ലോ അവരെ കൂടെ നമ്മൾ കൊടുത്ത് നിർത്തിയിട്ട് ഒരു ഒപ്പിക്കൽ പരിപാടി അവൻ ചെയ്യാതിരിക്കൽ ആ ഹൈർ. ഞാൻ നമ്മളോട് തുറന്ന് പറയാം അല്ലേ. 4 ആളുടെ റൂമാണ്. ഇപ്പൊ നമ്മളിപ്പോ 4 ആളുടെ റൂമാണ്. ആ റൂമിൽ ഒരാളെ മരുവന് വരുന്നുണ്ട്. നമ്മൾ എന്താ ചെയ്യാ, എനിക്കുണ്ടായ അനുഭവം കൂടെ പറയണേ. അവരിങ്ങനെ വന്ന് 4-5 അവിടെ ഇങ്ങനെ നിൽക്കാം. അതെന്തല്ല, അതൊന്നും ഒരു നമ്മൾ ചെയ്യേണ്ട കാര്യം. മറ്റുള്ളവർ നിൽക്കുന്ന റൂമിൽ നമ്മൾ എക്സ്ട്രാ ഒരാളെ കൊടുത്തിട്ട് അന്തസ്സോടെ ചെയ്യുന്ന വേറെ സുഖം വേറെ അല്ലേ. നേരത്തെ ഉസ്താദ് പറയും, ഉസ്താദെ എന്റെ ഭർത്താവ് ഉണ്ടാവും ഒരു 5 ദിവസം ഉണ്ടാവും, അപ്പൊ ഞാൻ ഒരു എമൗണ്ട് പറഞ്ഞുതരും. ആ എമൗണ്ട് അവിടെ കൊടുക്കേണ്ടതാണല്ലോ. അത് പറഞ്ഞാൽ എന്തൊരു അന്തസ്സുണ്ട്. ഇപ്പൊ എന്നോട് എനിക്കുണ്ടായ അനുഭവം, എന്നോട് ഇതുപോലെ ഒരു ഉംറയില് എന്തായി ഒരു 24 ആങ്ങളാരുണ്ട്. അവർ വന്നോടെ താമസം തുടങ്ങി നമ്മുടെ കൂടെ. നമ്മൾ പൊതുവായി പറയുന്നില്ല, ആർക്ക് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി. എന്നിട്ട് എന്നോട് സർവീസർമാർ ചോദിക്കും ഒരു ബീച്ചിക്കോടെ നമ്മൾ ആരൊക്കെ ഫുഡ് കഴിക്കാൻ വരാന്നൊക്കെ. അപ്പൊ അവരെന്നോട് ചോദിക്കും, ഉസ്താദ് ഇവർ നിങ്ങൾ കൂടുതൽ പെട്ടാണോ, എത്ര മോശമുണ്ട്, ഒക്കെ 2ാം നമ്പർ അത് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, ഒരു ദിവസം കുഴപ്പമില്ല, അതൊക്കെ സ്വാഭാവികം ഉണ്ടാവും. കാണാൻ വരുമ്പോൾ നിൽക്കണൊക്കെ ഇത് നമുക്ക് കൂടുതൽ നിൽക്കാൻ നേരത്തെ പറഞ്ഞ് അതിന് സ്റ്റാൻഡേർഡിൽ ചെയ്യാം. കേട്ടില്ലേ? അതൊക്കെ എല്ലാവരും ഓർമ്മ ഉണ്ടാവട്ടാ ഇൻഷാ അല്ലാഹ്. പിന്നെന്താണ് അറിയേണ്ടത്? മറ്റുള്ളവർക്ക് വേണ്ടി ഉംറ ചെയ്യരുത്. അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്നവർക്ക് അതെ. എന്നാണല്ലേ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഉംറയും ഹജ്ജും നിർബന്ധമുള്ളത് തടിയാലും മുതലാലും ഉള്ളവർക്കാണല്ലോ അല്ലെ. അത് മസല ഒന്നേ ഉള്ളൂ, അതിന് 2 മസലല്ല. തടിയാലും മുതലാലും ഉള്ളവർക്കാണ്. 2ാമത് കാര്യം എന്താ വെച്ചാല് ഈ മറ്റുള്ളവർക്ക് ചെയ്യാന്നുള്ള സിസ്റ്റം അതായത് ആ മറ്റുള്ള ഒരാള് 1 ആള് വഫാത്തായി ഉണ്ടാവും. അതിനുശേഷം നമ്മൾ ഈ ചെയ്യുന്ന സിസ്റ്റം വരുന്നത് സാധാരണ അങ്ങനെയല്ലേ. സാധാരണ അതാണ് അപൈക്കത്തിന്. അപ്പൊ അങ്ങനെയാണല്ലോ നമ്മൾ ചിന്തിക്കല്. നാട്ടിൽ ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് ഫർളായ ഒരു ഉംറ ഒരാൾക്ക് ഒന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാല് സമൂസ്ഥാന് ഫർളായ ഒരു ഉംറ ഉണ്ട്. അദ്ദേഹത്തിന് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഇനി അദ്ദേഹത്തിന് ഒരു ഉംറയെ ചെയ്യാൻ പറ്റൂല. അങ്ങനെ ഒരു ഉംറ ഇല്ല. ഫർള് ഒന്നേ ഒരാൾക്ക് കൊടുക്കല് ഫർളേ പറ്റുള്ളൂ എന്ന് മനസ്സിലായില്ലേ. സംശയമൊക്കെ ചോദിക്കാണ്ട, അങ്ങ് പഠിക്കും വേണോട്ടാ. നേരത്തെ
ചെയ്യാത്തത് ഞാൻ വേറെ ചെയ്തതിനെ കുറിച്ച് പറഞ്ഞേ. ഫർളായ ഒരു ഉംറ ചെയ്യണ്ട, കാരണം അതിൽ പറഞ്ഞത് അത് കാരണം അതിന് പുണ്യമില്ല. നമുക്ക് ചെയ്യാൻ പറ്റിയ എന്താ രൂപം എന്താ പറഞ്ഞ്, അതായത് എൻ്റെ ഉപ്പ ഹയാത്തുള്ള കാലത്ത് ഒരു ഉംറ ചെയ്തിട്ടുണ്ട്. ഉപ്പ മരണപ്പെട്ടു പോയി, ജീവിച്ചിട്ടാലും മരണപ്പെട്ടു, രണ്ടാം കുഴപ്പമില്ല. നമുക്ക് എന്ത് നീയത്തൊക്കെ ഒരു ഉംറ കഴിഞ്ഞതിന് ശേഷം ഈ ഉംറയുടെ കൂലി ഞാൻ ഇന്നാലിന് ആൾക്ക് ഹദിയ ചെയ്തിരിക്കുന്നു, ഹദിയ എത്രയും കൊടുക്കാം. പറഞ്ഞേട്ടാ എന്താ അറിയോ, അർജുനോട് പോകണ്ട, അയച്ച് ബാക്കിയല്ല എല്ലാവരും കുടുങ്ങണ്ട, മനസ്സിലായല്ലേ? അത്യാവശ്യക്കാർ പോവാം. ഇപ്പൊ കഴിയും, ഇപ്പൊ 12 ബാങ്ക് കൊടുത്താൽ അവസാനിക്കും. അതായത് ഉംറയെ കുറിച്ച് ജസ്റ്റ് മനസ്സിലാക്കിക്കോളൂ. ഫർളായ ഉംറ എല്ലാവർക്കും ഒന്നേ ഉള്ളൂ, തടിയാലും മുതലാലും കഴിയുന്ന നിർബന്ധം ഉള്ള കാലത്ത്, ഹയാത്തുള്ള കാലത്ത് അയാൾക്ക് തടിയാലും മുതലാലും കഴിയുമായിരുന്നു, പക്ഷെ ചെയ്തില്ല. അയാൾക്കാണ് ഉംറ. ഒരാൾ ഹയാത്തുള്ള കാലത്ത് അദ്ദേഹത്തിന് തടിയാലും മുതലാലും എന്തല്ല നിർബന്ധമില്ല. ഇങ്ങനത്തെ ഒരാൾക്ക് എങ്ങനെ നമ്മൾ ഫർള് കൊടുക്കാം? ഫർളല്ല നമ്മൾ കൊടുക്കുന്നത്, സുന്നത്തിന് ഓപ്ഷൻ ഇല്ല. നമുക്ക് കൊടുക്കാൻ പറ്റിയ എന്തേ ഉള്ളൂ, ഫർളായ ഒരാൾ ഉംറ ചെയ്തില്ല, അതേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി ചെയ്യാൻ പറ്റിയ എന്താ, ഉംറ ചെയ്തതിനു ശേഷം നമുക്ക് ഹദിയ ചെയ്യാം. ഈ ഉംറയുടെ ശ്രേഷ്ഠ നമ്മൾ ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇതിന്റെ അവസാനം നീയത്തൊക്കെ, ഞാൻ ഈ ഉംറ ചെയ്തതിന്റെ ഫദീലത്ത് അത് ഇന്ന ആൾക്ക് ഹദിയ ചെയ്യുന്നു. ഈ മസാല അവിടുന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടാ, എങ്ങനെ ചെയ്യുന്ന രൂപങ്ങൾ മറ്റേ മറന്നു പോകത്തി പിന്നെ കേട്ടാ, അതെന്താണ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ചോദിക്കണ്ട, സിമ്മിനെ കുറിച്ച് പറയാം. അദ്ദേഹം ചോദിച്ച ചോദ്യമാണ്. എന്ന് പറഞ്ഞാൽ ആദ്യം വേണ്ട, അവിടെ വൈഫൈയും ഇന്റർനെറ്റൊക്കെ അവൈലബിൾ ആണ്, പക്ഷെ ഭയങ്കര പ്രതീക്ഷകൾ വെച്ച് പോകരുത്, മനസ്സിലായില്ല? അങ്ങനെ ഓരോ ഹോട്ടലിലും ആ ഓരോ അവസ്ഥയാണ്. ഇല്ല, ഫോണായിട്ട് എന്റെ ഫോണിൽ ഒരാൾ ഉസ്താദ് ഞാൻ വീട്ടിൽ ഫോൺ വിളിക്കട്ടെ ചോദിച്ചാൽ നമ്മൾ തരും, എന്നല്ലാതെ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഫോൺ വിളിക്കാനുള്ള ഫോൺ നമ്മളില്ല. അതായത് ഇത്രേ ഉള്ളൂ. നാട്ടിലേക്ക് എല്ലാ അത് നമ്മൾ എന്താ എപ്പോഴും പോകുന്ന നമ്മൾ ഗ്രൂപ്പ് ഉണ്ടല്ലോ വാട്സപ്പിൽ, അതിൽ നിങ്ങൾ എവിടെ ഇപ്പൊ ചെയ്തുകൊണ്ട് എല്ലാ സംഭവം ഗ്രൂപ്പ് ഉണ്ടാവും. ഇനി ഒരാൾക്ക് സംസാരിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ എന്ത് ചെയ്യാം, വോയിസ് അങ്ങോട്ട് കൊണ്ട് വിടാം. ഫോൺ വിളിക്കണമെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ സിം എടുക്കണം. സിം എടുക്കുക ഏറ്റവും നല്ലതാണ്, മനസ്സിലായില്ലേ? അല്ല, എടുക്കാന്ന് വെച്ചാൽ ഒരാള് മിസ്സായി പോയി, അപ്പൊ ഇല്ല അങ്ങനെ നമ്മൾ പാക്കേജ് ഇല്ലാത്ത, ഞാൻ ആദ്യം പറഞ്ഞെന്താ നമുക്ക് കഴിയാം. ഞാൻ പറഞ്ഞു എന്നോട് ചോദിച്ചാൽ ഞാൻ കൊടുക്കും, എന്നല്ലാതെ എല്ലാവർക്കും നമ്മള് അതൊന്നും നടക്കാനല്ല. നമ്മൾ ഇപ്പൊ എന്നോട് ചോദിക്കാം ഒരാൾ, ഒരു ഉമ്മ തരും ഉസ്താദെ ഒരു ഫോൺ തരും വിളിക്കാൻ, ഇറ്റ്സ് ഓക്കെ, അത് കോമൺ ആണ്. അല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും സിം പ്രൊവൈഡ് ചെയ്യാൻ സിം ഞമ്മക്ക് ഫ്രീ ഇടുന്നില്ല. അതൊക്കെ സ്വഭാവമൊക്കെ ബേസിക് കിട്ടുന്നതാണ്. വൈഫൈ ഉപയോഗിക്കട്ടാ, അത് കുഴപ്പമില്ലട്ടാ. സിം വാങ്ങട്ടെ, സിം ഫ്രീ അല്ല കേട്ടാ. ഞാൻ പറഞ്ഞു ജിദ്ദയിലേ ഫ്രീ ഉള്ളൂ, മറ്റൊരു സിം 30-35 രൂപ കൊടുക്കേണ്ടി വരും കേട്ടോ സിമ്മിന്, മനസ്സിലായില്ലേ കേട്ടാ? കഴിഞ്ഞോ ചോദിക്കാനുള്ള കാര്യം കഴിഞ്ഞാ? അല്ല, കോൾ ചെയ്യാം, അതിനൊരു വേറെ ഓപ്ഷൻ ഉണ്ട്, VPN എന്ന സംഭവം ഉണ്ട്. ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ വാട്സപ്പിലും കോളൊക്കെ ചെയ്യാം. നേരിട്ട് വിളിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു സിം വാങ്ങാം നമുക്ക്. നമ്പർ ഉണ്ടാവും, എങ്ങനെ ഇന്ന വിളിക്കാൻ നമ്മൾ അതിന് തട്ടത്തിമ്പോ നമ്പർ ഉണ്ടാവും കേട്ടാ. അവിടെ ആക്റ്റീവ് ഉള്ള നമ്പർ നമ്മൾ തട്ടത്തിമ്പൊക്കെ ഉണ്ടാവും. ഗ്രൂപ്പ് ഉണ്ട്, അതിനെ ഗ്രൂപ്പിൽ ചേർന്നാൽ ഗ്രൂപ്പിൽ വിളിച്ചാൽ ബന്ധപ്പെടാൻ നമ്പറൊക്കെ ഉണ്ടാവും. ഒന്നൊരാൾക്ക് വീട്ടിൽ നിന്ന് ആർക്ക് ഇങ്ങോട്ട് വിളിക്കണമെങ്കിലും ഒന്ന് എന്റെ നമ്പർ ഉണ്ടാവും, അതിനൊക്കെ ഗ്രൂപ്പ് ഉണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളെ ഭാര്യമാരെ ഭർത്താക്കന്മാരെ ഉമ്മാനെപ്പാനെ നേരിട്ട് വിളിക്കണം. അതാ പറഞ്ഞത്, അതിനാണ് ഞാൻ പറഞ്ഞത് കുറെ കൺഫ്യൂഷൻ ആണ്ട. ഒരു 35 രൂപ സിം എടുത്ത പരിപാടി കഴിഞ്ഞല്ലേ? 35 രൂപ ട്ടാ. ഇനി ഇവിടുന്ന് പോകുമ്പോ റോമിങ് ചെയ്ത് പോവാ. എവിടെ റൗദല്ലേ? അത് ഞങ്ങൾ ചെയ്യും. അതൊന്നും വേണ്ട. അതെന്തറിയോ, അതുണ്ട് ഇപ്പോഴുണ്ട്. അതെങ്ങനെ നമ്മൾ ലുസുക്ക് വഴി പയ്യുമ്പോ നമ്മൾ അങ്ങനല്ല, നമ്മൾ പ്രൈവറ്റ് ആണ് ബുക്ക് ചെയ്യണേ. നമ്മളത്തെ ഫോൺ അത് കൊടുത്താൽ കയറി പോവാം. അവൻ മൊബൈലിൽ ഞാൻ ഫയൽ തരും, ആ ഫയൽ, അല്ലാതെ ഓരോ കയ്യിൽ ഫോണിന്റെ ആവശ്യമില്ല.